കൂടിയെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് കാര്യപ്പെട്ട ഒരു നാഷണൽ ലെവലിൽ നടന്നൊരു സർവേ എന്ന് പറയുന്നത് 2019 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ആഭിമുഖ്യത്തിൽ എയിംസിൽ നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ സബ്സ്റ്റൻസ് യൂസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവർ ഇന്ത്യ മുഴുവൻ നടത്തിയൊരു പഠനം. മുമ്പ് നടത്തിയ 2004, പിന്നെ 2019 ആൽക്കഹോൾ ഉപയോഗിക്കും. അതിൽ പ്രോബ്ലം യൂസ് ആയാലും കുറവാണ്. പക്ഷേ ഇത് നേരെ ആണുങ്ങളെ മാത്രമാക്കിയാൽ ഇത് നേരെ ഇരട്ടിയാവും ഏകദേശം. ഇത് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടെ കൂട്ടുമ്പോൾ, പ്രത്യേകിച്ച് 10 തൊട്ട് 75 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് പഠനം. അപ്പോൾ അതിൽ സ്ത്രീകളെ ഒഴിവാക്കി പുരുഷന്മാരെ മാത്രം എടുത്താൽ അത് ഏകദേശം 27-28 അടുത്ത് നിൽക്കും ആൽക്കഹോളിൻ്റെ യൂസ്. അതാണ് കണക്ക്. അത് മുമ്പുള്ളതെന്ന് വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൂടാം. ബാക്കി സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിലോ, കാനബിസ്, കഞ്ചാവ് എങ്ങനെയാ? അത് 2.8% ഒക്കെ പറയുന്നുള്ളൂ. പക്ഷേ ആൽക്കഹോളും മറ്റ് സബ്സ്റ്റൻസും തമ്മിലുള്ള ഉപയോഗം പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എത്ര ആൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാർ അത്യാവശ്യം പറയും അല്ലേ. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത്ര മടിയൊന്നും ഉണ്ടാവില്ല പറയാൻ. പക്ഷേ മറ്റ് സംഗതികൾ ഉപയോഗിക്കുമ്പോഴോ പറയോ? ഇതിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ആൾ സബ്സ്റ്റൻസ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ? സർവേക്ക് ചോദിച്ചാൽ സത്യം പറയണമെന്നില്ല അല്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ പിന്നെങ്കിലും പറയും. അപ്പോൾ അതിൽ എത്ര ആൾക്കാർ വേറെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, എമ്മടിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക? ആരും പറയോ? പറയൂല. അപ്പോൾ സർവേക്ക് അതൊരു പ്രോപ്പർ എസ്റ്റിമേറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കുറവാണ്. അപ്പോൾ അതിനൊരു വേറെ ടെക്നീക്ക് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കും. അത് നമ്മൾ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കും. എന്നിട്ട് അയാളെ കൊണ്ട് അയാളോട് പറയും ഇതൊരു പ്രശ്നമൊന്നുമല്ല, നമ്മളൊരു പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, വേറെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ കേസപ്പെടുത്താനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്കറിയുന്ന ഒരു 4 യൂസേഴ്സിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് സ്നോ ബോളിംഗ് എന്ന് പറയും. ഒരാളിൽ നിന്ന് 4, പിന്നെ ഓരോ ആൾക്കാരിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കി സബ്സ്റ്റൻസിൻ്റെ യൂസ് പ്രത്യേകിച്ച് ഈ സർവേയിൽ ചെയ്തത്. എന്നാലും കറക്റ്റായിട്ട് കിട്ടുമോ? കിട്ടണമെന്നില്ല. കുറച്ചൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആയിരിക്കും. സ്റ്റിൽ നമ്മളീ പറയുന്ന രൂപത്തിലൊരു മാരകമായ വർധനവുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും നമുക്ക് വളരെ കൃത്യമായ തെളിവൊന്നും ആ രൂപത്തിലില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു വെറൈറ്റി കൂടിയിട്ടുണ്ടാവും. പുതിയ സിന്തറ്റിക് സബ്സ്റ്റൻസസ് ഒക്കെ വന്നിട്ട് എന്താ പറയുക, മുമ്പ് കുറച്ചേ ഉള്ളൂ, ഇപ്പോൾ പ്ലേറ്റിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ആളുകൾ പരീക്ഷിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കണക്കിൻ്റെ തലത്തിലാണ്. ഇതിൻ്റെ ഒരു വേറൊരു കാര്യം, ഇന്ത്യയിൽ ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ നമ്പറാണ് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരില്ലേ, കേരളത്തിൽ ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അത് ആ ശതമാനം പറയുമ്പം അത് പ്രശ്നമാണ്. പിന്നെ അത് ഓരോ വ്യക്തിനെയും അയാളെ ചുറ്റുപാടിനെയും ബാധിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ അവിടെയും പ്രശ്നം വരും. അപ്പോൾ അത് നമുക്ക് ലൈറ്റായിട്ട് എടുക്കണമെന്നോ ലൈറ്റായിട്ട് എടുക്കേണ്ടതാണെന്നോ അല്ല പറയുന്നത്, അല്ലാതെയാണ്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയർ ആക്കാമെന്ന് പറയില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇപ്പം ഒരുപാട് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ് ഇതിൻ്റെ ഒരു സ്കെയർ എന്ന് തോന്നുന്നു. കാരണം അത് എല്ലാ കാലത്തും ഉണ്ട്, ഇതിപ്പം തുടങ്ങിയതല്ല. ഞാൻ ഈ 2008 തൊട്ടിട്ട് ഈ ലഹരി അവയർനെസ്, ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് ഈ ലഹരി അവയർനെസ്സിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പേപ്പർ കട്ടിങ്ങൊക്കെ നോക്കി ഇത് ഭയങ്കരമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണാം. അപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു സംഗതി ആ ഒരു പേടിയുണ്ട്. അത് കെയർഫുൾ ആവുന്നത് തെറ്റുമില്ല, ശരിയാണ്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുന്നത്, ഇതിനകത്ത് ഞങ്ങൾ കുറേ അവയർനെസ് ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കുറച്ചും കൂടി ആ ഒരു നോളജിനൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, സബ്സ്റ്റൻസ് യൂസ് മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഒരു പെരുമാറ്റം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും എന്താ പറയുക, സബ്സ്റ്റൻസ് യൂസ് കുഴപ്പമെന്നല്ലേ, നല്ലതെന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, കുഴപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് പുകവലിച്ചാൽ ക്യാൻസർ വരുമെന്ന് അറിയാത്ത ആൾക്കാർ കുറവല്ലേ, അല്ലേ? കുറവാണ്. അപ്പോൾ എന്നിട്ടും എന്താ ആൾക്കാർ ഉപയോഗിക്കുന്നത്? അത് നിങ്ങൾ ചിലൊരു ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരാൾ പുകവലിച്ച് ക്യാൻസർ വന്നിട്ട് ഒരു ട്രക്കിയോസ്റ്റമിയൊക്കെ ചെയ്ത് അതിനകത്ത് കൂടെ വലിക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പം എൻ്റെ അടുത്തില്ല. അപ്പം
ഞാൻ പറഞ്ഞ ആൾക്കാർ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ സംഗതി ഉപയോഗിക്കുന്നു. അപ്പോൾ സബ്സ്റ്റൻസ് യൂസിങ് ബിഹേവിയർ എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? ഒരു എന്താ പറയുക, റാഷണലായൊരു ബിഹേവിയറായിട്ട് നമുക്ക് ചിലപ്പം തോന്നൂല പെട്ടെന്ന് നോക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നോക്കിയിട്ട് നമുക്കിത് നിർത്താം. ഞാൻ ബാക്കി നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് ക്ലാസ് കിട്ടിയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനകത്തൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാലേ, ഇതൊരു മോഡേൺ പ്രോബ്ലം ആണോ? അടുത്ത കാലത്ത് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു 1900-ന് ശേഷമോ 1800-ന് ശേഷമോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമൊക്കെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണോ സബ്സ്റ്റൻസ് യൂസ്? അതിൻ്റെ മുന്നേ ഉണ്ടാവുമോ? മനുഷ്യന്മാരിത് ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ പഴയതാണ്. മനുഷ്യനുണ്ടായ ചരിത്രം എപ്പോഴാണ് തുടങ്ങുന്നത്? മനുഷ്യൻ്റെ ചരിത്രം ചിമ്പാൻസിൻ്റെ ലീനിയേജുമായിട്ട് വേർപെട്ട് പോരുന്നത് എപ്പോഴാണ്? മനുഷ്യന്മാർ അത് ഏകദേശം ഒരു 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലക്ഷം കൊല്ലം മുന്നെയാണ്. അപ്പോൾ ഈ ഹോമോസാപ്പിയൻസ് ഉണ്ടായത് എപ്പോഴാണ്? നമ്മൾ ഫോസിൽ എവിഡൻസ് ഒക്കെ നോക്കിയാൽ ഏറ്റവും മാക്സിമം ബാക്കോട്ട് എത്രയാണ്? 2 ലക്ഷമൊക്കെ കൊല്ലം മുന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 70,000 കൊല്ലം മുന്നേക്ക് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്കൊക്കെ വരുന്നു. അപ്പോൾ ആ ചരിത്രം നമ്മളെ കയ്യിലില്ല. നമുക്ക് ഒരു 7,000-8,000 കൊല്ലം മുമ്പത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണയെ കുറേ ഉള്ളൂ. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ 7,000 കൊല്ലം മുമ്പ് തന്നെ മനുഷ്യന്മാർ ആൽക്കഹോൾ ഉപയോഗിച്ചതിന് തെളിവുണ്ട്. അതുപോലെ ഈ പല്ലിൻ്റെ പഴയ റെമിനൻസ് ഒക്കെ നോക്കുമ്പം കൊക്ക ലീവ്സിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ കൊക്കൈൻ ഉപയോഗിക്കുന്നുണ്ട്. ചൈനക്കാർ ഒരു 2,000 കൊല്ലം മുമ്പ് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഈ സാധനം ഉണ്ട്. ഞാൻ വേറെ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചത് ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും സബ്സ്റ്റൻസ് പോലത്തെ ഒരു ചെടി എന്തെങ്കിലും കാണുന്നുണ്ടോ? ക്ലിയർ ആണത്? ഇതൊരു റിങ്ങാണ്. ഗ്രീക്ക് സിവിലൈസേഷനിൽ മൈസീനിയൻ പീരീഡ് എന്ന് പറയുന്ന സമയത്തുള്ള ഒരു ആർട്ടിഫാക്റ്റാണ്. ഒരു മെറ്റാലിക് സാധനമാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ചെടീൻ്റെ ചിത്രം കാണുന്നുണ്ടോ? അതിൽ നോക്കിയാൽ കാണാം. തലേൻ്റെ അവിടെ പിടിച്ച ഒരു സാധനം. ഇത് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടോ? അത് ഓപ്പിയാണ്. നമ്മളെ കറുപ്പിൻ്റെ ചിത്രമാണ്. ഇത് അവിടുത്തെ ദൈവങ്ങളാണ്. ഡെമീറ്റ എന്ന് പറയും, അഗ്രികൾച്ചറിൻ്റെ ദൈവമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ചെടി എന്താ? പോപ്പിയാണ്. പോപ്പിയാണ്. മറ്റത് ക്രീറ്റിലെ കറുപ്പിൻ്റെ ദൈവമാണ്. അതിൻ്റെ ഒരു ഹെയർ പിന്ന് കണ്ടോ? 3 എണ്ണം. അതെന്താ? പോപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടേ ഈ സംഗതി ഉണ്ട്. പിന്നെ വേറെ ചില പരിപാടികളുണ്ട് പണ്ട്. ഈ റിച്വൽസ്, പ്രത്യേകിച്ച് കൾട്ടുകളൊക്കെ പോലെ. ഇത് നമ്മൾ ഗ്രീസിലുള്ള ഒരു സംഭവമാണ് എലൂസീനിയൻ മിസ്റ്ററി എന്ന് പറയും. അതായത് ഒരു കൊല്ലത്തിലൊരു സമയത്ത് ഒരു അഗ്രികൾച്ചറൽ ഒരു ചടങ്ങാണ്, ഒരു റിച്വലാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സാധനം കുടിക്കാൻ തരും. കൈക്കിയോൺ എന്നാണ് അതിന് പറയുക. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദൈവികമായ അനുഭവങ്ങൾ, ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള എന്താ പറയുക, ഇൻസൈറ്റ്സ്, കുറേ വിഷൻസൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെപ്പിക്ഷനാണ്, ഒരു ടാബ്ലറ്റ്. അത് ഈ ഫസ്റ്റിൽ കാണുന്ന നിനിയോൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. അതിനകത്ത് ഇത് അടിച്ച ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഫീലിങ്ങും എക്സ്പീരിയൻസും ഒക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? എന്തായി സംഭവിക്കണേ? ഇതടിച്ചിട്ട് ശരിക്കുള്ള ആത്മീയ അനുഭവം കിട്ടുകയാണോ? എന്തായിരിക്കും? അത് ഈ പറയുന്ന പോലെ സൈക്കഡലിക് എക്സ്പീരിയൻസ് ആണ്. അപ്പം അന്ന് ഈ സാധനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ക്ലാവിസെപ്സ് എന്ന് പറഞ്ഞൊരു ഫംഗസാണ്. അതിനകത്ത് എന്താ കിട്ടുക? കേട്ടിട്ടില്ല? LSD കിട്ടും. അപ്പം ഈ പറയുന്ന പോർഷൻസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഏർലി റിലീജിയസ് എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന പോലെയാണ്. ഇന്ത്യയിൽ പണ്ട് സോമരസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? പുരാണത്തിലൊക്കെ ആൾക്കാർ അടിക്കുന്ന സാധനമാണ്. അതെന്താ? അത് 2 തിയറിയാണല്ലോ. ഒന്ന് സിലോസൈബിനാണ്, നമ്മളെ മാജിക് മഷ്റൂം സാധനമാണ്. അല്ലെങ്കിൽ എഫിഡ്രിൻ ആണെന്ന് പറയും. എഫിഡ്രിൻ ആണ് എന്ത് കുക്ക് ചെയ്യുന്നത്? ഒരു സാധനം കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റോ മെറ്റീരിയലാണ് എഫിഡ്രിൻ. നമ്മൾ മെത്ത് കുക്ക് ചെയ്യുന്നതിൽ എഫിഡ്രിൻ. അപ്പം അങ്ങനത്തെ, അപ്പം പണ്ടേ ഈ സാധനമുണ്ട്. അപ്പം ഹിസ്റ്റോറിക്കലി ഇപ്പം ഇതൊരു മോഡേൺ പ്രോബ്ലം ഒന്നുമല്ല, പണ്ടേ ഉണ്ട്. അപ്പം ഈവൻ നമ്മളെ ഈ മാർക്കോസ് അറീലിയസ് എന്ന് പറയുന്ന എംപറർ ഉണ്ട്. അയാൾ ഈ ഓപ്പിയം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ക്യാമ്പയിന് പോയപ്പോൾ സാധനം കിട്ടാണ്ട് വിഡ്രോവൽ വന്ന കഥയൊക്കെ ഉണ്ട്. അപ്പം മുമ്പേ ഈ പ്രശ്നമുണ്ട്. മൃഗങ്ങൾ ഉപയോഗിക്കുമോ സബ്സ്റ്റൻസ്? മനുഷ്യനല്ലാണ്ട്
ഉപയോഗിക്കാം. ഇപ്പോൾ അടുത്തൊരു സിനിമയിലുണ്ടായിരുന്നു, ഒരു പശു ഒരാൾ മറ്റേ വിഷുവിനോ പള്ളി പെരുന്നാളിന് എന്തിനോ ഉണ്ടാക്കി വെച്ച ഈ പറയുന്ന സ്പിരിറ്റ്, ഏതാ സിനിമ? പാൽത്തു ജാൻവർ. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പശു അതടിച്ച് സൈഡാവുന്നതായിട്ടില്ല. അപ്പം മൃഗങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? അതിനുമുണ്ട്. ഇപ്പം ഈ ഫ്രൂട്ട്സൊക്കെ ഫെർമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിളികളും മൃഗങ്ങളൊക്കെ അതടിച്ച് കിറങ്ങി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആനകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സബ്സ്റ്റൻസ്. അപ്പം ഇത് നമ്മളെ ഫ്ലൈ അഗാരിക് എന്ന് പറഞ്ഞാൽ അമാനിട്ടേൻ്റെ ഒരു ഫംഗസാണ്. അമാനിട്ടൻ്റെ ഒരു സ്പീഷീസിലുള്ള ഫംഗസാണ്. റെയിൻഡിയറിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സൈബീരിയയിൽ ഒരു ഗ്രൂപ്പുണ്ട് ഈ റെയിൻഡിയർ ഹേർഡ് ചെയ്യണ, ചക്ചി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ റെയിൻഡിയർ ഇതടിച്ച് കിറങ്ങി നടക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ചെണ്ണം പോയ്സണസുമാണ്, അമാനിട്ടൊക്കെ അറിയാം. അപ്പോൾ പക്ഷേ റെയിൻഡിയർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേജർ പാർട്ടും യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു മഞ്ഞ കളറാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, മെറ്റബോളൈറ്റാണ് അതിനകത്ത് ഉണ്ടാവുക, മസ്കിമോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ല രീതിയിൽ സൈക്കഡലിക് എക്സ്പീരിയൻസ് കിട്ടും, കിറങ്ങാൻ പറ്റും, വിഷൻസൊക്കെ വരും. അപ്പം അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടി, അവിടെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത് ഉപയോഗിക്കും, റെയിൻഡിയർ ഇത് ഉപയോഗിക്കും. മാത്രമല്ല റെയിൻഡിയറിൻ്റെ മൂത്രത്തിൽ ഇത് അത് ഈ ഐസിൽ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് കാണാം ഈ സാധനം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ആൾക്കാർ കളക്ട് ചെയ്തിട്ട് ഉപയോഗിക്കും ഈ സാധനം ഇത് കിട്ടാൻ വേണ്ടി. സേഫും ആണ്, കാരണം റെയിൻഡിയർ മരിച്ചു പോയില്ലല്ലോ ഇത് കഴിച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഗതി ഉള്ളത്, നമ്മളെ ക്രിസ്മസിൻ്റെ ഒരു ഇതില്ലേ, നമ്മൾ സാന്താക്ലോസിൻ്റെ കഥയില്ലേ, അതിലെങ്ങനെയാണ് റെയിൻഡിയറും സാന്താക്ലോസൊക്കെ പറക്കുന്നു എന്നല്ലേ? അതിൻ്റെ കളർ എങ്ങനെയാണ്? സാന്താക്ലോസിൻ്റെ ചുവപ്പും വെള്ളയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മിത്ത് എമർജ് ചെയ്തത് മിക്കവാറും ഇതിൻ്റെ യൂസ് എന്നാണെന്നൊരു കഥയുണ്ട്. കാരണം ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, പിന്നെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെയിൻഡിയർ ചിലപ്പോൾ പറക്കും. അപ്പം ആ രീതിയിൽ എന്താണ് സബ്സ്റ്റൻസ് യൂസിൻ്റെ മൃഗങ്ങളുടെ ഇടയിലും ഈ പറയുന്ന ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതൊരു പുതിയ പ്രശ്നമല്ല, മനുഷ്യൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ടും കൂട്ടണ്ട. വെച്ചാൽ ഇത് ഉപയോഗിക്കാനുള്ളൊരു വൾണറബിലിറ്റി ഒക്കെ പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എന്താണ് ബയോളജിക്കലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും ഇങ്ങനെ സംഭവിക്കാൻ അല്ലേ? മനുഷ്യനുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, മൃഗങ്ങൾക്കും സിമിലർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബയോളജിയിൽ ഇതിൻ്റെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനായിരിക്കും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ സബ്സ്റ്റൻസ്? അത് ഉപയോഗിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക അല്ലേ? ആ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള വ്യത്യാസമായിരിക്കും. സബ്സ്റ്റൻസിനനുസരിച്ച് വ്യത്യാസം വരും, ഉപയോഗിക്കുന്ന ആൾക്കനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഞാൻ വേറൊരു ചിത്രം കൂടെ കാണിക്കാം. ഇത് വെറുതെ ഇത് ബ്രെയിനിലെ കണക്ടിവിറ്റീൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണെന്ന് കണക്കാക്കി ഈ രണ്ട് ചിത്രം. അപ്പം ആദ്യത്തേതിൽ നോർമലാണ്, അതിലെ കണക്ഷനൊക്കെ ഏകദേശം കാണുന്നില്ല. രണ്ടാമതിലോ സിലോസൈബിൻ, നമ്മൾ മഷ്റൂം ഉപയോഗിക്കുമ്പോഴോ എന്താ ഭയങ്കര എക്സ്റ്റെൻസീവ് ഫങ്ഷണൽ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും ബ്രെയിനിലെ പല സ്ഥലങ്ങളും തമ്മിൽ. അപ്പോൾ അതനുസരിച്ച് എക്സ്പീരിയൻസ് മാറും. അപ്പോഴാണ് ചിലപ്പോൾ എന്ത് സംഭവിക്കുക, വെറുതെ സാധാരണ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? നമ്മൾ കളറുകൾ കേൾക്കും അല്ലേ, ശബ്ദത്തിന് ടേസ്റ്റ് ഉണ്ടാവും, സാധാരണ ഉണ്ടാവാത്ത എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, പുതിയ വിഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്താണ് ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അത് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ആ എക്സ്പീരിയൻസിൻ്റെ ഒരു മെറ്റീരിയൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ട്. നമുക്ക് ട്രിപ്പ് കിട്ടുക എന്നൊക്കെ പറയില്ല. അപ്പം ഇതിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും അങ്ങനെ ഒരു ആവശ്യത്തിനായിരിക്കും, ഒരു ടെൻഷൻ മാറ്റാൻ, അല്ലെങ്കിൽ ഒരു മരുന്ന് പോലെ, ഒരു മൂഡ് ശരിയല്ല, അപ്പോൾ അതൊന്ന് എലവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ രൂപത്തിൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യത, അതൊരു പ്രശ്നം, പ്രോബ്ലം യൂസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു മരുന്ന് പോലെ ഉപയോഗിക്കാം, അതപ്പോൾ എപ്പോഴും വേണ്ടി വരും.
അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോട് സബ്സ്റ്റൻസ് നിർത്താൻ പറയുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്താ, ഇവരൊരു പ്രശ്നം ഒഴിവാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനം മാറ്റാൻ പറയുമ്പോൾ എളുപ്പമായിരിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്ന സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവും, ഇങ്ങനൊരു പ്രശ്നം അടിയിലുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ എന്തിനാണ് ഒരു സംഗതി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടി വരും. എല്ലാവരും ഒരേ ആവശ്യത്തിനായിരിക്കില്ല, ഒരേ രീതിയിലായിരിക്കില്ല സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റിമുലൻ്റ് ആയിട്ട് ഉപയോഗിക്കും അല്ലേ? ഇല്ല, പാർട്ടിക്കൊക്കെ ഉപയോഗിക്കും. മെത്താംഫിറ്റമിന്, MDMA ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്താ കിട്ടുക? പാർട്ടിക്ക് വേണ്ട ഫീലിംഗ് എന്താണ്? ഒന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. വേറെ എന്തൊരു ഫീലിംഗാണ് വേണ്ടത്? പിന്നെ ഒരു ടുഗദർനെസ് ഒക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ഫീൽ ചെയ്യുന്ന സാധനമാണ്, അല്ലെങ്കിൽ ആ സ്റ്റിമുലേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഇതിനാണ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല ആ കോണ്ടെക്സ്റ്റിൽ നിന്നുണ്ടെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കില്ല. പക്ഷെ അത് പ്രശ്നമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു യൂസ് അതിന് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ചില ആൾക്കാർ സെഡേറ്റീവ്, ഒരു സുഖമായിട്ടൊരു എന്താ പറയുക, റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ ഉള്ളത് ചില സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം MDMAക്കൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെൻസ് ഓഫ് ടുഗദർനെസ് ഒക്കെ കുറച്ചും കൂടി ഫീൽ ചെയ്യും. അതാണ് ഇവർ പറഞ്ഞത് എൻടാക്ടോജൻ. നമുക്ക് മറ്റാളെ തൊട്ടറിയാൻ പറ്റുന്നൊരു അവസരവും അങ്ങനെ എമ്പതി കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പാർട്ടിയിലും ഒന്നിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ആ എൻവയോൺമെൻറ്റിൽ ഇത് ഉപയോഗപ്പെടാനുള്ള ഒരു കാരണം. പിന്നെ ഉള്ളത് സൈക്കഡലിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മതി ഹലൂസിനോജനിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് കോമൺ സാധനം മാജിക് മഷ്റൂമാണ്. പിന്നെ LSD ആണ്. അത് ഉപയോഗിക്കുമ്പോൾ ബാക്കി DMT, മെസ്കാലിൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് സാധാരണ ആൾക്കാർ അങ്ങനെ അബ്യൂസ് ചെയ്യാൻ സാധ്യത കുറവ്. ഇതൊരു സുഖമുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല. കീറ്റമിൻ്റെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നതൊന്നും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുമ്പം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുമ്പം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിനകത്തെ ഒരു ആദ്യ കാലഘട്ടത്തിലെ ഒരു പ്രധാന എക്സ്പെരിമെൻ്റാണ് ഓൾസ് മിൽനർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നൊരു എക്സ്പെരിമെൻ്റാണ്. ഇത് പീറ്റർ മിൽനറും ജെയിംസ് ഓൾസും, 2 റാറ്റ് റിസർച്ചേഴ്സാണ്. കാനഡയിലാണ്, മോൺട്രിയലിൽ 1950s നടന്ന എക്സ്പെരിമെൻ്റ്. വ്യത്യാസം കാണും, സ്ലീപ്പ് വേക്ക്ഫുൾനെസ്സിൽ വ്യത്യാസം കാണും എന്ന് കണ്ടിട്ട് അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തതാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യുക, എലീൻ്റെ മറ്റേ ബ്രെയിനിലേക്ക് ചെറിയ ഇലക്ട്രോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു 2, 3, 4 ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. തലയ്ക്ക് ബ്രെയിനിൽ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുമോ? ഉണ്ടോ? ബ്രെയിനിൽ പെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഈ പറയുന്ന പെയിനൊക്കെ മീനിങ് ഉണ്ടാക്കുന്ന ആൾ ബ്രെയിനാണ്, പക്ഷേ ബ്രെയിനിന് പെയിനില്ല. അതൊരു പാരഡോക്സ് ആണോ? അപ്പോൾ ബ്രെയിനിൽ അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇത് പുറത്തുള്ള ഇഞ്ചുറിയൊക്കെ മറ്റേ മുറിവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ആനിമൽ എക്സ്പെരിമെൻറ്റിന് റെഡിയാണ്. അപ്പോൾ ഇവർ ചെയ്തത് എന്താ വെച്ചാൽ യൂഷ്വലി ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും, ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എലി കിടന്നുറങ്ങി പോകുന്നില്ല. ഇത് പിന്നെ വേറെ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അത് ഉണരും. അതാണ് പഴയ എക്സ്പെരിമെൻറ്റ് കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എലി ഉറങ്ങുന്നു ഉണരുന്നൊന്നുമില്ല, മറിച്ച് ഇത് നമ്മൾ ചെയ്യുക ഈ ഒരു കൂട്ടിലിട്ടിട്ട്, ഒരു ചതുരക്കൂട്ടിലിട്ടിട്ടാണ്. സ്കിന്നേഴ്സ് ബോക്സ് എന്ന് പറയും. അപ്പോൾ അതിന് 4 കോർണറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് കോർണറിൽ വെച്ചിട്ടാണ് എലിക്ക് ഷോക്ക് കിട്ടുന്നത് വെച്ചാൽ എലി അവിടെ തന്നെ പോയിരിക്കും. അങ്ങനെയാണ് ഇവർ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനൊരു നമ്മൾ ഈ സ്കിന്നേഴ്സ് ബോക്സിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ആനിമൽ ബിഹേവിയർ പഠിക്കാൻ വേണ്ട ഒരു ബോക്സാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു കോൺട്രാപ്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു എലീനെ പിടിച്ചിടും, എന്നിട്ട് അതിനൊരു ലിവറൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു ലിവർ വലിച്ചാൽ അപ്പോൾ ഫുഡ് കിട്ടും, വെള്ളം കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് എലി ഇടയ്ക്കിടയ്ക്ക് അത് വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ലിവർ വലിച്ച ഷോക്ക് അടിക്കുകയാണെങ്കിൽ അത് ചെയ്യൂല. അപ്പോൾ അങ്ങനെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എവിടെ നിന്നാണോ ഷോക്ക് കിട്ടുന്നത് പിന്നെ അവിടുന്ന് എലി മാറൂല. പിന്നെ എലി വല്ല വിധേനയും വേറെ സ്ഥലത്തേക്ക് മാറിയാൽ അവിടുന്ന് ഒരു ഷോക്ക് കൊടുത്താൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഷോക്ക് കൊടുക്കുന്നത് എന്തോ എലി പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതെന്താണെന്നുള്ളത് ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തു വെച്ചാൽ എലിക്ക് സ്വന്തം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തു. അപ്പോൾ അത് വലിച്ചാൽ എലിക്ക് ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യാം.
അപ്പോൾ അത് തുടങ്ങിയപ്പോൾ എലി ഭയങ്കരമായ സ്റ്റിമുലേഷൻ നിർത്തുന്നില്ല. ടു ദ എക്സ്റ്റെൻറ്റ് ഒരു മണിക്കൂറിൽ 2000-3000 പ്രാവശ്യമൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താ പറയുക, അതിൻ്റെ മോഡിഫൈഡ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ അതായത് ഒരു ഫീമെയിൽ എലീനെ കൊണ്ടുവരുന്നു, പെണ്ണെലീനെ കൊണ്ടുവന്നു, അതിൻ്റെ കൂടെ കുട്ടികളുമുണ്ട്. സാധാരണ കുട്ടികളെ നന്നായി നോക്കും. പക്ഷേ ഈ പരിപാടി തുടങ്ങിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കൂല. പിന്നെ വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഈ സ്റ്റിമുലേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മെയിൽ റാറ്റിൻ്റെ അടുത്ത് ഹീറ്റിലുള്ള ഫീമെയിൽ റാറ്റിനെ നിർത്തിയാൽ അതിനൊന്നും ശ്രദ്ധിക്കൂല, പകരം ഇത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ബിഹേവിയറൽ ന്യൂറോ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ഉണ്ടാവുകയാണ്. അതായത് നമ്മളിന്ന് റിവാർഡ് സർക്യൂട്ട് എന്നൊക്കെ പറയുന്നത്, അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്നിട്ട് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ബയോളജിക്കൽ ബേസിസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, തലച്ചോറിൽ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് ആദ്യമായിട്ട് മനസ്സിലാവുന്ന എക്സ്പെരിമെൻ്റാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ റിവാർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി എന്നാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം പിന്നെ വീണ്ടും ഒരു ബിരിയാണി തിന്നാൻ തോന്നും, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് ആണെങ്കിലൊക്കെ. അപ്പം നമുക്ക് റിവാർഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടാവുന്നു, അതൊരു സെൻസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു, ഒരു പ്ലഷർ ഉണ്ടാക്കുന്നു, ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ആവണമെന്നു തോന്നുന്നു. അപ്പോൾ അത് നമ്മളെ ബ്രെയിനിൽ അങ്ങനെ ഒരു, നമുക്ക് എല്ലാവരും ബിഹേവിയറിൽ ഉള്ളതാണ് ഇല്ലേ. റിവാർഡ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു മെറ്റീരിയൽ ബേസിസ്, ബ്രെയിനിൽ എങ്ങനെയാണ് അത് നടക്കണമെന്ന് കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെൻ്റാണ്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ബ്രെയിനിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമ്മളെ റിവാർഡിനെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന, റിവാർഡിനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുത്തുന്ന ഒരു സ്ഥലം ബ്രെയിനിലുണ്ട് എന്ന് മനസ്സിലായി. ഇത് എലീൻ്റെ തലയിലാണ്. ഇതേപോലെ ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റാണ്. പേഷ്യൻ്റ് B90 എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഇയാൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്, OCD ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊണ്ട് ശരിയാക്കാമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇയാളെ തലയിൽ നേരത്തെ പറഞ്ഞ മാതിരി കുറേ ഇലക്ട്രോഡൊക്കെ വെച്ചു. അപ്പം ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ഇലക്ട്രോഡ് ഇയാൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇയാൾ വിടുന്നില്ല, ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എലീൻ്റെ തലയിലുള്ള പോലെ തന്നെ ഒരു സംവിധാനം, അതായത് ഈ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും അത് സ്റ്റിമുലേറ്റ് ചെയ്യണം എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗം തലയിലുണ്ട്. ഇത് മനുഷ്യനിൽ നടന്നൊരു എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻറ്റിനേക്കാൾ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്തത്. ഇത് കുറച്ചുകൂടി കോൺട്രവേഴ്ഷ്യലായ ഒരു സംഗതിയാണ്. ഇയാൾ ഒരു ഹോമോസെക്ഷലായിരുന്നു. അന്ന് ഹോമോസെക്ഷുവാലിറ്റി ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം 1970s ആണ്. അപ്പോൾ ഇത് റോബർട്ട് ഗാൽബ്രൈറ്റ് ഹീത്ത് എന്ന് പറഞ്ഞൊരു സൈക്കാട്രിസ്റ്റാണ് ഇയാളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇതിൻ്റെ കൂടെ കുറച്ച് പണികളും കൂടി ചെയ്തു. അത് അത്ര എത്തിക്കലല്ല, ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ ഭയങ്കര വയലേഷനാണ്. ഇയാളെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ആ ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസിൻ്റെ കൂടെ ഇയാളെ ഹെട്രോസെക്ഷൽ പോൺ കാണിച്ചു. ഇയാൾ ഭയങ്കര ഹോമോസെക്ഷലാണ്. അപ്പോൾ അയാൾക്ക് ഹെട്രോസെക്ഷൽ പോൺ സാധാരണഗതിയിൽ ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആണ്. പക്ഷെ ഇത് കാണിച്ചപ്പം ഇയാൾക്കത് ഭയങ്കര എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവിടെ നിർത്തിയില്ല, ഇവർ ഒരു എത്തിക്കൽ അപ്രൂവലൊക്കെ വാങ്ങിച്ചു. ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യലായ ഒരു എത്തിക്കൽ അപ്രൂവൽ വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇയാളെ ആയിട്ട് സെക്ഷലി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ഹുക്കറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എത്തിക്കൽ അപ്രൂവലൊക്കെ റോബർട്ട് ഗാൽബ്രൈറ്റ് ഹീത്ത് വാങ്ങിച്ചു. എന്നിട്ട് അയാൾ ഈ പറയുന്ന കക്ഷിയായിട്ട് ഒരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുകയും അത് ക്ലൈമാക്സിലെത്തുകയൊക്കെ ചെയ്തു. അപ്പം അതിനകത്ത് അത് ഹോമോസെക്ഷുവാലിറ്റി ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൂടി അവതരിപ്പിച്ചു ഈ സംഗതി. അപ്പോൾ അതും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന സംഗതികളൊക്കെ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിലെ, നമ്മൾ പ്രധാനപ്പെട്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ ബ്രെയിനിലെ പ്ലഷർ സർക്യൂട്ട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ റിവാർഡ് സർക്യൂട്ട് എന്നൊക്കെ പറയുന്ന സംഗതിയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റ് B90 ആണെങ്കിലും നമ്മളെ ഓൾസൺ മില്ലറിൻ്റെ എലീൻ്റെ ആണെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറുകളാണ്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഡോപ്പമിനാണ്. അപ്പോൾ പ്ലഷറിൻ്റെ അല്ലെങ്കിൽ റിവാർഡിൻ്റെ ഒരു മെറ്റീരിയൽ ബേസിസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലഷർ സർക്യൂട്ടാണ്. അതിൽ വർക്ക് ചെയ്യുന്ന സംഗതി ഡോപ്പമിനാണ്.
ഇപ്പോൾ ഡോപ്പമിൻ സിനാപ്സുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ്, നമ്മളൊരു ഇവൻറ്റ് പ്ലഷറബിൾ ആണെന്ന് പറയുമ്പം ബ്രെയിനിൽ നടക്കുന്ന പരിപാടി ഇതാണ്. ഞാൻ കുറച്ച് സ്പീഡ് പോവാം, പ്രധാന ഭാഗങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ എന്തിനാ ഇങ്ങനെ ഒരു സാധനം മനുഷ്യന്, ഇങ്ങനെ ഒരു തലയിൽ എന്തിനാ ഒരു ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളൊരു സ്ഥാനം, പ്ലഷർ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ റിവാർഡ് ഉണ്ടാക്കാനുള്ള ഒരു സംഗതി എന്തിനാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തിനാ അങ്ങനെ ഒരു സാധനം ബ്രെയിനിൽ ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ പൊതുവേ ബയോളജിയിൽ എപ്പോഴും ഒരു സാധനം, ഒരു ഫങ്ഷൻ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ അത് എവല്യൂഷണറി സെൻസിൽ മീനിങ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗാനിസം എന്നുള്ള നിലയ്ക്ക്, ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് സർവൈവ് ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണോ അല്ലെങ്കിൽ ആ രീതിയിൽ ഫങ്ഷനുള്ള ഒരു സ്ട്രക്ചറാണോ ഇതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ഓർഗാനിസം എന്നുള്ള രീതിയിൽ സർവൈവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഉറങ്ങുക, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇടപെടുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്ലഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ പറയുന്ന നമ്മളെ പ്ലഷർ സർക്യൂട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് മനുഷ്യൻ്റെ തലയിൽ അങ്ങനെ ഒരു സാധനം ഇവോൾവ് ചെയ്ത് വരാനും ശക്തമായിട്ട് നിൽക്കാനും ഒക്കെയുള്ള കാരണം ആ ഒരു എവല്യൂഷണറി പ്രഷർ. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ വലിയ താല്പര്യം കുറവായിരിക്കും. അപ്പോൾ അവിടെയാണ് ആര് ഇടപെടുന്നത്? സബ്സ്റ്റൻസ് ഇടപെടുന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന നോർമലായിട്ടുള്ള പ്ലഷറബിൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഈ പറയുന്ന ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസൊക്കെ സാധാരണഗതിയിൽ ഒരു സട്ടിലായിട്ടുള്ളതായിരിക്കും. ആ ഒരു എന്താ പറയുക, ഒരു മെഷേർഡ് ആയിട്ടുള്ള അളവിലുള്ളതായിരിക്കും. എന്നാൽ നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്ലഷറിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ വിഷുവിന് പടകമൊക്കെ പൊട്ടിക്കുന്ന പോലെയാണ്. പക്ഷേ കൊക്കൈനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പോലെ ആയിരിക്കും. അത്രയധികം മടങ്ങ് ഇഫക്റ്റാണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് ബ്രെയിനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമുക്ക് സാധാരണ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രെയിനിൻ്റെ ഒരു സംവിധാനമുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റൻസ് ഒരു രീതി പറഞ്ഞാൽ അതിനെ ഹൈജാക്ക് ചെയ്യുന്നു, അല്ലേ? അതെടുത്തിട്ട് അപ്പം പിന്നെ ഇത്രയധികം പ്ലഷർ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ബ്രെയിനിൽ അതിനൊരു സംവിധാനമുണ്ട്. ഈ പറയുന്ന സബ്സ്റ്റൻസൊക്കെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ബ്രെയിനിലുണ്ട്. അത് പക്ഷേ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായതല്ല. ഇതേപോലെ തന്നെ ഇത് മാത്രമല്ല, നമ്മളിപ്പം പ്ലഷറിൻ്റെ മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമുക്കിപ്പം മറ്റേ എൻഡോജിനസ് ഓപ്പിയോയിഡ്സ് അല്ലെങ്കിൽ എൻഡോജിനസ് കാനബിനോയിഡ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പിയോയിഡ് റിലേറ്റഡ് ബന്ധപ്പെട്ട കോമ്പൗണ്ട്സ് തലയിൽ തന്നെ ഉണ്ടാവുന്നത്. അതുപോലെ കാനബിസിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എൻഡോജിനസ് കാനബിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തലയിൽ തന്നെ ഇങ്ങനത്തെ സംവിധാനമുണ്ട്. വേറെ രീതി പറഞ്ഞാൽ നമ്മളെ തലച്ചോറിൽ തന്നെ ചെറിയ തോതിൽ കറുപ്പ് തോട്ടങ്ങളും കഞ്ചാവ് തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതെന്തിനാ? പുറത്ത് ഈ പറയുന്ന കാനബിസ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്പിയം എന്ന് പറഞ്ഞ ചെടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ബ്രെയിനിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടാവുക? അതിന് റിസപ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ റിസപ്റ്റേഴ്സൊക്കെ ഇല്ലേ, ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, കാനബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ ചെടികളൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടികളിൽ കഞ്ചാവും അല്ലെങ്കിൽ ഓപ്പിയോയിഡും ഒക്കെ പുറത്തങ്ങനെ ഒരു ചെടി ഉള്ളതുകൊണ്ട് തലയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവണോ? ആവശ്യമില്ല. അപ്പോൾ തലയിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അതിന് ഫങ്ഷൻസും ഉണ്ട്, നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന സാധനങ്ങളെ നമ്മളൊന്ന് റീപർപ്പസ് ചെയ്ത് വേറെ സാധനങ്ങൾ കൂടുതൽ എന്താ പറയുക, ഈവൻ ഡെലിറ്റീരിയസ് ഇഫക്ട്സ് ഉണ്ടാക്കാവുന്ന സബ്സ്റ്റൻസ് സിന്തറ്റിക് ആയിട്ടും അല്ലാത്തതും ഒക്കെ ചെല്ലുമ്പോൾ നമ്മളെ നോർമൽ ഫങ്ഷൻ ഹൈജാക്ക് ചെയ്തിട്ട് അവിടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിലവിലുള്ള ഒരു എന്താണ് ബ്രെയിൻ ഫങ്ഷനിങ് സംവിധാനത്തിനെ ഹൈജാക്ക് ചെയ്ത് വേറെ രീതിയിൽ പോവുക എന്നുള്ളതാണ് സബ്സ്റ്റൻസിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും അതുള്ളത്, എല്ലാ ജീവികളിലും മിക്ക ജീവികളിലും ഇതിനുള്ളൊരു പ്രെഡിലിക്ഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും രീതിയിലൊക്കെ ഇതിൻ്റെ ഉപയോഗത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ വൾണറബിൾ ആണെന്നുള്ളതാണ്.
അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. സാധാരണഗതിയിൽ അപ്പം നിങ്ങളെ പ്രായം കൂടെ കണക്കിലെടുത്ത് സാധാരണഗതിയിൽ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് കൂടുക, സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം തുടങ്ങുന്നതൊക്കെ എപ്പോഴാണ് അഡോളസൻസിലാന്ന് പറയാം. അഡോളസൻസ് പൊതുവേ പ്രശ്നമല്ലേ? നിങ്ങൾ അഡോളസൻസിലാണോ? അല്ല അത് കഴിഞ്ഞോ? കഴിഞ്ഞില്ല? കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് കുറച്ചും കൂടി റിഫ്ലക്റ്റീവായിട്ട് ആലോചിക്കാൻ പറ്റണം. അപ്പോൾ അഡോളസൻസിലാണ് സാധാരണഗതിയിൽ സബ്സ്റ്റൻസ് ആളുകൾ തുടങ്ങുക. അതിന് പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് നോവൽറ്റി സീക്കിംഗ് ആണ്, പുതിയ സാധനങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ളൊരു താല്പര്യമുണ്ടാവും. രണ്ടാമത്തെ ഇമ്പൾസിവിറ്റി, നമ്മൾ അധികം ഒന്നും ആലോചിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിവാർഡ് ഡിപ്പെൻഡൻസ്, ഈ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രവണത കൂടും അല്ലേ? അപ്പോൾ ഈ സാധനങ്ങളാണ് ഒരു തരത്തിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുമാറ്റങ്ങളൊക്കെയാണ് അഡോളസൻസിനെ ഈ പറയുന്ന സബ്സ്റ്റൻസ് യൂസിന് കൂടുതൽ വൾണറബിൾ ആക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നിർത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സബ്സ്റ്റൻസ് യൂസ് ഒരു മനുഷ്യൻ്റെ, നമുക്ക് ബയോളജിക്കലായ ഒരു റീസൺ ഉണ്ട് മനുഷ്യൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാനും അതിന് വൾണറബിൾ ആവാനും. ബാക്കി പ്രശ്നങ്ങളൊക്കെ പോലെ തന്നെ അതൊരു പെരുമാറ്റത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല. പെരുമാറ്റത്തിന് അടിയിൽ എന്താ പറയുക, ശക്തമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വൾണറബിൾ ആവാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ അഡോളസൻസിലാണ് ഇത് പലപ്പോഴും സബ്സ്റ്റൻസ് തുടങ്ങുക, അതിന് ചില കാരണങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ആ സമയത്ത് നേരത്തെ സബ്സ്റ്റൻസ് തുടങ്ങുന്ന ആൾക്കാർ കുഴപ്പം പിടിച്ച സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മളെ ഒരു സെൽഫ് റെഗുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്കും, അതുപോലെ തന്നെ നമ്മളൊരു ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇതുമായിട്ട് വിവരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴും, അതുപോലെ ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെറിയ ഇൻസൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. നന്ദി. Thank you, sir, for the enlightening session. Now I would request respected President, Calicut Psychiatric Guild, Dr. Mohan Sundaram, sir, to hand over the memento to the speaker. Thank you, sir. Now we'll move on to the official sessions.
We'll be starting the official session soon.
ഇന്നത്തെ ഈ പരിപാടിക്കായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി പ്രസിഡന്റ് ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഡോക്ടർ ആൽഫ്രഡ് വി സാമുവൽ സാറിനെ വിനയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ബിന്ദ്യ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോക്ടർ KM നവാസ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുന്നതിനായി ഡോക്ടർ സോയബ്രാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പ്രസിഡൻ്റായ ഡോക്ടർ മോഹൻ സുന്ദരം സാറിനെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ KMCT മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ലതി നായർ മാമിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാം ഇസ് യെറ്റ് ടു കം നെക്സ്റ്റ്. അടുത്തതായി ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോയ്സ് ജിയോ മാമിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി പ്രസിഡന്റ് എലക്ട് ഡോക്ടർ KP ജയപ്രകാശൻ സാറിനെ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി സൗത്ത് സോൺ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ T സാഗർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ട്രഷറിയും കാലിക്കറ്റ് ഗിൽഡ് സെക്രട്ടറിയുമായ ഡോക്ടർ അനീസ് അലി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയ HOD സർ ഡോക്ടർ സുശീൽ കക്കൻ സാറിനെയും പ്രൊഫസർ സർ ഡോക്ടർ രാജ്മോഹൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. I would request everyone to rise for a 2 minutes prayer. സർവേശ്വരാ നിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടെ ഞാൻ. സർവേശ്വരാ നിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടെ ഞാൻ. നിൻ വരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന പുല്ലാങ്കുഴലായി മാറട്ടെ ഞാൻ. സർവേശ്വരാ നിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടെ ഞാൻ. വിശ്വം വിധാനിക്കും മുൻപു ഞാൻ നിന്റെ മനസ്സിൽ ജനിച്ചിരുന്നു. വിശ്വം വിധാനിക്കും മുൻപു ഞാൻ നിന്റെ മനസ്സിൽ ജനിച്ചിരുന്നു. സമയം വിരിയും മുൻപു ഞാൻ നിന്റെ സമയം വിരിയും മുൻപു ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്നു. സർവേശ്വരാ നിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടെ ഞാൻ. താങ്ക് യു. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട KMCT മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ സുശീൽ കക്കൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട IPS സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ആൽഫ്രഡ് സാമുവൽ, ആദരണീയനായ KMCT ചെയർമാൻ ഡോക്ടർ KM നവാസ്, കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡ് പ്രസിഡന്റ് ഡോക്ടർ മോഹൻ സുന്ദരം, പ്രസിഡന്റ്-elect ഡോക്ടർ ജയപ്രകാശൻ KP, സ്റ്റേറ്റ് ട്രഷറർ ആൻഡ് കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡ് സെക്രട്ടറി ഡോക്ടർ അനീസ് അലി, representative to South Zone Dr. T Sagar, Secretary IPS
Dr. Joyce Gio, Dr. Raj Mohan, പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ ആബ്സെൻസിൽ സ്വാഗതം ചെയ്യാൻ തീരുക്കുന്നു. ഏതായാലും വളരെ ബൃഹത്തായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിൽ അർപ്പിച്ച ജോലി നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയെന്ന്. അതിന് മുന്നേ ഒരു പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏതൊരു ഹെൽത്തി സൊസൈറ്റിയുടെയും ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിൻ്റെ ഭാഗമായി വിവിധ മെഡിക്കൽ ഓർഗനൈസേഷൻസ് ഒരുപാട് പ്രോഗ്രാംസ്, ഇതുപോലെ ബോധവൽക്കരണ പ്രോഗ്രാംസ് ഒരുപാട് നടത്താറുണ്ട്. സൈക്യാട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി. അതിൻ്റെ കേരള ചാപ്റ്റർ പ്രധാനമായും കേരള ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. അതിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ആൽഫ്രഡ് സാമുവൽ തന്നെയാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായി തന്നെ നമുക്കിത് പറയാം. സ്റ്റേറ്റിലെ വിവിധ ജില്ലകളിൽ ഇത്തരം ധാരാളം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലിക പ്രാധാന്യമുള്ള 3-4 വിഷയങ്ങളാണ് സൂയിസൈഡ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അങ്ങനെയുള്ള 3-4 വിഷയങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വം വഹിക്കാൻ ഡോക്ടർ ആൽഫ്രഡ് സാമുവൽ സാർ തന്നെ ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ വളരെ അഭിമാനകരമായ മറ്റൊരു കാര്യം, IPSൻ്റെ എല്ലാ പ്രധാന ഭാരവാഹികളും ഞങ്ങളുടെ ക്യാമ്പസിലൂടെ എത്തി എന്നുള്ളതാണ്. KMCT ക്യാമ്പസിലേക്ക് അവർക്കെല്ലാം ഒരു വാം വെൽക്കം ഞാൻ നൽകുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രോഗ്രാമിനെ പറ്റി ഇവിടെ ചർച്ച ചെയ്തപ്പോൾ തന്നെ നാളെയും മറ്റന്നാളുമായി കാലിക്കറ്റിലൊരു സൗത്ത് സോൺ CME വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതിവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ വെന്യൂ അന്വേഷിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു KMCTയിൽ വെച്ച് പ്രോഗ്രാം നടത്താമെന്നുള്ള. അങ്ങനെ ഗിൽഡ് അങ്ങനെ അതിനോട് പെർമിഷൻ തരികയുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിവിടെ എത്തിയത്. അതിൽ ഏറെ സന്തോഷകരമായ ഒരു കാര്യം, ഞങ്ങൾ ഈ സജഷൻ ഞങ്ങളുടെ ചെയർമാൻ്റെ മുന്നിൽ വെച്ചപ്പോൾ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണ പ്രോഗ്രാമിലൂടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നന്നായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ ഞങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. മാത്രമല്ല, എന്തെങ്കിലും കൂടുതൽ സഹായം വേണമെങ്കിൽ പറയണമെന്ന് കൂടി അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് KMC പ്രത്യേകിച്ച് ഇത്രയും മനോഹരമായൊരു ഹോൾ അത്ര എളുപ്പമല്ല, ഇത്രയും മനോഹരമായൊരു കോളിങ്ങിൻ്റെ പ്രോഗ്രാമിനൊക്കെ കിട്ടുമല്ലോ. അതിൽ നിന്ന് നമുക്ക് KMCTയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും മറ്റും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി തുടർന്ന് മറ്റൊരു സന്തോഷകരമായ കാര്യം, ഞങ്ങൾ ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ജനങ്ങൾ പ്രോഗ്രാം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. യൂട്യൂബിലും മറ്റും ഇത് ഓൾറെഡി ഇത് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടൊക്കെയാണ്. യൂട്യൂബിലും മറ്റുമൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ടും ലിങ്ക് പല സ്ഥലത്തും അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞിട്ടും വേണ്ടവർക്ക് ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ യൂട്യൂബിൽ അതിൻ്റെ കിട്ടാവുന്നത്. ഇനി ഞാൻ എന്നെ അർപ്പിച്ച ജോലിയിലേക്ക് നടക്കാം. എല്ലാവരും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ജോലി. ആദ്യമായി ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി പ്രസിഡൻറ്റ് ഡോക്ടർ ആൽഫ്രഡ് സാമുവൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CMEയുടെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർ ആൽഫ്രഡ് സാമുവലാണ്. കൊല്ലത്തുനിന്ന് വരികയാണ് അദ്ദേഹം. സ്റ്റേറ്റ് മുഴുവൻ വിവിധ ജില്ലകളിൽ പോയി സ്വന്തം നേതൃത്വത്തിൽ എല്ലാ പ്രോഗ്രാമും ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അവസരത്തിൽ ഞാൻ ഏറെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബിസി ഷെഡ്യൂളായിട്ടും നമ്മുടെ ആദരണീയമായ ചെയർമാൻ നേരത്തെ തന്നെ ഇവിടെ എത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെ അല്പം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിഷമം കൂടി ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അത്ര, ഈ KMCTയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ചെയർമാൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണ് ഇക്കാര്യത്തിൽ. ഏറെ ആഹ്ലാദത്തോടെയും ആദരവോടും കൂടി ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി IPS സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ജോയ്സ് ജിയോ. സാധാരണ IPS സെക്രട്ടറി മെയിൽസാണ് ഓക്കുപൈ ചെയ്യാറ്. അതിന് വിപരീതമായി ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വളരെ ഊർജ്ജസ്വലതയായ ഒരു വനിതയാണ് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ജോയ്സിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ ഡോക്ടർ മോഹൻ സുന്ദരം വളരെ മികച്ച ഒരു സംഘാടകനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. NMC ഇൻസ്പെക്ഷനും മറ്റുമായുള്ള വളരെ ബിസി ടൈം ആയതുകൊണ്ടായിരിക്കണം മേഡത്തിനെ അറിയിച്ചിട്ടുണ്ട്. മേഡം എത്തുന്നു പ്രതീക്ഷിക്കുന്നു. മേഡത്തിൻ്റെ ആബ്സെൻസിൽ ഞാൻ മേഡത്തെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രസിഡൻ്റ് ഇലക്ട് ഡോക്ടർ ജയപ്രകാശൻ KP ആണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നാട്ടുകാരനും കൂടിയാണ്. കൂടാതെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഡോക്ടർ ജയപ്രകാശിനെ സസ്നേഹം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാഗർ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമും മറ്റുമായി കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് സൈക്യാട്രിക്കൽ പ്രസിഡൻറ്റ് സെക്രട്ടറിയും സ്റ്റേറ്റിൻ്റെ ട്രഷററും ആണ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ അനീസ് അലി ഈ പ്രോഗ്രാമിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് പറയാം. ഞാൻ അനീസ് അലിയും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ ഡോക്ടർ അനീസ് അലി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ കൊളീഗ് ഡോക്ടർ രാജ്മോഹൻ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. രാജ്മോഹനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KMCT ഇത്തരം പ്രോഗ്രാം നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് വളരെയേറെ പിന്തുണ തരുന്നൊരു ഒരാളാണ് നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള CEO ഡോക്ടർ റമീസ്. എന്തുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റു പലരും ഈ പ്രോഗ്രാം ഭംഗിയെ നടത്താൻ പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ്, KMCTയിലെ തന്നെ മറ്റുള്ള സ്റ്റാഫുകൾ, മറ്റു പലരുമുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് പേരിൽ പ്രധാനമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത് ഡോക്ടർ സോയബ് രാജാണ്. പ്രോഗ്രാമിനോട് ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. സോയബ് രാജിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. എൻ്റെ ബാക്കിയുള്ള സ്റ്റാഫിനെ എല്ലാവരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സർ ഫോർ എ ലവ്ലി വെൽക്കം അഡ്രസ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി IPS കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ആൽഫ്രഡ് V. സാമുവൽ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Chairman and Managing Trustee of Kmct Group of Institution, Dr. K.M. Nawaz. ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളും IPS കേരള സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളും ഒക്കെയാണ്. അവരെ പ്രത്യേകം പേരെടുത്ത് അഭിസംബോധന ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേ ആർ ഓൾ പാർട്ട് ഓഫ് മൈ ടീം. ഇന്നിവിടെ സ്വാഗതം ചെയ്യപ്പെടാത്ത രണ്ട് വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന്, സ്വാഗതം പറഞ്ഞ ഡോക്ടർ സുശീൽ, ഹു ഈസ് ഹെഡിങ് ദ ഓർഗനൈസിങ് ടീം. ഒപ്പം ഡോക്ടർ ഖാദർ, ഞങ്ങളുടെ IMAയിലേക്ക് ഒരു വളരെ ജ്യേഷ്ഠ സഹോദരൻ, കണ്ടാൽ എന്നെക്കാട്ടി ചെറുപ്പമാണെങ്കിലും ജ്യേഷ്ഠ സഹോദരനും ഇവിടുത്തെ പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ HODയുമാണ്. വെൽക്കം ഡോക്ടർ ഖാദർ ഫോർ ദിസ് മീറ്റിംഗ്. നിങ്ങളെല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി ഈ പുഷ്പം നിങ്ങൾക്ക് തന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് നമ്മുടെ ഡോക്ടർ സുശീൽ പറഞ്ഞു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം പല രംഗങ്ങളിലും വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. സാക്ഷരതയിലും ആരോഗ്യത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ശിശു മരണനിരക്കിലും പുരോഗതിയുടെ കാര്യത്തിലും കേരളത്തിൽ ഇന്ന് ഗ്രാമപ്രദേശങ്ങളില്ല. എല്ലാം ഡെവലപ്ഡ് നോർത്ത് ഇന്ത്യയിലുള്ള സിറ്റീസിനോട് കിടപിടിക്കുന്ന ഗ്രാമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളിലും നമ്മൾ വല്ലാണ്ട് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്,
ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. ഒരു പക്ഷേ അതിനെക്കാട്ടി കുറച്ച് കൂടുതലുള്ളത് ഗോവ, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും മുന്നിൽ നിൽക്കുന്ന സാക്ഷരതയിൽ മറ്റെല്ലാ കാര്യങ്ങളിലും പുരോഗതിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അത് പുരോഗതിയുടെ ഒരു ഭാഗമാണോ? അപ്പോൾ അതിനെപ്പറ്റി ധാരാളം ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട്സൊക്കെ ഉരുത്തിരിഞ്ഞ് വരും. പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ആസ് എ ഗ്രൂപ്പ്? അങ്ങനെയാണ് ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് സൂയിസൈഡ് പ്രിവെൻഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ചാർട്ട് ചെയ്തത്. ഇതിനകം തന്നെ കോട്ടയത്തും മലപ്പുറത്തും വളരെ വിശദമായ പ്രോഗ്രാമുകൾ ഇതിനെപ്പറ്റി നടന്നു കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ് കോൺഫറൻസ് കണ്ണൂർ വെച്ച് നടക്കുമ്പോഴും ഇതുപോലെ വളരെ വിപുലമായ പ്രോഗ്രാം അധ്യാപകർക്കൊക്കെ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. 2 പ്രധാന തീമുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് സൂയിസൈഡ്, 2 അതിൻ്റെ പ്രിവെൻഷൻ, അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം. അഡിക്ഷൻസ്, ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണങ്ങളാണ്. ഈ 2 കാരണങ്ങളെയും തടയാനുള്ള ഒരു പ്രധാന കാരണമാണ് പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത്. അതാണ് ഇന്ന് 3ാമത്തെ ടോപ്പിക്, സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളും പരസ്പര പൂരകങ്ങളാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഞാനൊരു ചെറിയ ഏകദേശ കണക്ക് പറയുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ 10% പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. കേരളത്തിൽ അത് 30%. എൻ്റെ ജില്ലയായ കൊല്ലത്ത് അത് 40%. അപ്പോൾ കൊല്ലംകാരനായ എനിക്ക് അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായതാണ് ഈ വിഷയം തന്നെ ഏറ്റെടുക്കണമെന്നുള്ളത്. ഈ വർഷത്തെ പ്രധാന പ്രോഗ്രാം അതാണ്. ഇനി തിരുവനന്തപുരത്ത് സാഗറിൻ്റെ നേതൃത്വത്തിൽ സൂയിസൈഡോളജിയെ പറ്റി ഒരു 1 ഡേ പ്രോഗ്രാം തന്നെ പ്ലാൻ ചെയ്യുകയാണ്, ഒരു ട്രെയിനിങ് പോലെ. സോ ദാറ്റ് നമ്മൾക്ക് കേരളത്തിലെ സൈക്യാട്രിസ്റ്റുകളുടെ പ്രൊഫഷണൽ ബോഡിയായ IPS ഷുഡ് കം ഔട്ട് വിത്ത് സം സോളിഡ് പ്രൊപ്പോസൽസ് ഗവൺമെൻറ്റിനും മറ്റ് NGOസിനൊക്കെ കൊടുക്കാനായിട്ട് എങ്ങനെ നമുക്ക് ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ക്രൈസിസ് മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ടാവണം. സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കുകൾ ഉണ്ടാവണം. ഓൺലൈൻ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഈ രീതിയിലുള്ള പല പദ്ധതികളുമൊക്കെയാണ് ഞങ്ങളുടെ പ്രൊപ്പോസൽസിൻ്റെ അടിസ്ഥാനമായി വരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഈ ജില്ലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും കാലിക്കറ്റ് ഗിൽഡ്, ഡോക്ടർ മോഹൻ സുന്ദരം ആൻഡ് അനീസലി സ്റ്റേറ്റ് ട്രഷറർ കൂടിയാണ്. ഓഫ് കോഴ്സ് KMCT മെഡിക്കൽ കോളേജിൻ്റെ പ്രൊഫസറായ സുശീൽ, അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുത്ത ചെയർമാൻ്റെ കാര്യം പറയുമ്പോൾ സ്വല്പം ചരിത്രം പറയാം. അദ്ദേഹം ഏതാണ്ട് 10-17 വയസ്സൊക്കെ ഉള്ള കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ കോഴിക്കോട് വെസ്റ്റേൺ ഹോസ്പിറ്റലിൽ നൈറ്റ് ആർമമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വലിയ പ്രസ്ഥാനം വളരെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ മനോഹരമായി നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഈ സ്ഥാപനത്തിനും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സൂയിസൈഡ് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇത് ഞങ്ങളെപ്പോലുള്ള സൈക്യാട്രി പ്രൊഫഷണൽസ് OPയിൽ കാണുന്ന പകുതിയിലധികം കേസുകൾ പ്യുവർ സൈക്യാട്രി കേസുകളല്ല. മെജോറിറ്റിയും ഇതുപോലെയുള്ള സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇഷ്യൂസ്, സൂയിസൈഡ് റിലേറ്റഡ് ഇഷ്യൂസ്, ഡ്രഗ് റിലേറ്റഡ് മാത്രമല്ല, ബിഹേവിയറൽ അഡിക്ഷൻ ഇഷ്യൂസ്. അപ്പോൾ ബിഹേവിയറൽ അഡിക്ഷനിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. മൊബൈൽ റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാട് കുട്ടികളുടെ ജീവിതം, ഒരുപാട് കുടുംബങ്ങളുടെ അതായത് നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന രീതിയിൽ മൊബൈലും നെറ്റ് അഡിക്ഷനും ഒക്കെ വല്ലാണ്ട് കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ
മോഡേൺ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കാം, എന്തിനൊക്കെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, നിങ്ങളാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, വ്യക്തമായ ധാരണയുണ്ടാവണം. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അത് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഇനി കുറേ കാലം കഴിഞ്ഞിട്ടും ഡോക്ടർ വർഷയുടെയും പിന്നെ ഡോക്ടർ മിഥുൻ്റെയും ഡോക്ടർ പ്രണവിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം നമ്മൾ യൂട്യൂബിൽ നിക്ഷേപിച്ച് അവിടെ ഇടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലാസ് വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല, അല്ലേ? അങ്ങനത്തെ ഒരു ലെവലിലേക്ക് അത് മാറുകയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇങ്ങനെ ഒരു വേദി വളരെ ഭംഗിയായി മനോഹരമായ ഈ ഹാളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വളരെ നല്ല അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I welcome our dearest principal ma'am to the dais. Now I humbly invite our respected President, Calicut Psychiatric Guild, Dr. Mohan Sundaram sir, to hand over a memento to Dr. Alfred V. Samuel sir. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയും KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ KM നവാസ് സാറിനെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ആൽഫ്രഡ് വിക്ടർ സാമുവൽ. ഞാൻ വിക്ടർ എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ അറിയാം, വളരെ കാലമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നെ പരിചയമില്ലെന്ന്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റിയുടെ നാഷണൽ കോൺഫറൻസ് നടന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ വളണ്ടിയറായിട്ട് ഞാൻ വളരെയധികം, അന്ന് ജെയിംസ് ആൻ്റണി സാറായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്, ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ആൽഫ്രഡിനെ ഓർമ്മിപ്പിക്കുന്നു. അത്രയും ബന്ധമാണ് സൈക്കാട്രി ആയിട്ട് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ കുറേയധികം കുട്ടികളെ നമ്മുടെ ക്യാമ്പസിൽ കണ്ടുവരുന്നു. അവർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. മൊബൈൽ അതിൻ്റെ ഒരു കാരണമാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് വേറെ കാരണമാണ്. പാരൻറ്റിങ് ഇഷ്യൂസ് വേറെ കാരണമാണ്. സ്ട്രെസ് റിലേറ്റഡ് ടു എക്സാമിനേഷൻ, കോമ്പറ്റീഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടത് വേറെ പല കാരണമാണ്. ഇതിലെ ഏറ്റവും സംഘർഷം അനുഭവിക്കുന്ന ഒരു ആളാണ് ഒരു കോളേജ് നടത്തുന്ന മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റ് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ കുട്ടികളുടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പലപ്പോഴും അവരെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്, അവരുടെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച്, അവരുടെ മറ്റു ചില സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഒരു ക്യാമ്പസാണ് ഇത്. ഈ ക്യാമ്പസിൽ കുട്ടികൾക്ക് ആരും അറിയാതെ അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനും അവരിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതിനേറ്റവും സഹായകമായ നമ്മളുടെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ HOD ആയ ഡോക്ടർ സുശീൽ കക്കൻ, ഡോക്ടർ രാജ്മോഹൻ, മറ്റു സ്റ്റാഫ് മെമ്പേഴ്സ് അതിൽ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. ഈ ഒരു പ്രത്യേക ഇതായതുകൊണ്ട് അതിന് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അത് തുടങ്ങിയതിന് ശേഷം
കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വളരെയധികം അത് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഇവിടെ കേൾക്കുന്ന കുട്ടികളൊക്കെ ബാക്കിയുള്ളവരോട് പറയേണ്ടത്, നമ്മൾ മാനസിക സംഘർഷം ഉള്ളിലൊതുക്കി കഴിയേണ്ടതല്ല, നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണേണ്ടതാണ്. അതിനുള്ള അവെയർനെസ് ഇവിടെ ഇരിക്കുന്ന 200ഓളം കുട്ടികൾ ബാക്കിയുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കണം. യൂട്യൂബിൽ അതുണ്ട് എങ്കിലും ഒരു ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഇതിൻ്റെ അവെയർനെസ് ബാക്കിയുള്ളവരിൽ പകർന്നു കൊടുക്കണം. ഇങ്ങനെയുള്ള ഹെൽപ്പ് ലൈനുകളുണ്ട്. സൂയിസൈഡ് എന്ന് പറയുന്നത് സൂയിസൈഡ് അല്ല അതിൻ്റെ സൊല്യൂഷൻ, സൂയിസൈഡ് പ്രിവെൻഷനാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹാരം കാണുന്നതാണ് അതിൻ്റെ യഥാർത്ഥ പരിഹാരമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടീനേജ് കുട്ടികളുടെ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക്, ടീനേജ് കുട്ടികളുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സംഘർഷം ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മളും അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവെയർനെസ് കൂടുതലായിട്ടും ഉണ്ടാവുകയും നമ്മൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യത്തിലേക്ക് തീൻ്റെ അടുക്കുന്ന പാറ്റകളെ പോലെ നമ്മൾ അതിൻ്റെ അടുക്കാതിരിക്കുന്ന മാർഗങ്ങളും നമ്മൾ അവലംബിക്കേണ്ടത്. അതിന് കുറച്ച് സെൽഫ് ഡിസിപ്ലിനും ക്യാമ്പസിലുള്ള ഡിസിപ്ലിനും ഒക്കെ എൻഫോഴ്സ് ചെയ്യേണ്ടതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ മോഹൻ സുന്ദരം നമ്മളെ പഴയ ഫാമിലി ഫ്രണ്ടാണ്. ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ മകനാണ്. അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ തലമുതിർന്ന ന്യൂറോ സൈക്കാട്രിസ്റ്റാണ്. ഡോക്ടർ ജയപ്രകാശ് ഒരു അറിയപ്പെടുന്ന കലാകാരനാണ്, കാർട്ടൂണിസ്റ്റാണ്. എൻ്റെ ജൂനിയറായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ അനീസ് അലി എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ചടങ്ങിൽ ഈ ചെറിയ പ്രസംഗം നടത്താൻ എന്നെ വിളിച്ച ഇതിൻ്റെ ഭാരവാഹികളും ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റി, കാലിക്കറ്റ് സൈക്കാട്രി ഗിൽഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി, KMCT മെഡിക്കൽ കോളേജ്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിന് പ്രചരണം കൊടുക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, sir. Now I humbly invite respected President, Indian Psychiatric Society, Kerala State Branch, Dr. Alfred V. Samuel, sir, to hand over a memento to Dr. K.M. Nawaz, sir, in appreciation for spearheading educational revolution in North Kerala. Thank you, sir. അടുത്തതായി കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡ് പ്രസിഡന്റ് ഡോക്ടർ മോഹൻ സുന്ദരൻ സാറിനെ കീനോട്ട് അഡ്രസ്സിനു വേണ്ടി ഹാർദവമായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഡോക്ടർ ആൽഫ്രഡ് പി സാമുവൽ പ്രസിഡന്റ് കേരള സൈക്യാട്രിക് സൊസൈറ്റി, ഡോക്ടർ KM നവാസ് Chairman, KMCT Group of Institutions, Dr. Lati Nair, Principal, KMCT Medical College, Dr. Joyce Geo, Secretary, Kerala Psychiatric Society, Dr. Jayaprakasan, President-elect, Kerala Psychiatric Society, Dr. Anis Ali, Treasurer, Kerala Psychiatric Society and Secretary, Calicut Psychiatric Guild, Dr. Raj Mohan, Department of Psychiatry, KMCT Medical College and our own guild member, Dr. Sagar, State Representative for South Zone IPS, and to mention Dr. Sushil, Head of the Department Psychiatry, KMCT Medical College, who took a very ardent step to conduct this program within a very short time and within a very short notice. Actually, only about 10 days back we discussed about this program, and he immediately consented, and at that moment itself
Dr. Sushil and Dr. Anisali contacted Dr. Nawaz and immediately got sanction for conducting this program in this auditorium in this institution. So I, on behalf of Calicut Psychiatry, would really appreciate the readiness and the consent of the Kmct group of institutions chairman and the Department of Psychiatry to conduct this session of an awareness program by the Kerala Indian Psychiatric Society. Now my job is to sort of like എൻ്റെ പ്രസംഗം കുറച്ച് മലയാളവും ഇംഗ്ലീഷും എല്ലാം ആയിരിക്കും, ബിക്കോസ് ഐ തിങ്ക് പറ്റ ഇംഗ്ലീഷ് ആയാലും അത്ര വലിയ സുഖമില്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന ചില വാക്കുകൾ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകം ഞാനിവിടെ കാണുന്നത് ഒത്തിരി വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ മെയിൻലി ഇറ്റ്സ് എൻ അവയർനെസ് പ്രോഗ്രാം. അപ്പോൾ ഈ അവയർനെസ് പ്രോഗ്രാമിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേ സൂയിസൈഡ് പ്രിവെൻഷൻ, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആസക്തി, പിന്നെ ഇത് പറഞ്ഞ മാതിരി ഇത് സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ സൈക്കാട്രി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് കുറയ്ക്കാം സമൂഹത്തിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അതിൻ്റെ ആയിട്ടുള്ള മുഖ്യ പ്രഭാഷകന്മാർ ഒക്കെ ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ടെങ്കിലും ഞാനിതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കലർത്തിയിട്ട് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും കൂടി നമ്മൾ നോക്കുമ്പോൾ, അതായത് ഞാനൊരു 10-40 വർഷമായി സൈക്കാട്രിയിലായിട്ട്, ഒരു 10-35 വർഷമായി കാലിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പ്രാക്ടീസ് മോർ ഓറിയൻറ്റഡ് ജനറൽ സൈക്കാട്രിയാണ്. അപ്പോൾ മോർ ഓഫ് കോമൺ സൈക്കാട്രിക് പ്രോബ്ലംസ്. അപ്പോൾ മേജർ സൈക്കാട്രിക് ഇൽനെസ്സിനേക്കാളും കൂടുതൽ എനിക്ക് പരിചയമുള്ളത് ഈ കോമൺ ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ നേരിടുന്ന സൈക്കാട്രിക് പ്രോബ്ലം ഇൻ്റർവെൻഷൻസ്. അപ്പോൾ അതിൽ വളരെ കൂടുതലാണ് നമ്മൾ ഈ കാണുന്ന ഈ ആത്മഹത്യ പ്രവണത, ആത്മഹത്യ ശ്രമങ്ങൾ, ആത്മഹത്യ ഭീഷണികൾ, ഇതൊക്കെ ആയിട്ടാണ് ശരിക്കും ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഈവൻ കാഷ്വാലിറ്റീസിൽ നമ്മൾ കാണുക. രണ്ടാമത്തത് ഇതുപോലെ ഈ ആസക്തി കൊണ്ട്, അത് മദ്യമായിക്കോട്ടെ അല്ല ഇപ്പോഴത്തെ MDMA ആയിക്കോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, അതുമായിട്ടാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ OP-യിലും കാഷ്വാലിറ്റിയിലും കാണുന്നത്. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ബാക്കി സ്പീക്കേഴ്സ് പറയുമെങ്കിലും എനിക്ക് 2 കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒന്ന്, ഞങ്ങൾ സൈക്കാട്രിയിൽ ഞങ്ങളൊക്കെ കോമൺ ആയിട്ട് പറയുന്നൊരു പ്രശ്നമാണ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയാം. ആവേശം നിയന്ത്രിക്കാൻ പറ്റാത്ത വൈകല്യം, മുൻദേഷ്യം, വാശി, ചുണ്ടി, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള കുട്ടികൾ. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെയുള്ള കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ വെച്ചാൽ പിൽക്കാലത്ത് ഈ ഒരു വൈകല്യമുള്ള കുട്ടികൾ, ഞാൻ പറഞ്ഞ ആവേശം നിയന്ത്രിക്കാൻ പറ്റാത്ത വൈകല്യം, ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ, ഇവരെയാണ് നമ്മൾ കൂടുതൽ ഈ പ്രയാസങ്ങളിൽ കണ്ടുമുട്ടുന്നത്. അടിസ്ഥാനമായിട്ട് നോക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ ഇമ്പൾസീവാണ്, എടുത്തുചാട്ടം. അപ്പോൾ അധികം ഈ വരുന്ന ആത്മഹത്യ പ്രവണതകളും ആത്മഹത്യ ഭീഷണികളുമായിട്ട് വരുന്ന കുട്ടികളിൽ ഈ ഒരു വൈകല്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വൈകല്യത്തിൻ്റെ കാരണം നമ്മൾ തിരിഞ്ഞു നോക്കി പോവുകയാണെങ്കിൽ, ലൈക്ക് ജനിതകം മുതൽ ജനനം തുടങ്ങി വളരുന്ന സാഹചര്യം, പാരൻറ്റിങ് സ്റ്റൈൽസ്,
ഫാമിലി ഡിസിപ്ലിൻസ്, പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ അതിനെ മറ്റെന്താ പറയുക ഒരുപാട് സ്വാധീനം ചെയ്യിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വൈകല്യമുള്ള കുട്ടികളെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി അവരുടെ ആ ഒരു വ്യക്തിത്വം വികസനം എന്നുള്ള വരുന്ന സമയത്തെ കുറച്ചും കൂടെ പക്വതയുള്ളൊരു മക്കളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഏറെ നമ്മളീ പറയുന്ന ഈ ആത്മഹത്യാ പ്രവണതയും ഈ ആസക്തിയുമൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എല്ലാവർക്കും റോളുണ്ട്. അപ്പം ഈ പ്രവണത, അതായത് ഈ ഒരു വൈകല്യം നിയന്ത്രിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് പറയാണ്, നമ്മൾ പരിശീലിക്കേണ്ടത് സഹിഷ്ണുത, സഹനശേഷി. അപ്പോൾ ഈ സഹിഷ്ണുത സഹനശേഷിയിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു ആവേശം നിയന്ത്രിക്കാൻ പറ്റുക. അപ്പോൾ ഇതിനും ഈ നമ്മുടെ വ്യക്തിത്വമായിട്ടുള്ള കുറേ മാറ്റങ്ങളും പരിശീലനങ്ങളുമാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കുക. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഞാൻ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ പറഞ്ഞ മാതിരി രണ്ടാമത്തെ ഒരു പ്രശ്നം ഞങ്ങൾ പ്രാക്ടീസിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു അമിത സഹിഷ്ണുത ഉണ്ട്. ഇത് വളരെ പാസീവായി പോകുന്ന, വഴങ്ങാൻ സാധ്യത, ചെറുപ്പം മുതലേ വളരെ പാസീവായിട്ടുള്ളൊരു വ്യക്തിത്വം പിൽക്കാലത്ത് ഞങ്ങൾ കാണുന്നത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറായിട്ടാണ് കാണുക. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതൊരു വൺ ഓഫ് ദി ആങ്സൈറ്റി ഡിസോർഡേഴ്സാണ്, സമൂഹ സഭാകമ്പം എന്നൊക്കെ പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ആസക്തി ഞങ്ങൾ കാണുന്നത് ഈ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിന് പുറമെ ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറാണ്. ഉറപ്പിച്ച് പറയാം, 19% മദ്യപാനം, ലഹരി ഉപയോഗം ഉള്ളവരൊക്കെ ഈ ഒരു സമൂഹ സഭാകമ്പം കൊണ്ടാണ് ഇതിലേക്ക് എത്തിപ്പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഈ അമിതമായിട്ടുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ പാസിവിറ്റി എന്ന് പറയും, ഈ ഓവർ പാസിവിറ്റി കൊണ്ട് അവർക്ക് മറ്റെന്താ പറയുക ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസ് സോഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കുറവാണ്. അവർ വളരെ എളുപ്പത്തിൽ അവരെ ഈ ആസക്തികളിലേക്ക് സ്വാധീനിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ മിഥുൻ പറഞ്ഞ മാതിരി ആ ഒരു പ്ലഷർ, ആ ഒരു മാനസിക തടസ്സം, ഇൻഹിബിഷൻസ് എല്ലാം ഈ ഒരു ആസക്തികൾ അല്ലെ ഉപയോഗങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇതൊരു ശീലമായി, പിന്നെ ഒരു ദുസ്വഭാവമായി, പിന്നെ അത് പറഞ്ഞ മാതിരി അഡിക്ഷനിലേക്കും അടിമത്തത്തിലേക്കും പിന്നെ അത് ഉപയോഗിച്ചതിനെ കൊണ്ടുള്ള എന്താ പറയുക അസുഖങ്ങളിലേക്കുമൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് മുഖ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ഈ ആവേശം നിയന്ത്രിക്കാൻ പറ്റാത്ത വൈകല്യവും ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി. അപ്പോൾ നമ്മൾ വെച്ചാൽ ചെറുപ്പം മുതലേ കുട്ടികളെ സോഷ്യലൈസ് ചെയ്യാൻ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പറയും വളരെ ശാന്തനാണ്, ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോലെ നല്ല കുട്ടിയാണ്, പോരാ. അതാണ് ഏറ്റവും വലിയ ദോഷം. ചെറുപ്പം മുതലേ എല്ലാവരുമായിട്ട് മറ്റെന്താ പറയുക ഇടപെട്ട് കുട്ടികളായിട്ടും കുട്ടികൾ ബന്ധുക്കളായിട്ടും മറ്റേ നമ്മൾ പറയാം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടുമൊക്കെ ഇടപഴകാനും അവർക്ക് കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് വൈകല്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ചെറുപ്പം മുതലേ ഇടപെടാൻ പറ്റുവാണെങ്കിൽ, കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒരു വലിയ ശതമാനം ഈ ഒരു പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഓഫ് സൂയിസൈഡാലിറ്റി പിന്നെ ഈ സബ്സ്റ്റൻസ് യൂസ് നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു ചെറിയൊരു like maybe there is only a small window but it opens to a wide society where
മനുഷ്യനല്ലാതെ ആയി പോകുന്നു. അപ്പം അതുമാത്രമല്ല, ഈ മനുഷ്യനല്ല ആകുന്നത് ആരാണ്? നമ്മളുടെ യുവാക്കളാണ്, അല്ലേ? അഡലസൻസ്, നേരത്തെ സംസാരിച്ച് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളൊരു ജനതയാണ് ഇതിൽ ബാധിക്കപ്പെടുന്നത്. നമ്മുടെ നാളത്തെ തലമുറയാണ് ഇതിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം നമ്മൾ നാളത്തേക്ക് നല്ല തലമുറ പണിതെടുക്കാൻ ഈ രണ്ട് സംഗതികൾ എല്ലാവരും, ഞാൻ ഈവൻ നോട്ട് ഓൺലി നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമല്ല, ഈവൻ ഡോക്ടേഴ്സ്, പ്രൈമറി ഡോക്ടേഴ്സ് ആയാലും ശരി, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആയാലും ശരി, ടീച്ചേഴ്സ്, അവരെല്ലാവരും ഓർക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ഇത് കീനോട്ട് അഡ്രസ്സ് പറയാൻ ഇൻവൈറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി KMCT, ഇവിടേക്ക് അവസരം തന്ന KMCT ഭാരവാഹികൾ, കേരള സൈക്കാട്രിക് സൊസൈറ്റി ഭാരവാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവം നല്ലൊരു എന്താ പറയുക എഡ്യൂക്കേഷൻ ആകട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ KMCT മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ലതി നായർ മാമിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. Good morning all. Today's mental health awareness program, as we all know, has a lot of clinical relevance, and it is jointly organized by the psychiatry department of our college along with the Kerala branch of Indian Psychiatric Society and Guild. Now, about mental health, we know it involves a lot of diseases, and most common among them is anxiety and depression. These are all preventable, but normally people do not come out openly because of stigma and discrimination. Now, in today's topic, in this awareness program, all are very, very relevant for all of you all, particularly on substance abuse. So I hope this awareness program will benefit everyone. Also, suicide prevention. In the afternoon session on parenting class, I'm sure the speakers will give added information. The parents, they would become more confident and would give valuable tips on various aspects of child behavior. So I'm happy that the psychiatry department has organized this very useful program, and wish this program all success. Thank you. Thank you, ma'am. അടുത്തതായി IPS സെക്രട്ടറി ഡോക്ടർ ജോയ് മാമിനെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട ആൽഫ്രഡ് സാർ, നവാസ് സാർ, മോഹൻ സുന്ദൻ സാർ, മറ്റ് സ്റ്റേജിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, ലതി മാം, ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടേഴ്സ്, ഫാക്കൾട്ടി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഞങ്ങൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് ഉറക്കക്ഷീണത്തോടെയൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴും ഇത്രയും യങ്സ്റ്റേഴ്സ്, സുന്ദരികളും സുന്ദരന്മാരുമായ നിങ്ങളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാ ക്ഷീണവും മാറി ഒത്തിരി സന്തോഷം തോന്നി രാവിലെ തന്നെ. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള 2 പെൺകുട്ടികളുടെ അമ്മയും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഞങ്ങൾ വന്ന് സൈക്യാട്രിക്കാരെല്ലാം കൂടെ വന്നിട്ട് അഡിക്ഷൻ, സൂയിസൈഡ്, ഡിപ്രഷൻ, ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞ എല്ലാ കുട്ടികളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം തന്നെ കുറച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ പൊട്ടൻഷ്യലുള്ള, രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം കണ്ടില്ലേ, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, ഒരുങ്ങുന്നു, മൊബൈൽ നോക്കുന്നു, ഇങ്ങനെ രാവിലെ തൊട്ട് നിങ്ങളെ പഴിക്കുന്ന ഒരു സമൂഹം, ഞാൻ ഉൾപ്പെടെ പേരൻസും ടീച്ചേഴ്സും എല്ലാം, അല്ലേ, നവാസാർ ഉൾപ്പെടെ ഇപ്പോഴത്തെ കുട്ടികളെ പേടിയാണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, 2000-ന് ശേഷം ജനിച്ചവരാണ് ഇവിടെ നിൽക്കുന്ന കുട്ടികൾ മിക്കവരും. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാളും വളരെ വളരെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. കാരണം നിങ്ങളുടെ ബ്രെയിൻ കമ്പ്യൂട്ടർ സെറ്റ് ഇതാണ്. കാരണം ബ്രെയിനിൽ അധികം ജനിച്ചതിന് ശേഷവും ധാരാളം ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത ഒരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര ഫാസ്റ്റാണ്. ഞങ്ങളെക്കാളും വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാൻ വർക്ക് ചെയ്യുന്നത് പുഷ്പരി മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാം, തിരുവല്ല
ാണ് പുഷ്പഗിരി. അവിടെ ചുറ്റും പ്രളയമായിരുന്നു. നമ്മൾ പുഷ്പഗിരി ഒരു മലയുടെ മുകളിലായതുകൊണ്ട് അത് മാത്രം പൊങ്ങി നിന്ന് ചുറ്റുമുള്ള ഏരിയ മൊത്തം പ്രളയം. അപ്പർ കുട്ടനാടാണ്. അപ്പം നമ്മൾ കുട്ടികളോട്, മെഡിക്കൽ സ്റ്റുഡൻസിനോട് പറഞ്ഞു, മക്കളെ ഫസ്റ്റ് ഡേ പ്രളയം എല്ലാവരും നനഞ്ഞ് ആൾക്കാർ നിൽക്കുക, ഒരു ക്യാമ്പുകളിലൊന്നും ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സമയമായിട്ടില്ല. അപ്പം കുട്ടികളോട് പറഞ്ഞു, മക്കളെ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരാമോ. കുട്ടികൾ അടഞ്ഞു കിടന്ന തുണിക്കടയുടെ ഓണേഴ്സിനെ കണ്ടുപിടിച്ച് ആ കടകൾ തുറന്ന് അവരുടെ കയ്യിലുള്ള പൈസ ഒരു 1-2 ലക്ഷത്തിന് കാറ് നിറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ പറയണേ, ഒരു സാഹചര്യം തരാത്തത്, നിങ്ങളിലുള്ള കഴിവിനെ ചാനലൈസ് ചെയ്യാൻ സമൂഹം സാഹചര്യം തരാത്തത് കൊണ്ടാണ്. അപ്പം ചെറിയ എത്രയോ സന്തോഷമുള്ള നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളുള്ളപ്പോൾ അതിലും വളരെ ചെറിയ സന്തോഷം കിട്ടുന്ന അഡിക്ഷനിലേക്കും അല്ലെങ്കിൽ ചെറിയ പ്രതിവിധി എന്ന് നിങ്ങൾ കാണുന്ന സൂയിസൈഡിലേക്കും ഒക്കെ നിങ്ങൾ വഴിതെറ്റുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരുപാട് സാധ്യതകളും പൊട്ടൻഷ്യലും ഉള്ള സമൂഹത്തിൻ്റെ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂനതയാണെന്ന് ഞാനുൾപ്പെടെ ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും സമൂഹത്തിന് വേണ്ടി, പൊതുജന നന്മയ്ക്ക് വേണ്ടി. എന്നുവെച്ചാൽ ചെറിയ മൊബൈൽ നല്ലതാണ്, ഇൻ്റർനെറ്റ് നല്ലതാണ്, പക്ഷേ അതിൽ നെഗറ്റീവിലേക്ക്. ഞാൻ ഒരു 9ാം ക്ലാസ്സുകാരനെ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അവനോട് ചോദിച്ചപ്പം പറഞ്ഞു, കോവിഡിന് മൊബൈൽ കിട്ടിയതാണ് വീട്ടിൽ നിന്ന്. കിട്ടുമല്ലോ, എല്ലാ കുട്ടികൾക്കും കോവിഡ് കാലത്ത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് മൊബൈൽ. ഒരു സങ്കടവും ഇല്ലാതെ പേരൻസ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അപ്പം ആ മൊബൈലിൽ അവന് ഉള്ളത് 5000 ഫേസ്ബുക്ക് ഫ്രണ്ട്സും 4000 ഫോളോവേഴ്സ് അല്ലേ ഇൻസ്റ്റ. അപ്പം ഈ സംഭവമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഒരാളോട് ഹൈ പോലും പറയണേ എന്തോ ഒരു സമയം എടുക്കുക. KMCTയിലെ മൊത്തം സ്റ്റുഡൻസ് ഫ്രണ്ട്സായി എങ്ങനെ ഇരിക്കുക, അതുപോലെ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിലോട്ട് പോകാതെ അതിലും പ്ലഷറബിൾ ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ സമൂഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകണം. അതുണ്ടാകട്ടെ. അതുപോലെ ആത്മഹത്യ, നമുക്ക് ഏറ്റവും വലിയ ഹാർട്ട് സർജറി ചെയ്ത ഒരു രോഗിയെ രക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. കാരണം ആത്മഹത്യ ചെയ്യുന്നത് ചെറുപ്പക്കാരാണ്. എല്ലാ കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ചെറിയ പ്രായത്തിലുള്ളവരാണ്. ഒരു ആത്മഹത്യയെങ്കിലും ജീവിതത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. സംസാരിക്കുക, അവരെ സഹായത്തിനെത്തിക്കുക. ഒരുപാട് പ്രതിവിധി. ആരും 100% ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല. ലാസ്റ്റ് മിനിറ്റ് കയറെടുത്ത് തൂങ്ങാൻ തീരുമാനിക്കുമ്പോഴും 50% പോലും താല്പര്യമില്ല. അല്ലാതെ 100% ആരും തീരുമാനിക്കത്തില്ല. ആ സമയം നമുക്ക് കൈവശം പിടിക്കാൻ പറ്റിയാൽ, ആ സമയത്ത് നമുക്ക് സഹായം എത്തിക്കാൻ പറ്റിയാൽ തീർച്ചയായും ആത്മഹത്യയുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് എല്ലാവർക്കും ഒരു 80% ആൾക്കാർക്കും ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ്, അല്ലാതെ കാരണങ്ങളല്ല. അപ്പോൾ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. കാരണങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരുവിധമുള്ള സാമ്പത്തിക ബാധ്യത പിടിച്ചു നിൽക്കുക. അതുപോലെ നമ്മുടെ മനസ്സിന് ഒത്തിരി അക്കൗണ്ട് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല അക്കൗണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ. ഫാസ്റ്റ് സെറ്റ് ആണ് നിങ്ങളുടെ ബ്രെയിൻ. നല്ല ഫാസ്റ്റ് സെറ്റാണ്. ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്കുണ്ട്. അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിനായിട്ടാണ് ഞങ്ങൾ ഈ CME സൈക്കാട്രിക് സൊസൈറ്റി നടത്തുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഉൾപ്പെടുന്ന ഈ യൂട്യൂബിലും ഈ ചാനലിലും ഒക്കെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിന് സഹായിക്കട്ടെ. ഇവരെ ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഇവരുടെ നന്മകൾ കണ്ടെത്തി അത് വളരാനുള്ള ചാനലുകൾ തുറന്നു കൊടുക്കട്ടെ. ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിക്ക് ഒരു ചെറിയ താങ്ങെങ്കിലും അതിനുവേണ്ടി ആൽഫ്രഡ് സാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റിയാൽ അതിൽ ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി IPS പ്രസിഡന്റ് എലക്ട് ഡോക്ടർ KP ജയപ്രകാശൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ഡോക്ടർമാർ, KMCT പ്രസിഡന്റ് ഡോക്ടർ നവാസ്, വിദ്യാർത്ഥികളെ, എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. ഞാൻ MBBS പഠിച്ചത് കോഴിക്കോടാണ്. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് തിരുവനന്തപുരത്താണ്. എനിക്ക് ഹൃദയത്തോട് വളരെ അടുത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട് വരുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും ഒരുപാട് പഴയ ഓർമ്മകൾ അയവിറക്കാനുള്ള അവസരം ഉണ്ടാവും. ഇതിനിടയിൽ യഥാർത്ഥത്തിൽ ഞാൻ ഡോക്ടർ നവാസുമായിട്ട് ഈ കോളേജിൽ ഉള്ള കാര്യങ്ങളും പഴയ നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ KMCT മെഡിക്കൽ കോളേജ് വരുന്നത്. മുക്കത്ത് മുമ്പ് വന്നിട്ടുണ്ട്, പഠിക്കുന്ന കാലത്തൊക്കെ മുക്കത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചില കക്കാടംപൊയിൽ പോലുള്ള ചില സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, ഒരു ഡോക്ടർ, അയാളുടെ വീട്ടിൽ ഞാൻ മുക്കത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം കൂടി എന്നുള്ള നിലക്കാണ് ഇവിടെ വന്നത്. ഇവിടെ ഒരു സെഷൻ കഴിഞ്ഞു നിങ്ങൾക്കുള്ള. അടുത്ത സെഷൻ വളരെ പ്രധാനപ്പെട്ടൊരു സെഷനാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റായി.
അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വരാനുള്ളൊരവസരം ഒരുക്കിയ ഈ KMCT മെഡിക്കൽ കോളേജ് സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിനും വേണാട് കാലിക്കറ്റ് ഗിൽഡ് സൈക്യാട്രി ഗിൽഡിനും നന്ദി പറയുന്നു. താങ്ക്സ്. താങ്ക് യു സർ. അടുത്തതായി IPS സൗത്ത് സോൺ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ T സാഗർ സാറിനെ വളരെ ആദരപൂർവ്വം ആശംസകൾ അറിയിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റിയുടെ ആദരണീയനായ പ്രസിഡൻറ്റ് ഡോക്ടർ ആൽഫ്രഡ് B. സാമുവൽ സാർ, സ്വാഗതം ആശംസിച്ച എൻ്റെ സീനിയറും പ്രിയ സുഹൃത്തുമായ ഇവിടുത്തെ HOD സൈക്യാട്രി ഡോക്ടർ സുശീൽ കക്കൻ സാർ, അതുപോലെ നമ്മുടെ ഈ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെതായ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ ഡോക്ടർ KM നവാസ് സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ KMCT മെഡിക്കൽ കോളേജ് ഡോക്ടർ ലതി നായ മാം, എൻ്റെ പ്രിയ സുഹൃത്തും പ്രസിഡൻറ്റ് എലക്ട് ഓഫ് ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഡോക്ടർ ജയപ്രാശൻ KP, ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ ആദരണീയായ സെക്രട്ടറി ഡോക്ടർ ജോയ്സ് ജിയോ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമായ പ്രധാനപ്പെട്ട ഓർഗനൈസിംഗ് ടീമിലെ ഒരു മെമ്പർ പ്രോഗ്രാം കോർഡിനേറ്ററായ പ്രൊഫസർ ഡോക്ടർ രാജ്മോഹൻ, എൻ്റെ പ്രിയ സുഹൃത്തും IPS കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ ട്രഷററുമായ ഡോക്ടർ അനീസ് അലി, ഡോക്ടർ വർഷ, മറ്റ് പ്രിയപ്പെട്ട സംഘാടക സമിതിയിലെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്തേ. വളരെ അഭിമാനത്തോടെയാണ് ഇത്ര ബൃഹത്തായ KMCT ക്യാമ്പസിൽ നിൽക്കുന്നത്. കേരളത്തിന് വേണ്ടി, കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്ര മഹത്തായ ഒരു സംരംഭം സംഭാവന ചെയ്ത KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KM നവാസിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി പ്രസിഡൻറ്റ് അതിനായ ഡോക്ടർ ആൽഫ്രഡ് B. സാമുവൽ സാറിൻ്റെ ഒരു വിഷനാണ്, അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ആ പരിപാടി ഏറ്റെടുക്കുവാൻ സന്മനസ് കാണിച്ച കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡിനെ, പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ മോഹൻ സുന്ദരം സാറിനെയും സെക്രട്ടറി ഞങ്ങളുടെ സ്റ്റേറ്റ് ട്രഷറർ കൂടിയായിരിക്കുന്ന ഡോക്ടർ അനീസ് അലിയെയും ഉൾപ്പെടെയുള്ള ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര നന്നായി മെച്ചമായ രീതിയിൽ ഈ ക്യാമ്പസിൽ ഇവിടെ ഈ ഓഡിറ്റോറിയം നടത്തുവാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഡോക്ടർ സുശീൽ സാറിനും ഡോക്ടർ രാജ്മോഹനും ഒക്കെയുള്ള ടീമിനെ അഭിനന്ദനം അറിയിക്കുന്നു. ലോകാരോഗ്യ സംഘടന വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മെൻ്റൽ ഹെൽത്തിനെ കാണുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ്. ഇതര നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കാകട്ടെ, നമ്മുടെ സമൂഹത്തിലുള്ള ഇതര വ്യക്തികൾക്കാകട്ടെ, മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുക, മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് സന്നദ്ധ സംഘടനയായ പ്രൊഫഷണൽ സംഘടനകൾ IMAയും ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റിയും മറ്റെല്ലാ പ്രൊഫഷണൽ ബോഡീസും എല്ലാം ചേർന്നുകൊണ്ട് സമൂഹത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് കുറയ്ക്കുന്നതിനും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നേരത്തെ ബഹുമാനപ്പെട്ട മാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായ സ്റ്റിഗ്മയെക്കുറിച്ച്. ഇന്നും സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരമാവധി ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഹൃദ്രോഗമോ ക്യാൻസറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന ഡോക്ടറെ കാണുന്നു, ഇന്ന ചികിത്സ ചെയ്യുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ പറയും, അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയും. പക്ഷേ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ മാനസികാരോഗ്യ പ്രശ്നം ആരും പരസ്യമായിട്ട് പറയാറില്ല. ഒരു സമയം വരണം, മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ പോലും സ്വതന്ത്രമായി, ഫ്രീ ആയി, ഓപ്പണായി സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റിഗ്മ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സ്റ്റിഗ്മ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രയത്നങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഈ കേരളത്തിലെങ്കിലും സംജാതമാവണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്.
രണ്ട് വാക്കുകൾ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹം. ഒന്ന്, ഇമോഷണൽ ക്വോഷ്യൻ EQ. 2, ഹാപ്പിനെസ് ഇൻഡെക്സ്. ഈ രണ്ട് വാക്കുകളും അതിൻ്റേതായ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. അത് പ്രിയപ്പെട്ട ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന കേരളീയ സമൂഹം മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടുവരുവാനും എല്ലാവർക്കും മാനസികാരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനും ഒരുങ്ങും എന്നുള്ള പ്രത്യാശയോടുകൂടി അത് നമ്മളാലാവുന്ന വിധം സംഭാവനകൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും ഒരു അംബാസഡറായി പ്രവർത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് നൽകിയ അവസരത്തിന് പ്രത്യേകിച്ച് ഡോക്ടർ അനീസ് അലിയോടും കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡിനോടും KMCT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രിയോടുള്ള നന്ദി, അതുപോലെ എൻ്റെ IPSനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം വാക്കുകൾ കേട്ടതിന് നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ KMCT മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ V. രാജ്മോഹൻ സാറിനെ സ്നേഹപൂർവ്വം ആശംസകൾ നേരുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് സർ അവിടെയില്ല. പ്രസിഡന്റ് ആൽഫ്രഡ് സാമുവൽ, നവാസ് സർ, വേദിയിലിരിക്കുന്ന മാഡം ലതി മാഡം, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, അവരെക്കാളും ഒരുപക്ഷെ വിശിഷ്ട അതിഥികളായി മാറാൻ സാധ്യതയുള്ള വേദിയിൽ പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഔപചാരികമായിട്ട് ഞാൻ ആശംസ അർപ്പിക്കാൻ ആരുമല്ല, എന്ന് വെച്ചാൽ ഞാനൊരു സംഘാടകനാണ്. പക്ഷേ ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ എൻ്റെ പേര് കോർഡിനേറ്റർ എന്നാണെങ്കിലും യഥാർത്ഥ കോർഡിനേറ്റർ ഇവിടെയില്ല. ഡോക്ടർ സോയബ് രാജ് എൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഇതിൻ്റെ യഥാർത്ഥ കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് ഇവിടെ നിൽക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ സക്സസ്. പക്ഷേ അതിനുപരിയായിട്ട് ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടി മുതിർന്നപ്പോൾ ഒരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ഇതിവിടെ നടത്താം എന്ന് നമുക്ക് അനുവാദം തന്ന നവാസ് സാറാണ് ശരിക്കും ഈ പ്രോഗ്രാമിൻ്റെ സൂപ്പർ കോർഡിനേറ്റർ. അപ്പോൾ ഈ പരിപാടി എല്ലാ രീതിയിലും ഒരു വിജയമാക്കി തരാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജോയ്സ് മാഡം പറഞ്ഞ പോലെ നിങ്ങൾക്ക് 5000 ഫേസ്ബുക്ക് ഫ്രണ്ട്സും 4000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു. താങ്ക് യു സർ. ഈ പരിപാടിയുടെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിനു വേണ്ടി കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡ് സെക്രട്ടറി ഡോക്ടർ അനീസ് അലി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഒരു ചടങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഫംഗ്ഷന് നമ്മൾ വെൽക്കം ചെയ്യലും അതുപോലെ നന്ദി പറയലും. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ട് ചോറിന് നന്ദിയില്ല എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോവും. അതുപോലെ എന്നിൽ അർപ്പിച്ച കർത്തവ്യം നന്ദി പറയുക എന്നാണ്. ഇന്നിവിടെ ഈ പരിപാടി നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കേരള സ്റ്റേറ്റ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റിൻ്റെ ഒരു തീമാണ്. എസ്പെഷ്യലി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പ്രസിഡൻറ്റ് ഡോക്ടർ ആൽഫ്രഡ് സാമുവൽ അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രൊജക്റ്റായിരുന്നു ഇത്. ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ആൻഡ് അഡിക്ഷൻ ആൻഡ് പാരൻറ്റിങ്. വളരെ സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് എന്നുള്ളതിൽ അദ്ദേഹമാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഞാൻ തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങളുള്ളെങ്കിലും റിയലി എൻജോയ് ചെയ്യുന്നു. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഗൈഡൻസും പ്രോപ്പർ സമയത്ത് തരികയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ IPS സൈക്യാട്രി കേരള സ്റ്റേറ്റിൻ്റെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രി ഗിൽഡിൻ്റെ പേരിലും അതുപോലെ KMCT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും നന്ദി പറയും. മറ്റൊന്ന് വേദിയിലുള്ള ഡോക്ടർ KM നവാസ്. അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് കുറേ കാലങ്ങളായിട്ട്. ഈ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനും മാനേജിങ് ട്രസ്റ്റിയാണ്. എനിക്ക് കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെ അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒത്തിരി യാത്രകളും കുറേ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുമായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ HOD ഡോക്ടർ സുശീൽ സാറ് ഞങ്ങളുടെ ഗിൽഡിലെ ഒരു ആക്റ്റീവ്, മുമ്പ് സെക്രട്ടറിയും ഇപ്പോൾ ആക്റ്റീവ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് KMCTയിൽ വെച്ച് നടത്താം.
ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പോൾ ഞാൻ സുഹൃത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, ഡോക്ടർ നവാസിൻ്റെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ അനീസിൻ്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി സംസാരിച്ചോളൂ, എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അവിടെ നിന്ന് തന്നെ വിളിച്ചപ്പോൾ ഒറ്റയടിക്ക് തന്നെ അദ്ദേഹം പറഞ്ഞത്, അന്നത്തെ ദിവസം ഈ ഹാള് ഫ്രീ ആണെങ്കിൽ നമുക്ക് നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, എല്ലാവിധ സപ്പോർട്ടുകളും സുശീൽ സാർ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നാണ്. ആ ഒരു മനസ്സിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ IPSൻ്റെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും KMCT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ മോഹനസുന്ദരം ഡോക്ടർ, അദ്ദേഹം ഇവിടെ ഒരു വെൽ നോൺ സൈക്യാട്രിസ്റ്റാണ് കോഴിക്കോടിലെ. എൻ്റെ കോഴിക്കോട് സൈക്യാട്രി ഗിൽഡിൻ്റെ എൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഞാൻ ആൽഫ്രഡ് സാറിനെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും എൻ്റെ ഗിൽഡ് പ്രസിഡൻറ്റുമാണ്. അദ്ദേഹം എനിക്ക് എപ്പോഴും വേണ്ടപ്പെട്ട ഗൈഡൻസ് തന്നുകൊണ്ട് എന്നെ ഒരു പുഷ് ചെയ്ത് തരുന്നൊരു വ്യക്തിത്വമാണ്. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഭയങ്കര ഒരു സംഘാടകനാണ്. IMAയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ്, സൈക്യാട്രിക് അസോസിയേഷനിലും എല്ലാത്തിലും. അതുപോലെ റോട്ടറി ക്ലബ്ബ്, മറ്റു പല അദ്ദേഹത്തിൻ്റെ സമയം ഇവിടെ വന്നതിന് IPS കേരള സ്റ്റേറ്റിൻ്റെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും അതുപോലെ KMCT ഡിപ്പാർട്ട്മെൻറ്റ് പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു KMCT ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. വളരെ ടീച്ചിങ് പ്രൊഫഷണൽ എക്സ്പീരിയൻസോടുകൂടി എന്നിട്ടുള്ളതും ഒരു ഡോക്ടേഴ്സ് കുടുംബത്തിൻ്റെ നായികയായിട്ടുള്ള ഡോക്ടർ ലതി നായർ മാഡം ഇവിടെ കുറച്ച് വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ NMCയുടെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ഒത്തിരി തിരക്കാണെന്നറിയാം. അവരുടെ സപ്പോർട്ടും അതിനെ ഞാൻ എപ്പോഴും സ്മരിക്കുന്നു. അദ്ദേഹത്തിന് IPSൻ്റെ പേരിലും അതുപോലെ കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ സുശീൽ ഡോക്ടർ പറഞ്ഞ പോലെ ഫീമെയിൽ സാന്നിധ്യം വളരെ കുറവുള്ള രംഗത്തേക്ക് നമുക്കും കഴിയുമെന്നുള്ള ആ ചങ്കൂറ്റത്തോടു കൂടി വന്ന ജോയ്സ് മാഡം ഞങ്ങളെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. മാഡം എത്ര ദൂരത്താണെങ്കിലും ഒരുവിധം പറ്റുമെങ്കിൽ നമ്മളെ പരിപാടിയിലെല്ലാം പങ്കെടുക്കാറുണ്ട്. മാഡത്തിന് ഞാൻ ഈ വേദിയിലേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ജയപ്രകാശൻ, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ്. എൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത പ്രസിഡൻ്റ് എലക്റ്റാണ്. പല രംഗങ്ങളിലും കഴിവുള്ളൊരു വ്യക്തി, ഈ കാണുന്ന മാതിരിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പലതുകൊണ്ട് അടുത്ത പ്രസിഡൻഷിപ്പിൽ ഞാൻ വീണ്ടും ഒരു കൊല്ലം കൂടി ട്രഷറായിട്ട് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ട്. കൂടുതൽ കുറ്റങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ IPS സ്റ്റേറ്റിൻ്റെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും KMCTൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ സാഗർ തിരുവനന്തപുരത്തുകാരനാണ്. ആ തിരുവനന്തപുരം ശൈലിയിലൊക്കെ അദ്ദേഹം വളരെയധികം സംസാരിക്കും. എനിക്ക് ചുക്കാൻ തന്ന ഒരു കേരള സ്റ്റേറ്റിൻ്റെ ട്രഷററാണ്. ഇപ്പോൾ സൗത്ത് സോണിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൂടാതെ നല്ലൊരു PR ഉള്ളൊരു വ്യക്തിയാണ്. പബ്ലിക് റിലേഷന് കണക്ഷനുള്ളതും നമ്മൾ എന്ത് സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ എന്ത് നടത്തുകയാണെങ്കിലും അതിനൊരു ഫുൾ സപ്പോർട്ട് തരുന്ന ഒരു പ്ലസൻ്റായിട്ട് സന്തോഷത്തോടു കൂടി തരികയും അതിന് ഗൈഡൻസ് തരികയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ IPS കേരളയുടെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും KMCTൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ രാജ്മോഹൻ, ഞങ്ങളൊക്കെ ഒരു സമകാലിക ഏജ് ഉള്ള ആളുകളാണ്. എങ്കിലും ഒരു അക്കാഡമിക് കാര്യങ്ങൾ നമ്മളെ കോഴിക്കോട് വെച്ച് നടത്തുമ്പോൾ ആദ്യം രാജ്മോഹൻ്റെ പേര് ഞങ്ങളൊക്കെ സ്മരിക്കും. കാരണം അതിൽ പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കില്ലറാണ് പുള്ളി. അദ്ദേഹം ഇങ്ങനെ ബാക്കപ്പിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചുക്കാൻ പിടിച്ച് തരും, ഇങ്ങനെ ചെയ്തോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്നൊക്കെ. അദ്ദേഹത്തിന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ വളരെയധികം എപ്പോഴും ഓർക്കുന്നൊരു വ്യക്തിത്വമാണ്. എന്ത് ഗൈഡൻസും ചോദിച്ചാൽ അപ്പം തന്നെ അതിന് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം തന്നെ പറയുക, അല്ലെങ്കിൽ അദ്ദേഹം റെഫർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ IPS കേരളയുടെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും KMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വളരെ എനർജറ്റിക്കായിട്ട് നമുക്ക് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി തരാതെ മുന്നോട്ട് നീങ്ങുന്ന, എപ്പോഴും പ്ലസൻ്റായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് KMCT സൈക്യാട്രി ഹെഡ് സുശീൽ സാർ. പലപ്പോഴും ഈ സ്വാഗതം പറയുന്ന ആൾക്കാരൊക്കെ മറന്നുപോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻത്യൂസിയാസം, അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം, ഒരു ഡിസ്കറേജ് ചെയ്തിട്ടുള്ള വർത്തമാനങ്ങൾ ഞാൻ കേട്ടത് കുറവാണ്. അദ്ദേഹത്തിന് ഞാൻ IPS കേരളയുടെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും KMCTക്ക് വേണ്ടിയിട്ടും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ 1-2 വ്യക്തിത്വങ്ങളെ സ്മരിക്കേണ്ടത് കൂടിയുണ്ട്. ഒന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല, ഡോക്ടർ റമീസ്
CEO ആയിട്ടുള്ള ഈ Kmct ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു IPS കേരളയുടെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും. അതുപോലെ ഡോക്ടർ സുഹൈബ് രാജ് ആൻഡ് ഡോക്ടർ ഋത്തിക്, ഇവർ രണ്ടുപേരും ആക്ച്വലി ഞാൻ നേരത്തെ രാജ്മോഹൻ പറഞ്ഞ പോലെ ഒരു ബാക്കിൽ കളിക്കുന്ന നമ്മളെ കുറച്ച് മാസ്റ്റേഴ്സാണ്. എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ആ കാര്യങ്ങൾ എൻത്യൂസിയാസത്തോടുകൂടി എനർജറ്റിക്കായിട്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അവരെ സ്മരിക്കാതിരിക്കാൻ വയ്യ. അവരെ ഞാൻ IPS കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ടും അതുപോലെ കാലിക്കറ്റ് സൈക്യാട്രിക്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏതൊരു പ്രോഗ്രാമിനും അത് വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഓഡിയൻസ്, അതിൻ്റെ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ, സ്റ്റാഫുകൾ, ഇവിടുത്തെ എല്ലാവരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. വളരെ കാമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഈ Kmct ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യുന്നൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റ് രാജ്മോഹനൊക്കെ പറഞ്ഞ പോലെ നിങ്ങളിത് ലൈവ് സ്ട്രീം ഉണ്ട്, നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കണം, ഈ സന്ദേശം എത്തിക്കണം. ഒരാൾക്കെങ്കിലും നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും IPS സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ പേരിലും കാലിക്കറ്റ് സൈക്യാട്രിക് ഗിൽഡിൻ്റെ പേരിലും അതുപോലെ Kmct സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, and thank you all. Now it's time for a short tea break. Kindly be back soon since more interesting sessions are on the way. In child and at various states, national and international conferences, and she contributed a chapter for the book Suicide Prevention, a handbook for community gatekeepers. Her key area of interest is in child and adolescent mental health services. I welcome you, ma'am. എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമ്മൾ കേട്ടതെന്ന് അഡിക്ഷനെ പറ്റിയാണ് അല്ലേ? അപ്പം അഡിക്ഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനെപ്പറ്റി കേട്ട ശേഷമാണ് നമ്മളിനി സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ഈ ഒരു സംഭവത്തിനെ പറ്റി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ലോകാരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എല്ലാ വർഷവും സെപ്റ്റംബർ 10 തീയതി വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയി ഒബ്സർവ് ചെയ്യുമ്പോൾ, ആചരിക്കുമ്പോൾ 2020 തൊട്ട് ഒരു തീമാണ് ആചരണത്തിന് ഉദ്ദേശമായി എടുത്തിരിക്കുന്ന തീം. അത് ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻ എന്നാണ്. അതായത് നമ്മുടെ പ്രവർത്തികളിലൂടെ അവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ പ്രവർത്തികളിലൂടെ പ്രതീക്ഷ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീം വയ്ക്കാൻ കാര്യം? അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണോ? ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമാണോ? ഇവിടെ ജീവിക്കാൻ വെടപാട് പെടുന്ന സമയത്താണോ മരിക്കുന്ന കാര്യം പറയുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ഓരോ ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടണമെന്ന് മനുഷ്യർ ആലോചിക്കുന്ന സമയത്താണ് ആത്മഹത്യനെ പറ്റി പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കണക്കുകൾ തന്നെയാണ്. കണക്കിഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമല്ല, കണക്കൊട്ടും ഇഷ്ടമുള്ള വിഷയമല്ല. പക്ഷേ ഈ ആത്മഹത്യയെ സംബന്ധിച്ച് ചില കണക്കുകളെങ്കിലും കേട്ടാൽ നമുക്ക് ശരിക്ക് ഞെട്ടൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അപ്സെറ്റായി പോകുന്ന ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് ഓരോ കൊല്ലത്തെ ഇതിൻ്റെ ഒരു അവെയർനെസ്സിൻ്റെ കൂടെ നമുക്ക് നിർബന്ധമായിട്ടും കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് ഏകദേശം 8 ലക്ഷം ആളുകളാണ് ആത്മഹത്യ മൂലം എന്നാണ് പറയുന്നത്. 8 ലക്ഷം ആളുകൾ. അതേപോലെ ഓരോ 100 പേര് മരിക്കുമ്പോൾ അതിലൊരാളുടെ മരണകാര്യം ആത്മഹത്യ കൊണ്ടാണ് എന്നും നമ്മുടെ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ ഭൂമിയിലെ ബാക്കി എല്ലാവരുടെ കാര്യവും അറിയണോ? നമ്മുടെ ഇന്ത്യൻ ജനതയുടെ വിവരം അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ 2017 തൊട്ട്
നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെല്ലാം തരുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്, NCRB ആണ്. അവരുടെ റെക്കോർഡുകൾ പ്രകാരം ഓരോ വർഷവും ആത്മഹത്യ ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഇന്ത്യയിലും കൂടി വരികയാണ്. അപ്പോൾ 2020 അത് ഏകദേശം 1,40,000-ഓളം എത്തിക്കഴിഞ്ഞു. അതായത് ഏകദേശം ഒരു ദിവസം 380ഓളം മരണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് ആത്മഹത്യ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൽ 16 തൊട്ട് 18 മരണങ്ങൾ ആത്മഹത്യ കൊണ്ടാണ്. ഓരോ 4 മിനിറ്റിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ ആത്മഹത്യ കൊണ്ട് മരണമടയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത 30 മിനിറ്റിൽ എത്ര ജീവൻ ആത്മഹത്യ കൊണ്ട് തീർന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഇനി ഇത് ഇന്ത്യയുടെ കാര്യം ആണെങ്കിൽ കേരളത്തിൽ ഓരോ ലക്ഷത്തിലും 24 പേര് വരെ ആത്മഹത്യാ ശ്രമം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നു. ഒരു ലക്ഷം ആളുകളിൽ 24 പേര്. ഇനി ഏകദേശം 8500ഓളം ആളുകൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആത്മഹത്യ കൊണ്ടാണ് എന്നും പുതിയ കണക്കുകൾ പറയുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ഭയാനകമായ വിവരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഒരു ശരാശരി ഗ്രാമത്തിൻ്റെ ജനസംഖ്യ 8,000 അല്ലെങ്കിൽ 7,500 വരിക. അപ്പോൾ നമ്മളെ കേരളത്തിലെ ഒരു ഗ്രാമമാണ് എല്ലാ വർഷവും അപ്രത്യക്ഷമായി പോകുന്നത് ആത്മഹത്യ കൊണ്ട് എന്ന് ചിന്തിച്ചാൽ അത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഡാറ്റ തന്നെയാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മളെ ഇതിൽ അപ്സെറ്റ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ 19 to 29 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മരണകാരണങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നത് ആത്മഹത്യാ ശ്രമമാണ്. 2016 തൊട്ട് ആ കണക്കുകൾ കൂടി ഒരു കൊല്ലം 10,000-ഓളം കുട്ടികൾ, കൗമാരപ്രായക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അവസ്ഥകൾ മോശമാകുന്നത് കൊണ്ട് നമ്മൾ കോവിഡിനെ പാൻഡമിക് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ലോകത്തെല്ലായിടത്തും പടർന്നു പിടിച്ച ആളുകളെ ബുദ്ധിമുട്ടിച്ച മഹാമാരി എന്ന് പറയുന്നത് കൊണ്ട് പാൻഡമിക് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആത്മഹത്യനെ നമ്മൾ പറയുന്നത് എപ്പിഡമിക് എന്നാണ്. അതായത് പടർന്നു പിടിച്ച് നമ്മളിൽ ഒരു നിശബ്ദ കൊലയാളിയായി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള, ഒരു മഹാമാരിയാവാൻ തന്നെ പൊട്ടൻഷ്യലുള്ള ഒരു അപകടകാരിയായ അവസ്ഥ തന്നെയാണ് ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇതാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു തത്വം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആചരിക്കുന്നതും ഈ കാര്യം സംസാരിക്കുന്നതും. അപ്പോൾ ഏറ്റവും പ്രധാനം, നമ്മൾ ആത്മഹത്യ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചില സത്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കതിനെപ്പറ്റി ചില തെറ്റിദ്ധാരണകളുണ്ട്. ഏറ്റവും ആദ്യത്തെ തെറ്റിദ്ധാരണ, ഈ ആത്മഹത്യ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇത്തരക്കാർക്ക് ഇത് ചെയ്യാനുള്ള പ്രവണത കൂട്ടും എന്നതാണ്. ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആത്മഹത്യ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യം ചർച്ച ചെയ്യുക, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അത്തരം ഒരു ചിന്തയുണ്ടോ? ഇത് സംസാരിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം കൂടും അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്ക് ആ പ്രവണത കൂടും. ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ് അല്ലേ? ആത്മഹത്യാ ശ്രമങ്ങളെപ്പറ്റി ഏറ്റവും വലിയ തെറ്റായ ധാരണയാണ് അങ്ങനെ ചെറിയൊരു ചിന്തയുള്ള ആൾക്ക് ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് കൂടും എന്നത്. പലപ്പോഴും കേൾക്കാൻ ആളില്ലാതെയായി പോകുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കാതെയായി പോകുന്നത്, ലിസൺ ചെയ്യാൻ ആളില്ലാതെയായി പോകുന്നത് ഈ അവസ്ഥയുടെ ആക്കം കൂട്ടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ആർ യു ഓക്കെ? നീ ഓക്കെ ആണോ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിന്നെ അപ്സെറ്റ് ആക്കുന്ന മാറ്റേഴ്സ് എന്താണ്? ഒരിത്തിരി സമയം അവർക്ക് വേണ്ടി കേൾക്കാൻ കൊടുത്താൽ
അതേപോലെ ഉപാധികളില്ലാതെ ജഡ്ജ്മെൻ്റൽ അല്ലാതെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റിയാൽ ആ സമയം നമുക്കൊരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായ ട്രൂത്ത്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ ആത്മഹത്യ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ മോശം സ്വഭാവമുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്താ ഈ പറഞ്ഞ സംഭവത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ? നമ്മൾ കോവിഡ് കാലത്ത് വിചാരിച്ചിരുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്താണ് കുട്ടികൾ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സാണ്, ജോയ്സ് മാഡം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും മൊബൈലും കിട്ടി, അപ്പോൾ എല്ലാവരും ഹാപ്പിയുമാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് ടെൻഷനൊന്നുമില്ല എന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷങ്ങളായിരുന്നു കോവിഡ് കാലം. മാത്രമല്ല വീട്ടിൻ്റെ അകത്തും നമ്മുടെ കുട്ടികളുടെ മാനസിക നില സന്തോഷമുള്ളതല്ല എന്ന് നമ്മൾ വളരെ വേദനയോടുകൂടി തിരിച്ചറിഞ്ഞ വർഷങ്ങളായിരുന്നു ഈ കോവിഡ് കാലം എന്ന് പറയുന്നത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യും, അവർക്കും മാനസിക സമ്മർദ്ദമുണ്ട്. പലപ്പോഴും അത് കോപ്പി ക്യാറ്റ് സൂയിസൈഡുകൾ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും നമ്മൾ ഒരല്പം സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ സത്യം. ഇനി മൂന്നാമത്തെ ഒരു ധാരണ, ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നവർ അത് ചെയ്യാറില്ല. പലപ്പോഴും അത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? പറയുന്നവർ ചെയ്യാറില്ല, ചെയ്യുന്നവർ പറയാറില്ല. ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായിട്ടാണത് ചെയ്യുന്നവർ ചെയ്തു പോവുക. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? ശരിയാണ്. എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആത്മഹത്യ ശ്രമം ചെയ്ത ആൾ, അത് പൂർത്തിയാക്കിയ ആളുകൾ, ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളുകളിൽ പഠനങ്ങൾ പഠനങ്ങൾ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം 30-40% ആളുകൾ ആത്മഹത്യ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളോട് നമുക്ക് ആ റിട്രോസ്പെക്റ്റീവായിട്ട് അവരെ പിന്നീട് പഠിച്ചപ്പോൾ 3-4 ശ്രമങ്ങൾ വരെ അവർ മുന്നേയും ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു. അപ്പോൾ പറയുന്നവർ ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. ഇനി അടുത്ത തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ചിലരിത് പേടിപ്പിക്കാൻ വേണ്ടി, ശ്രദ്ധ കിട്ടാൻ വേണ്ടി, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പടച്ചോനെ മരിച്ചാൽ മതിയെന്നു, ജീവിക്കണ്ട, ഇങ്ങനെ പറയുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്സിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യം, നീ വിളിച്ചില്ലല്ലോ എന്നാലും ബാക്കി എല്ലാവരുടെ ബർത്ത്ഡേയും നിനക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബർത്ത്ഡേ മാത്രം നിനക്ക് ചിരിക്കുന്നുണ്ട് ആളുകൾ അവിടെ. അപ്പോൾ ഇതൊക്കെ അവിടെ സ്ഥിരം നടക്കുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നല്ലേ? ബാക്കി എല്ലാവരുടെ ബർത്ത്ഡേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാറ് പറയുമായിരുന്നു, വൈഫിൻ്റെ ബർത്ത്ഡേ മറന്നുപോയാൽ വല്ല പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ ചോദിച്ചത് വളരെ സ്ത്രീപക്ഷവാദിയായ ഞങ്ങളുടെ വേറൊരു കൊളീഗിനോട് തന്നെയാണ്. അപ്പം മാഡം തിരിച്ചു ചോദിച്ചു, ഇന്ന് വീട്ടിലേക്ക് തിരിച്ച് കയറണ്ടെന്നുള്ളൂ, വേറൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ആ പറഞ്ഞതുപോലെ നമ്മൾ ബാക്കി എല്ലാവരും ബർത്ത്ഡേ നിനക്ക് ഓർമ്മയുണ്ട്, ഞാൻ മാത്രം നിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നും അല്ലല്ലോ. നിനക്ക് ബാക്കിയെല്ലാം, നിനക്ക് ഫുട്ബോൾ കാണാൻ സമയമുണ്ട്, വൈകുന്നേരം IPL കാണാൻ സമയമുണ്ട്, ഞാൻ നിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? അപ്പോൾ പലപ്പോഴും ഇത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുകയാണ്. ഓൾ ആ ബ്ലേഡ് ഇങ്ങോട്ട് എടുക്കുന്നു പറയുന്ന കേട്ടാ വിചാരിക്കും ഓൾ ഇപ്പം മുറിക്കുന്നു. അപ്പം ഞാൻ പറയും, നീ പോയി മുറിച്ചോ, ഒന്ന് കാണട്ടെ. അപ്പോൾ പല സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൺസൾട്ടേഷനായിട്ട് കാണുമ്പോൾ പേഷ്യൻസ് പറയുന്നത്, ഡോക്ടറെ മൂപ്പര് എന്നോട് പറഞ്ഞ് നീ ചത്താൽ എനിക്ക് ഒന്നും കിട്ടാനില്ല, നീ പോയി ചത്തോ. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ വളരെ വേദനാജനകമായിട്ട് നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പലരും മരിക്കുന്നില്ല,
പക്ഷേ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ചെന്ന് പെടുന്നുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, കൈയും കാലും കുഴഞ്ഞു പോകുന്നു, തൂങ്ങുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ. അല്ല, കൈ മുറിക്കാൻ ശ്രമിക്കുന്നു, അറ്റഭാഗം കുഴഞ്ഞു പോകുന്നു, മരുന്ന് ഓവർഡോസ് എടുത്ത് കഴിക്കുന്നു, കരളിന് ഡാമേജ് ആകുന്നു. ഇന്നലെ ഞാനൊരു പയ്യനെ ട്രോളിയിൽ വെച്ചിട്ട്, സാധാരണ വ്യാഴാഴ്ച ദിവസം നമുക്ക് ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക്ക് ഉണ്ട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ആ ക്ലിനിക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പേഷ്യൻസിനെ വിടുക ചെയ്യുക. ഒ പിയിൽ നമുക്ക് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഈ പയ്യൻ ട്രോളിയിലാണ്. അപ്പം അതായത് ക്ലിനിക്കിലേക്ക് നടന്നു പോകാനുള്ള ആരോഗ്യം അവനില്ല. അപ്പം കൺസൾട്ടേഷൻ റെക്കോർഡ്സ് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി റാറ്റ് പോയ്സൺ ആണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, ഡോക്ടറെ 40 ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മടുത്ത് ജീവിതം, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബസ് പോവുമായിരുന്നു. ബസ് പോകുമ്പം ഒരു പെൺകുട്ടി പിന്നെ എവിടെ എത്തി ബസ് എന്നൊക്കെ ചോദിച്ച് വിളിക്കുമായിരുന്നു. അപ്പോൾ ബസ് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കമ്പനി ആയതാണ്. പിന്നെ അതൊരു റിലേഷൻഷിപ്പായി. കഴിഞ്ഞ 6 മാസമായിട്ട് അവളെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ആ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് എത്തുന്നത്. ഇന്നലെ രാവിലെ ഞാൻ വണ്ടി എടുത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം അവൾ ബസ് സ്റ്റാൻഡിൽ വന്നു, വിഷയമായി, നാട്ടുകാരെ മുന്നിൽ വെച്ച് അത് ഫുള്ള് പ്രശ്നമായി. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതോടുകൂടി ഇനി ഇത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ അഭിമാന പ്രശ്നമായിട്ട് തോന്നിയപ്പോൾ ഞാനെടുത്ത് കഴിച്ചതാണ്. പക്ഷേ ലിവർ ഫങ്ഷൻ വളരെ മോശമായിട്ട് എഫക്റ്റഡ് ആണ്. അവന് കൈകാൽ കുഴഞ്ഞിട്ട് എണീറ്റ് നിൽക്കാനുള്ള അവസ്ഥയില്ലാത്തത് കൊണ്ട് അവൻ ട്രോളിയിലാണ്. അപ്പോൾ ഇതാണ് അടുത്ത തെറ്റിദ്ധാരണ. അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും മെൻ്റൽ ഡിസോർഡേഴ്സ്, മാനസിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, ഓരോ 10 പേര് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും 4 തൊട്ട് 6 വരെ പേർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്കോസിസ്, ലഹരി സാധനങ്ങളുടെ ഉപയോഗം. ബാക്കി പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളാകാം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാകാം, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, അതുമല്ലാത്ത അതർ ഇഷ്യൂസ് ആകാം. സോ എല്ലാ ആത്മഹത്യകളും മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ആണ് എന്ന് ചിന്തിക്കരുത്. അതിന് ഒരുപാട് അല്ലാത്ത കാരണങ്ങളുണ്ട്. അപ്പോൾ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താലേ നമുക്കിതിലേക്കൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തൊരു തെറ്റിദ്ധാരണ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളും എടുത്തു ചാടി ഇമ്പൾസീവായിട്ടാണ് അത്തരം ഒരു ശ്രമത്തിലേക്ക് എത്തുന്നത്. അല്ല, പലരും പ്ലാൻ ചെയ്ത് ആലോചിച്ച് ആത്മഹത്യയിലേക്ക് എത്തുന്നവരുമുണ്ട്. അപ്പോൾ അവിടെ അവരെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ വാർണിംഗ് സൈൻസ് തിരിച്ചറിയാൻ പറ്റും. ഞങ്ങൾ ഒ പിയിൽ കാണുന്ന ഒരു 20 വയസ്സുള്ള മോള്, അവൾ 6 മാസം മുന്നേ നല്ല ഡിപ്രഷനായിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് അവളൊരു സ്ഥലത്ത് ജോലിക്കും കയറി, പാർട്ട് ടൈം ഒരു കോഴ്സിനും കയറി. അപ്പം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഈ കോഴ്സിനോട് കംപ്ലീറ്റ് ആയിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. അതേപോലെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും അവൾക്ക് കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഹോസ്റ്റലിലേക്ക് പോകുമ്പം ആ ആഴ്ചയിൽ കഴിക്കാനുള്ള മരുന്നുകൾ മാത്രം പാരൻസ് കൊടുത്തയക്കുള്ളൂ. കാര്യം മുന്നേയും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഡിപ്രഷൻ ബെറ്റർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവൾ അപ്സെറ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആഴ്ച മരുന്ന് കൊടുത്തയക്കാൻ അമ്മ കുറച്ച് മടിച്ചിരിക്കുന്ന ടൈമാണ്. എന്നാലും നാളെ രാവിലെ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി അമ്മ മെഡിസിൻസ് അവളെ ബാഗ് കൊണ്ടേ വെച്ചു. പക്ഷേ രാത്രി 10 മണിയായപ്പം ഇവൾ വന്ന് അനിയത്തീനെ ഉമ്മ വയ്ക്കുന്നു. കണ്ണിലൊക്കെ വെള്ളമുണ്ട്, അനിയത്തീനോട് ഞാൻ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്ന അമ്മേനോട് വന്നിട്ട് ഞാൻ കുറച്ച് അമ്മേൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മേനെ ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇതിലെന്തോ ഒരു പന്തികേട് തോന്നി. ഇത്തരം പെരുമാറ്റങ്ങൾ പൊതുവേ കാണിക്കാത്ത ആളാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പം കുറച്ച് അസ്വസ്ഥമായിട്ട് അവൾ കിടക്കുന്നു. അവൾക്ക് എന്താ കാരണം എന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ സാധാരണ കിടക്കുന്ന പോലെയല്ല. ചോദിച്ചപ്പോൾ ആ ആഴ്ചയ്ക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വെച്ച എല്ലാ ഗുളികയും പൊടിച്ച് ആൾ
കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയതുകൊണ്ട്, വയറ് കഴുകി അതിലേക്കുള്ള ചികിത്സ ചെയ്യിക്കാൻ പറ്റിയതുകൊണ്ട് ഈ പ്രാവശ്യവും അവളെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ പലരും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ വാർണിംഗ് സൈൻസ്, അതായത് കുറച്ച് ദിവസം മിണ്ടാതിരിക്കുന്നു, ആരോടും ഇടപഴകുന്നില്ല, നിങ്ങളുടെ ഫോൺ കോൾസ് റിസീവ് ചെയ്യുന്നില്ല, എല്ലാം അവസാനിച്ചു, തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള കോളേജിൽ നിന്ന് ആ ടീച്ചർ ഒരു മോളെയായിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവളെ വാട്സാപ്പ് DPയിൽ കണ്ടത് വെള്ള പൊതിഞ്ഞ ഒരു ശവശരീരത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഈ ടീച്ചർക്ക് കുറച്ച് നേരം അത് വന്നുള്ളൂ, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ടീച്ചർ അത് കണ്ടു, വേറെ എന്തോ നോക്കാൻ സ്ക്രോൾ ചെയ്ത സമയത്ത് ടീച്ചർക്ക് അത് അൺയൂഷ്വലായി തോന്നി. ടീച്ചർ ഈ കുട്ടീനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ കാര്യപ്പെട്ട പ്രശ്നങ്ങളാണ്, അവൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് ദ ലൈഫ് എന്ന് അവൾ ചിന്തിക്കുന്ന സമയത്താണ് ടീച്ചർ അവളെ വിളിച്ചത്. സോ പലപ്പോഴും വാർണിംഗ് സൈൻസിൽ നമുക്കിതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ധാരണ, എല്ലായ്പ്പോഴും നമുക്ക് ആത്മഹത്യ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലായ്പ്പോഴും അത് പോസിബിൾ ഒന്നുമല്ല. പക്ഷേ ഒരു പരിധി വരെ ഞാൻ ഈ പറഞ്ഞ വാർണിംഗ് സൈൻസ്, മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കൽ, ഹൈ റിസ്ക് പോപ്പുലേഷനെ കണ്ടുപിടിക്കൽ, പോളിസി മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. എന്നാൽ എല്ലായ്പ്പോഴും അത് പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ ഒരിക്കൽ ശ്രമിച്ചാൽ അവർ പിന്നീട് ശ്രമിക്കില്ല. ഒരിക്കൽ ശ്രമിച്ചാൽ അവർ പിന്നീടും ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അത് വളരെ കോമൺ ആയിട്ട് കാണുന്നു എന്നുള്ളതുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, അവർ ശ്രമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അത് പൂർത്തീകരിച്ചിരിക്കും. അങ്ങനെയില്ല. പലപ്പോഴും ഈ ശ്രമത്തിലേക്ക് അവരിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചു വരണമെന്ന് ചിന്തിച്ചാൽ ആ ഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സഹായിച്ചാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് സാധാരണ നമുക്കുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും അതിനെ പറ്റിയുള്ള കുറച്ച് ശരിയായ വർത്തമാനങ്ങളുമാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ഇത് പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്വന്തം ലെവലിൽ, പേഴ്സണൽ ലെവലിൽ നമുക്ക് കുറച്ച് കാര്യം ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഇൻ്റർപേഴ്സണൽ ലെവലിൽ, ഫാമിലി ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സമൂഹത്തിൽ, കമ്മ്യൂണിറ്റി ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നാഷണൽ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ലീഗലായിട്ട് നിയമത്തിൻ്റെ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ മീഡിയയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഏരിയയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതൊരാളുടെ മാത്രം ഇൻപുട്ടല്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, പല വ്യക്തിത്വങ്ങളുടെ ഇൻപുട്ടിലൂടെയാണ് ഈ പ്രതിരോധം, ഈ പ്രിവെൻഷൻ സാധ്യമാകുന്നത്. അപ്പോൾ പേഴ്സണൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വയം ചോദിച്ചു നോക്കുക, ആം ഐ ഓക്കെ? ഞാൻ ഓക്കെ ആണോ? എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളില്ലാതെ ആവുമൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഹെൽത്തി ആയിട്ട് പറ്റുന്നുണ്ടോ? എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളെ ഹെൽത്തി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സമയത്തിനെ ഞാൻ കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരോട് സംസാരിക്കുമ്പം അസേർട്ടീവ് സ്കില്ലുകൾ കൃത്യമായി എനിക്ക് പറ്റുന്നുണ്ടോ? വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ പറയാനും വേണ്ടാത്തത് ഇടത്ത് കൃത്യമായി നോ പറയാനുമുള്ള അസേർട്ടീവ് സ്കിൽസ് എനിക്കുണ്ടോ? എൻ്റെ ലിമിറ്റേഷൻസ് ചില കാര്യങ്ങളിലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ചില സമയത്ത് പെർഫെക്ഷനിസ്റ്റിക് ആകാൻ എനിക്ക് പറ്റില്ല, ചില സമയത്ത് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാകും, ചില സമയത്ത് കാര്യങ്ങളെ ഉപാധികളില്ലാതെ ഞാൻ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ എന്നെ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ മടിക്കേണ്ട, ഹെൽപ്പ് സീക്ക് ചെയ്യാൻ. ആം ഐ ഓക്കെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ യു ഓക്കെ ഒരല്പസമയം അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ മടിക്കണ്ട. ഇൻ കേസ് നിങ്ങൾ അത്ര ബിസിയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ, എൻട്രസ്റ്റ് ചെയ്യുക. എടാ ഞാൻ കുറച്ച് തിരക്കില്ല, അവൾ ഡിസ്റ്റർബ്ഡ് ആണ് തോന്നുന്നുണ്ട്, നീ കുറച്ച് ടൈം അവൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക.
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നാണ് ഇതിനെ പറയുക. അതായത് ഒരു മുറിവ് വന്നാൽ നമ്മൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് പോലെ മനസ്സിന് അസ്വസ്ഥത വരുമ്പം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. അതായത് ഉപാധികളില്ലാതെ അവരെ കേൾക്കുന്നു, ചില സമയങ്ങളിൽ നമ്മൾ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റാത്ത അവസരത്തിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിലേക്ക് അവരെ എത്തിക്കുന്നു. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന് നമുക്കിപ്പോൾ വിശദമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് ഗവൺമെൻറ് ട്രെയിനിങ് പ്രോഗ്രാംസ് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളെ എംപവർ ചെയ്യാം. ഒരു ഡിസ്ട്രെസ് ഉള്ള ആളെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് വേണ്ടത്, നമ്മളെല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയും, പോളിസീസ് എടുക്കുന്നതിനെ പറ്റി പറയും. അതേപോലെ കുടുംബത്തിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ഇൻ ടൈം ഫോർ ദ ഫാമിലി. അവിടെ നമ്മളിപ്പം കുട്ടികളുണ്ടെങ്കിൽ, അതേപോലെ എൽഡർലി സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു 88 വയസ്സുള്ള, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള, കേൾക്കാൻ പ്രയാസമുള്ള ഒരു അമ്മൂമ്മ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം കൺസൾട്ടേഷൻ കാണുകയുണ്ടായി. അപ്പോൾ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാൻ തന്നെ ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു. ഈ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാനുള്ളത് കേൾക്കാൻ പോലും അവരെ ഹിയറിംഗ് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പ്രായത്തിൽ അത്രയും ബുദ്ധിമുട്ടി അവരത് ചെയ്യാനുള്ള മാനസിക വ്യതകൾ അവർക്കുണ്ടായിരുന്നു. വീട്ടിലെ അവസ്ഥകൾ അത്ര മോശമായിരുന്നു. അപ്പോൾ കുട്ടികൾ കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ജയിക്കണം, ഫസ്റ്റ് ആവണം, മാർക്ക് എല്ലാത്തിനും കിട്ടണം, ഇതൊക്കെ പറയുന്നതിൻ്റെ കൂടെ തോറ്റാൽ എന്താ ചെയ്യുക, തോൽവികൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ശരാശരി കൺസൾട്ടേഷൻ കാണുന്നതിൻ്റെ സെൽഫ് ഹാം, സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ ഏറ്റവും പ്രധാന റീസണുകളിൽ ഒന്ന് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് പഠിത്തം ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമാണ്. മാഡം, മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അത് അവർ പറയുമ്പോൾ അവരത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് പഠിക്കണം എന്നുണ്ട്, പരീക്ഷ വരുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വീട്ടുകാർക്കുണ്ട്, എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും തോന്നണില്ല, അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ വീട്ടിൽ കുറച്ച് സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ, തോൽവികൾ ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, പിന്നെ അവരെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ, അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കണം. അതേപോലെ വയസ്സായ ആളുകളുണ്ടെങ്കിൽ ഒരല്പസമയം അവരെ കാണാൻ, അവരെ കേൾക്കാൻ, അവരോട് നമ്മുടെ ഈ ധൃതിയുടെ ഇടയ്ക്ക് സംസാരിക്കാനുള്ള സമയം. അപ്പോൾ കുടുംബത്തിൻ്റെ ഇഴയടുപ്പം കൂട്ടുക എന്ന് പറയുന്നത്, ഫാമിലിക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് നിങ്ങളെപ്പോലുള്ള സ്കൂൾ കോളേജുകളിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള പിയർ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാംസ്, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ഞങ്ങൾ പറയും. ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ 10 ലൈഫ് സ്കിൽസാണ്. അതായത് സ്വയം അറിയാൻ, മറ്റുള്ളവരെ അറിയാൻ, ജീവിതത്തിൽ പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യാൻ, സ്ട്രെസ്സ് വന്നാൽ മാനേജ് ചെയ്യാൻ, തിരിച്ചറിവോടുകൂടി ചിന്തിക്കാൻ, അങ്ങനെ 10 ലൈഫ് സ്കില്ലുകളുണ്ട്. ഇതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം, പഠിക്കുന്നതിനോടൊപ്പം ജീവിതത്തിന് നേരിടാനുള്ള ലൈഫ് സ്കിൽസിൽ അവയർനെസ് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം, അത് ടീച്ചേഴ്സിനും പാരൻസിനും ഫ്രണ്ട്സിനും പ്രൊവൈഡ് ചെയ്യാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. അതേപോലെ കമ്മ്യൂണിറ്റിയിൽ ആശാ വർക്കേഴ്സ്, അംഗനവാടി, അതേപോലെ ഹൈ റിസ്ക് പോപ്പുലേഷനുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ലഹരി സംബന്ധമായിട്ട് ഉപയോഗമുള്ളവരെ, അവർക്ക് പ്രോപ്പറായിട്ടൊരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്
ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ. മൈനോറിറ്റി പോപ്പുലേഷൻ, ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള മൈനോറിറ്റി പോപ്പുലേഷൻസിലുള്ള പ്രയാസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ചില ഫാമിലികളിൽ സൂയിസൈഡ് റിസ്ക് കൂടുതലുള്ള ഫാമിലി ഉണ്ടാവാറുണ്ട്. അതേപോലത്തെ അറ്റ് റിസ്ക് പോപ്പുലേഷനെ കണ്ടുപിടിക്കാൻ. അതേപോലെ ചില ഫാമിലിയിൽ തീരാത്ത രോഗങ്ങൾ കൊണ്ട് വ്യഥ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള. അങ്ങനെ അറ്റ് റിസ്ക് പോപ്പുലേഷനെ കണ്ടുപിടിക്കാൻ കമ്മ്യൂണിറ്റി ഹെൽപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ഈ അടുത്ത കാലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടന്നു. അവിടെ ഫാർമേഴ്സിന് ഏത് കാലവും ബുദ്ധിമുട്ടുകൾ, അവർ വിചാരിച്ച പോലെ ക്രോപ്സ് ഉണ്ടാവാഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ പലരും ആത്മഹത്യ ചെയ്തിരുന്നത് ഇവർ തന്നെ ഈ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് കഴിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു ഇവരുടെ സൂയിസൈഡിൻ്റെ ഒരു മേജർ കോസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ജനറേറ്റ് ചെയ്തിട്ട് അവർ ഒരു പെസ്റ്റിസൈഡ് ബാങ്ക് തുടങ്ങി. അതായത് എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇവർ ഈ പെസ്റ്റിസൈഡ്സിനെ ഈ ബാങ്കിൽ നിക്ഷേപിക്കും. രാവിലെ പണിക്കെടുക്കും, അത്രയും കൗണ്ട് തിരിച്ചു വരുന്നു എന്നും അവർ എൻഷുർ ചെയ്തു. സർപ്രൈസിംഗ്ലി ഇത് റെഗുലറായി മോണിറ്റർ ചെയ്ത് സൂപ്പർവൈസ് ചെയ്തപ്പോൾ ആ ഭാഗത്തെ സൂയിസൈഡ് റിസ്ക് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതുപോലെ ഒരുപാട് തോട്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാം, അപ്പോൾ നേരത്തെ ജോയ്സ് മാഡം പറഞ്ഞതുപോലെ ഒരു പ്രളയം വന്നപ്പോൾ തോട്ട്ഫുള്ളായിട്ട് കുട്ടികളെത്തി. ഇങ്ങനത്തെ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ലീഗൽ ലെവലിൽ സൂയിസൈഡ് നമുക്ക് 309 IPC പ്രകാരം മുന്നേ ക്രിമിനൽ കുറ്റമായിരുന്നു, പണിഷ്മെൻറ്റ് കിട്ടുന്ന കുറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പലർക്കും പ്രശ്നമായിരുന്നു, പോലീസിൻ്റെ വിളി, ക്രിമിനൽ പണിഷ്മെൻറ്റ് പ്രശ്നങ്ങളൊക്കെ. പക്ഷേ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നപ്പോൾ 115 സെക്ഷൻ പ്രകാരം അത് ഡീക്രിമിനലൈസ് ചെയ്തു. മാത്രമല്ല ഇവരിൽ ഭൂരിഭാഗവും സ്ട്രെസ്സ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സപ്പോർട്ടും റീഹാബും ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നീഡും ആവശ്യവുമാണെന്ന് ഈ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ലീഗൽ ഏരിയയിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് ഒരുപാട് ഫേമസ് സെലിബ്രിറ്റീസിൻ്റെ സൂയിസൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും സെൻസേഷണലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെൻസേഷണലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് റീഡർഷിപ്പ് കൂടുമെങ്കിലും വെർത്തർ ഇഫക്റ്റ് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. കോപ്പി ക്യാറ്റ് സൂയിസൈഡ്സിന് സാധ്യത കൂടുന്നു, മോഡൽ ചെയ്യാൻ സാധ്യത കൂടുന്നു. അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാപ്പജിനോ ഇഫക്റ്റ് എന്ന് അതിനെ പറയും. നിങ്ങൾ അതിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യത്തോടു കൂടി മാത്രം റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുമ്പം ഹെൽപ്പ് ലൈൻ ഓഫർ ചെയ്യുക. ഹെൽപ്പ് ലൈൻ ഓഫർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഹെൽപ്പ് ലൈൻ കൊടുക്കുക. അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ മീഡിയയ്ക്കുണ്ട്. ഇനി നമ്മുടെ റോട്ടിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ, ഞാൻ ഇന്നിപ്പോൾ KMCTയിലേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറിലെ ഡ്രൈവറെ സീറ്റിൽ നിന്ന് ഒരനക്കം നോക്കുമ്പം അടുത്ത 50 മീറ്ററിൽ ക്യാമറ ഉണ്ട്, അടുത്ത 50 മീറ്ററിൽ മൊബൈൽ ഫോൺ ചെക്കിംഗ് ക്യാമറ ഉണ്ട്, അടുത്ത 50 മീറ്ററിൽ സീറ്റ് ബെൽറ്റ് ക്യാമറ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അതെന്താ സംഭവം? ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും ഫോണിലുണ്ട് മാഡം, അതുകൊണ്ട് ഇത് കാണാൻ പറ്റും, അലേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. 35 കിലോമീറ്റർ സ്പീഡിലുള്ള ക്യാമറയാണതെന്ന് പറഞ്ഞാൽ 30 സ്പീഡ് കുറയ്ക്കും. 60 കിലോമീറ്റർ സ്പീഡ് എവിടെ പറ്റുമെന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കും. അതേപോലെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചാറ്റ് ബോട്ട്സ്, ആപ്സ്, ഇതൊക്കെ സൂയിസൈഡ് പ്രിവെൻഷനും ഉപയോഗിക്കാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലാണെങ്കിലും ഐഫോൺസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഡിജിറ്റൽ ആപ്സ് വഴി ഇങ്ങനൊരു റിസ്ക് വന്നാൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉൾപ്പെടെ ഓൺലൈൻ കൗൺസിലിംഗ് ഉൾപ്പെടെ നമുക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ നാഷണൽ ലെവലിൽ എന്താ വേണ്ടത്? ഇതൊരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല. നാഷണൽ ലെവലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് നിർത്തണമെങ്കിൽ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ലൈഫ് സ്കിൽ ട്രെയിനിങ് വേണമെങ്കിൽ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, നാഷണൽ മെൻ്റൽ ഹെൽത്ത് പോളിസി നടപ്പാക്കണമെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മൈക്രോ ഫിനാൻസിങ്ങും സാമ്പത്തിക പ്രശ്നങ്ങളും അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അപ്പോൾ നാഷൻ വൈഡ് പോളിസീസ് തന്നെ വ്യത്യാസം വരണം.
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ഒരു ജനതയ്ക്ക് പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ലെവലിൽ, ഇൻ്റർപേഴ്സണൽ ലെവലിൽ, ഫാമിലി ലെവലിൽ, കമ്മ്യൂണിറ്റി ലെവലിൽ, നമ്മുടെ നാഷണൽ ലെവലിൽ നമ്മൾ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഉയർത്തിക്കൊണ്ടുവരണം, ബിൽഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാലത്തും പ്രശ്നങ്ങളില്ലാതെ ആകുന്നില്ല. സിറ്റുവേഷൻസോ ആളുകളോ അല്ല, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ എംപവർ ചെയ്യുക, ട്രെയിൻഡ് ആകുക, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നത് തന്നെയാണ്. നമ്മുടെ സാഗർ സാറ് നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇതൊക്കെ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി, ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന നല്ല ചിന്തകൾ മുന്നോക്കമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്രം ദൈവമേ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ പ്രെയർ ഹാൾസ് പോയിട്ടോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്. അതിന് പകരം ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ഓൾസോ ലിവ്, സപ്പോർട്ട് ആൻഡ് ലെറ്റ് us സപ്പോർട്ട് ഈച്ച് അതർ, ക്രിയേറ്റ് ഹോപ്പ് ത്രൂ ആക്ഷൻ. അപ്പോഴാണ് നമുക്ക് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ നമ്മുടെ തന്നെ നാഷനെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്റ്റേറ്റിനെ, ഗ്ലോബിനെ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു തീം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഒരുപാട് മടുപ്പിക്കാതെ എനിക്കത് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ അവസരം തന്ന ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച്, കാലിക്കറ്റ് ഗിൽഡ്, KMCT മെഡിക്കൽ കോളേജ് എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി. Thank you, ma'am, for the thought-provoking session. Now I humbly invite respected President, Indian Psychiatric Society, Kerala State Branch, Dr. Alfred Samuel, sir, to hand over the memento to Dr. Varsha Vidyadharan, ma'am. Thank you, sir. Thank you, ma'am. അടുത്തതായി സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത് എന്ന വിഷയത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിസ്റ്റർ പ്രണവ് രാജ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. He is a clinical psychologist, Department of Psychiatry, KMCT Medical College. He did MSc Clinical Psychology at Annamalai University, Chidambaram, and MPhil in Clinical Psychology from Postgraduate Institute of Behavior and Medical Science, Raipur, currently pursuing his PhD. ഒന്നും വന്നിട്ടില്ല അല്ലേ? ഇങ്ങോട്ടടിക്കണ്ട. റിമോട്ടിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിലൂടെ ഉടമസ്ഥരില്ലേ? ആ കാണാലോ അല്ലേ? എന്നെയും കാണാലോ അല്ലേ? സാധാരണ എനിക്ക് ഇറങ്ങി വന്നിട്ടാണ് ശീലം. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പ്രശ്നമില്ലല്ലോ? വരേണ്ട ആവശ്യമില്ലല്ലോ? ഓക്കെ ഓക്കെ. എൻ്റെ സെഷൻ അതിന് മുമ്പ് ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ആ, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. താങ്ക് യു. ഇതിൻ്റെ പോസ്റ്റർ കണ്ടിരുന്നോ ആരെങ്കിലും? കണ്ടിരുന്നോ? അവയർനെസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നോ? 2009 ഞാൻ
സൈക്കോളജി എന്ന ഫീൽഡിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നത് 2009. അന്ന് സൈക്കോളജി എടുക്കാൻ പോകുന്ന പല ആൾക്കാരും എന്നോട് ഇയാൾ എന്തിനാണ് സൈക്കോളജിക്ക് പോകുന്നതെന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ സൈക്കോളജി സ്കോപ്പൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ട്, എൻ്റെ ഒരു സാർ ഉണ്ടായിരുന്നു, സാർ എന്തോ സൈക്കോളജീൻ്റെ എന്തോ ഒരു ഡിഗ്രി എടുത്ത ഒരാളായിരുന്നു. സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, സാർ സൈക്കോളജീൻ്റെ സ്കോപ്പ് എന്താണ്, ഞാൻ ഇതിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറ് പറഞ്ഞു, ഇപ്പോൾ അത്രയ്ക്ക് വലിയൊരു സ്കോപ്പൊന്നും ഇല്ലെങ്കിലും 2-3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കാൻ പുറത്തേക്ക്, തമിഴ്നാടാണ് ഞാൻ പഠിക്കുന്നത്, അണ്ണാമല യൂണിവേഴ്സിറ്റി ചിദംബരമാണ്. അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് കുടുംബക്കാരൊക്കെ കാണാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. വെറുതെ ഒരാളുടെ അടുത്തേക്ക് പോയപ്പോൾ ഫസ്റ്റ് കേട്ടത്, നിനക്കുണ്ടടാ വട്ടുണ്ടോ എന്നാണ്. സൈക്കോളജി എടുക്കാൻ നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യ ചോദ്യം അതാണ്. രണ്ടാമത്തത്, ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണോ, നിൻ്റെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വരുമോ, ഇതൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചറല്ലേ, സൈക്കോതെറാപ്പിക്കും ട്രീറ്റ്മെൻറ്റിനും വേണ്ടി ആരെങ്കിലും പൈസ മുടക്കുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം എൻ്റെ അടുത്തേക്ക് വന്നു. മൂന്നാമത്തൊരു ചോദ്യം, ഇതൊക്കെ ലക്ഷറി തിങ് അല്ലേ, പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പണിയില്ലാത്ത വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈക്കോതെറാപ്പി. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ അടിക്കാണ്ട്, ഭക്ഷണം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ ആരെ സ്വന്തം ടെൻഷൻ മാറ്റാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അന്ന് അവയർനെസ് ഇല്ലയെന്ന് വിചാരിച്ച ആൾ 10-12 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അവയർനെസ്സിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അതിപ്പോഴും അവയർനെസ് കിട്ടിയിട്ടില്ല എന്നാണോ? ആണോ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് ആളുകൾ യൂത്ത് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിന് വേണ്ടി പോവാത്തത്. ഡാറ്റയാണ്. ഇപ്പോഴും അവയർനെസ് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ലേ. ഇപ്പോൾ ഒരുപാട് സെഷൻസ് കണ്ടു അല്ലേ. നിങ്ങളിപ്പോൾ ഞങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സേ നമുക്കുള്ളൂ. കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്ലിനീഷ്യൻസേ നമുക്കുള്ളൂ. നമ്മുടെ മാനസികാരോഗ്യം എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള റേഷ്യോ ഇപ്പോൾ ക്ലിനീഷ്യൻസ് ഉണ്ടോ എന്നുള്ളതും സംശയം തന്നെയാണ്. ഞാൻ ഒരു 2 കേസ് കാണുന്നുണ്ടോ? അത് അല്ല, പേരൊന്നുമില്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കേസാണ്. കാണുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ഡയഗ്നോസിലേക്കൊന്നും പോകണ്ട കേട്ടോ, ഇത് വെറുതെ 2 കാര്യങ്ങൾ എഴുതിയതാണ്. ഒരു ക്യൂ എന്നുള്ളതും W എന്നുള്ളതും. ക്യൂ എന്ന് പറയുന്നത് ഫീമെയിലാണ്, W എന്ന് പറയുന്നത് മെയിലാണ്. ആദ്യത്തെ ആളുടെ പ്രോബ്ലം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ആളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, പിന്നെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ആളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്കിങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. നിങ്ങളാണ് ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിൽ, ആ ഫ്രണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആൾക്ക് മറുപടി കൊടുക്കുക? സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറയും അല്ലേ. പ്രൈമറി സപ്പോർട്ട് നിങ്ങൾ എന്താവും കൊടുക്കുക? ഈ ക്ലാസ് കേൾക്കുന്ന മുൻപത്തെ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. എന്തായിരിക്കും കൊടുക്കുക? പറയാം, അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തത് ഇതേപോലെ ഒരു BSc പഠിക്കുന്ന ഒരു പയ്യനാണ്. ആൾക്ക് അധികം ആൾക്കാരോട് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല, കുറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ലോ സെൽഫ് എസ്റ്റീമാണ്. ഒരു പാർട്ടിക്ക് പോയപ്പോൾ ആദ്യം ആൾ ചെന്ന് കയറിയത് അവിടെ ആൽക്കഹോൾ കൊടുക്കുന്ന സ്ഥലത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് സാവധാനം സൂയിസൈഡൽ തോട്ട്സും വരാൻ തുടങ്ങി. ഇയാൾക്ക് എന്താ നമ്മൾ കൊടുക്കുക? സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറയൂ അല്ലേ. സാധാരണ നമ്മൾ കേൾക്കുന്ന മറുപടി എന്തൊക്കെയാ അറിയൂ? ഇത് ഒരു ടെൻഷൻ മാത്രമാണ്, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ആരോടും പറയേണ്ടെന്ന കാര്യമൊന്നുമില്ല, നമ്മൾക്ക് തന്നെ ഒതുക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഞാനൊക്കെ അതേപോലെ ഒതുക്കി വെച്ചിട്ട് വളർന്ന ആൾക്കാരനെയാണ്. ഇതിപ്പോൾ നിൻ്റെ പ്രശ്നം മാത്രമല്ല, ബാക്കി എല്ലാവരും പ്രശ്നം തന്നെയാണ്. നീ ഇത് വലിയ സംഭവമാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ പറയുന്ന യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് പറയുന്നതാണ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒന്ന് ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. ശരിയാവാറുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല, ശരിയാവാറുണ്ട്. പക്ഷേ എത്ര സമയത്തേക്ക് എന്നുള്ളത് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെയും രണ്ടാമതും റീഒക്യൂർ ചെയ്യും. ചില ആൾക്കാർ പോയി കുറച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഇതൊക്കെയാണ് കോമൺ കമൻസ്. ആണോ? ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? എന്താ? ഇല്ലേ? രണ്ടെണ്ണം അടിച്ചാലും വന്നല്ലേ? ഓക്കെ, ഫൈൻ. സോ ഞാൻ ഒരുപാട് കണക്കുകൾ നമ്മൾ കണ്ടു. പക്ഷേ ഇത് ചെറിയൊരു കണക്കാണ്. നമ്മുടെ ഇന്ത്യയിൽ 1.3 ബില്യൺ പീപ്പിൾസ് ആണുള്ളതെന്ന് വിശ്വസിക്കുന്നു. അതിൽ 7.5% ഇന്ത്യൻസ് സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ 56 മില്യൺ ആൾക്കാർ ആക്ച്വലി ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 38 മില്യൺ ആൾക്കാർ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 50% ആൾക്കാർ 25 വയസ്സിൽ കുറഞ്ഞതാണ്. അതായത് നമ്മളൊക്കെ പോലെ ആൾക്കാരാണ്. 50% നമ്മളെ പോലെ 50% ആൾക്കാരും എന്നുള്ളതാണ്. ഒന്നുകൂടിയും ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ 7 ആൾക്കാരിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ 7 ആൾക്കാരിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 35 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ആൾക്കാർ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടവരാണ് എന്നുള്ളതും യൂണിസെഫ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, എന്താ കാരണം? നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഡിപ്രഷൻ കേട്ടു, ആങ്സൈറ്റി കേട്ടു, അല്ലേ? സ്ട്രെസ്സ് കേട്ടു. സ്ട്രെസ്സ് ഭയങ്കര കോമൺ ഫാക്ടറാണ് അല്ലേ നമുക്ക്, അല്ലേ? എന്തിനൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാവാറ്? എക്സാം വന്ന സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എന്തിനാണ് സ്ട്രെസ് ഉണ്ടാവാറ്? പിന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ, അല്ലേ? പ്രപ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. പിന്നെ എന്താ? ബ്രേക്കപ്പ് ലൈക്ക് അതാണ് ആ ഒരു ബുദ്ധിമുട്ട്. സ്ട്രെസ്സാണോ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതൊരു സംശയമുണ്ട്. ഓക്കെ, എല്ലാതും സ്ട്രെസ്സായിട്ടാണ്. ഇപ്പോൾ ഞാനിപ്പം ഈ ഡാറ്റാസൊക്കെ എടുക്കാൻ നോക്കിയപ്പം എല്ലാ വെബ്സൈറ്റിലും സ്ട്രെസ്സാണ് മരണത്തിന് കാരണം, സ്ട്രെസ്സാണ് ബാക്കി എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. സോ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം പല ആൾക്കാർ ജനറലൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സ്ട്രെസ് എന്നുള്ളത് നമുക്കിപ്പോൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഡിപ്രഷനാവാം. ഡിപ്രഷന് പല ആൾക്കാരും യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ ടെൻഷൻ, അല്ലേ? ക്വയറ്റ് കോമൺ ടേമാണ്. എനിക്ക് ടെൻഷനാണ്, ഡിപ്രഷനൊന്നുമല്ല, ടെൻഷനാണ്, അല്ലേ? ചില ആൾക്കാർ അതേപോലെ ഡിപ്രഷൻ എന്ന വാക്കും ഒരു കോമൺ ടേമായിട്ട് മാറിയിട്ടുണ്ട്. ചെറിയ സങ്കടം ഉണ്ടാവുള്ളൂ, എനിക്ക് ഡിപ്രഷനാണ്, അല്ലേ? ടെൻഷന് മറ്റൊരു സിനോണിംസ് ആണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, അല്ലേ? ഇതൊക്കെ ഒരു കോമൺ ടേംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല എന്ന്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ കുറച്ച് നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? സ്ട്രെസ്സ് മോശമാണോ അത്രയ്ക്ക്? എന്താ കാരണം? സ്ട്രെസ്സ് നല്ല സ്ട്രെസ് ഉണ്ടോ? എപ്പോഴൊക്കെയാണ് നല്ല സ്ട്രെസ് ഉള്ളത്? എക്സാം ഉണ്ടാകുമ്പോൾ നല്ല സ്ട്രെസ്സാണ്, അല്ലേ? കൂടുതൽ സ്ട്രെസ് എന്നുള്ളതല്ല, നല്ല സ്ട്രെസ്, ഗുഡ് സ്ട്രെസ് അനുഭവിച്ചവരുണ്ടോ? മോഡറേറ്റ്, ലിറ്റിൽ ബിറ്റ്, കുറച്ച് ആൾക്കാരുണ്ട്. മിനിമം എമൗണ്ട് ഓഫ് സ്ട്രെസ്, വളരെ ചെറിയൊരു സ്ട്രെസ് ഉണ്ടോ? കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ കൈവൊക്കെ എല്ലാവരും കുറച്ച് ഇങ്ങനെയാണ്, അത് പകുതിയേ ഉള്ളൂ എന്നാണ്, അല്ലേ? ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സ്ട്രെസ്സ് ഹാംഫുള്ളാണോ? സ്ട്രെസ്സ് ഹാംഫുള്ളാണ്, അല്ലേ? സ്ട്രെസ്സ് ഹാംഫുള്ളാണ് നമുക്ക് എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും പറയുന്ന മറുപടി. ഇനി നമുക്ക് ആ സ്റ്റഡിയിലേക്കൊന്ന് പോവാം. ഓക്കെ, ഇതിൻ്റെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത്. അതിൽ വായിക്കണ്ട, അതിൽ പറയുന്നത് 43%
ആൾക്കാർ, ദോസ് ഹൂ ആർ ഫേസിങ് സ്ട്രെസ്സുള്ള ആൾക്കാർ മരണകാരണം പലതും ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്, മറ്റു പല കാരണങ്ങളിലും സ്ട്രെസ് ഉള്ളവരാണ് മരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം രണ്ടാമത് വന്നിട്ടുണ്ട്. ഈ മരിക്കുന്നവരൊക്കെ സ്ട്രെസ് എനിക്ക് ഹാംഫുൾ ആണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, പക്ഷേ സ്ട്രെസ് ഉണ്ടായിട്ടും സ്ട്രെസ് എനിക്ക് ഹാംഫുൾ അല്ല, സ്ട്രെസ് എനിക്കൊരു പ്രോബ്ലം അല്ല, ഇതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർ സാധാരണ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അല്ലേ? 1,82,000 ആൾക്കാർ സ്ട്രെസ്സ് കാരണം റീസെൻ്റ് ഇയേഴ്സിൽ മരിച്ചു. സ്ട്രെസ്സ് കാരണമല്ല, സ്ട്രെസ്സ് എനിക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള പേടിയിലാണ് മരിച്ചത്. സ്ട്രെസ് എനിക്ക് ഹാംഫുൾ ആവുമോ എന്നുള്ള പേടിയിലാണ് മരിച്ചത്. ഓക്കെ, സോ ആക്ച്വലി എന്താണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് പറയുകയാണ് പെട്ടെന്നൊരു വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ പെട്ടെന്ന് പോവാം 1-to-1 വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഒരു കസേരേൻ്റെ മുന്നിൽ പോയി ഇരിക്കുകയാണ്. കസേരയുടെ മുന്നിൽ പോകുമ്പോൾ നിങ്ങളുടെ മേഡം ഉണ്ടാവും ഇങ്ങനെ അല്ലേ, മറ്റൊരു സാറുണ്ടാവും ഇതിപ്പോൾ പഠിച്ചിട്ടെന്നാണോ വന്നത് എന്നൊരു നോട്ടം. മറ്റാൾ മുഖത്ത് കൂടി നോക്കില്ല, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ 3-4 ആൾക്കാരാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെന്തായിരിക്കും സംഭവിക്കുക? സ്ട്രെസ്, നെഞ്ഞെടുപ്പ് കൂടും അല്ലേ? നെഞ്ഞെടുപ്പ് കൂടും, കയ്യൊക്കെ ഒന്ന് വിറയ്ക്കും അല്ലേ? ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? ആ നെഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ നമ്മുടെ ശരീരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ? അല്ലേ? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൂടുതൽ ഓക്സിജൻ കടത്തിവിടാൻ നമ്മുടെ ശരീരം ശ്രമിക്കുന്നതല്ലേ? ഇങ്ങനെ കണ്ടാൽ പോരെ അതിനെ? പോരെ? ഇതൊരു ജസ്റ്റ് ഫിസിക്കൽ റെസ്പോൺസ് മാത്രമായിട്ട് നമുക്ക് കണ്ടാൽ പോരെ? ഇതിനെ ഒരു പ്രോബ്ലമായിട്ട് കാണേണ്ടവരാണ് ആദ്യം പറഞ്ഞ 1,82,000 ആൾക്കാർ. ഓക്കെ, ആൻഡ് പണ്ട് നമ്മൾ പറയുമായിരുന്നു സ്ട്രെസ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് അല്ലേ? മറ്റേ പല പല അസുഖങ്ങളും സ്ട്രെസ്സ് കാരണം വരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ, ഇതൊന്ന് മറക്കട്ടെ കേട്ടോ, ഞാൻ കഥ പറഞ്ഞതിനിടയിൽ മറക്കാൻ മറന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് നമുക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ കാരണമാക്കുന്ന ഒരു കാരണമാണിത്. സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നു, ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് അല്ലേ? ആദ്യത്തെ ഒരു ഇമേജ് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് നിൽക്കുന്ന ഒരാളുടെ ബ്ലഡ് വെസലാണ്. പക്ഷേ ആ ബ്ലഡ് വെസൽ അങ്ങനെ മാത്രമല്ല നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കും. എപ്പോൾ നമ്മൾ കറേജ് ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഹാപ്പിനെസ് കൂടുമ്പോഴും നമുക്കിതേപോലെ നിൽക്കാറുണ്ട്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം, നമ്മളെങ്ങനെയാണ് ആ സ്ട്രെസ്സിനെ കാണുന്നത് എന്നുള്ള കാര്യം, ഇറ്റ് മാറ്റേഴ്സ് അല്ലേ? എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇറ്റ് ഓൾവേസ് മാറ്റേഴ്സ്. ഓക്കെ, പല ആൾക്കാരും പറയും നമ്മളോട് പോസിറ്റീവ്ലി തിങ്ക് ചെയ്യാൻ പറയും. ഒരു ലക്ഷപ്രഭുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ലക്ഷപ്രഭു ആയതെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ട്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്, എൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ലക്ഷപ്രഭു ആയതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ലക്ഷപ്രഭു ആവുന്നതിന് മുൻപ് എന്തായിരുന്നു? ഞാനൊരു കോടീശ്വരനായിരുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിങ്ക് ചെയ്യണമെന്നാണല്ലോ അല്ലേ? സോ ചില കാര്യങ്ങൾ എന്താണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നുള്ളതാണ് ഇത്. കാരണം ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ സൂയിസൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ആരോടായിരിക്കും? ഒരു സൈക്കോളജിസ്റ്റിനോട് പറയാൻ പറ്റുമോ?
ഇങ്ങനത്തെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെയർ ചെയ്യേണ്ടത് ആരോടായിരിക്കും? നമ്മുടെ തൊട്ടടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് നമ്മൾ ഷെയർ ചെയ്യുക, അല്ലേ? അല്ലാതെ എനിക്ക് തോട്ട് വന്നു ഫസ്റ്റ് തന്നെ സൈക്കോളജിസ്റ്റിനെ തപ്പി നടക്കുക അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുക എന്ന് പറയുന്നത് പോസിബിൾ ആവില്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിനോട് പറയുക എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ജോലി, നിങ്ങളാണ് ഫ്രണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും പറയണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. മറ്റൊന്നും അവർക്ക് പറ്റുന്ന ഹെൽപ്പില്ല. ഐസക് ന്യൂട്ടൻ പണ്ട് ആപ്പിൾ വീണപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ആപ്പിൾ വീണ അന്ന് മുതൽ തുടങ്ങിയതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സും ഏകദേശം അതേപോലെ തന്നെയാണ്, അല്ലേ? ഇപ്പോൾ ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ വെറുതെ വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്കേ വീഴുള്ളൂ. നമ്മുടെ മനസ്സും ഏകദേശം അതേപോലെ തന്നെയാണ്. എന്താണ്? താഴത്തേക്ക് ഫ്ലോ ചെയ്യാൻ താല്പര്യമുള്ളൊരു സാധനമാണ് മനസ്സെന്ന് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് 7ാമത്തെ നിലയിലേക്ക് വാട്ടർ പമ്പ് ചെയ്യുന്ന പോലെ നമ്മൾ തള്ളാൻ നോക്കും ഇടയ്ക്ക് മുകളിലേക്ക്, അല്ലേ? ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തള്ളാം, പ്രശ്നമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തള്ളാം, മുകളിലേക്ക് കയറും. ചില സമയത്ത് എന്താണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പും കൂടി വേണ്ടി വരും ഒന്ന് തള്ളാൻ, അപ്പോഴേ മുകളിലേക്ക് കയറുള്ളൂ. ചില സമയത്ത് നമ്മുടെ പാരൻസിൻ്റെ, നമ്മുടെ ഫാമിലിയുടെ ഹെൽപ്പ് വേണ്ടി വരും മുകളിലേക്ക് കയറാൻ. ചില സമയത്തോ അതൊരു വലിയ സ്ട്രെസ്ഫുൾ ആണെങ്കിലോ അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലോ നമുക്ക് ഇവരുടെ ഹെൽപ്പൊന്നും പോരാ, ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തന്നെ വേണം, അല്ലേ? സോ ഒരു ഫ്രണ്ടിൻ്റെ ഡ്യൂട്ടി, ഞാൻ നിങ്ങളോടിത് പറയാൻ കാരണം ഒരു ഫ്രണ്ടിൻ്റെ ഡ്യൂട്ടിയാണ് തൊട്ടടുത്തുള്ള ബുദ്ധിമുട്ടുള്ള ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാനുള്ള, അവരോട് കേൾക്കാനുള്ള കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ സൈക്കാട്രിസ്റ്റിനെ കാണണമല്ലോ എന്നുള്ള ഭയത്തോടെ ആത്മഹത്യ ചെയ്തവരുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എനിക്കൊരു ബാഡ് ഇമേജ് ആണല്ലോ എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആസ് എ പിയേഴ്സ്, നിങ്ങൾ പിയർ ഗ്രൂപ്പാണ്, നിങ്ങളുടെ ഫ്രണ്ട്സാണ്, നിങ്ങൾക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. നമുക്കിവിടെ എത്തുന്ന വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ നമ്മുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. ബാക്കി പല ആൾക്കാരും ഇപ്പോഴും ഇതിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട്. ആരുടെ അടുത്തേക്കാണ് പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? കുറച്ച് ആൾക്കാർക്ക് പറയാൻ പറ്റും, അല്ലേ? ആരുടെ അടുത്തേക്കൊക്കെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതടുത്തേക്കാണ് ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണോ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്താണോ, കൗൺസിലറിൻ്റെ അടുത്താണോ? ഇങ്ങനെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ആൾക്കാരുണ്ട്. ഓക്കെ, സോ ആരുടെ അടുത്തേക്ക് പോകണം എന്നുള്ള കാര്യം നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെന്ന് അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നും അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നമ്മളല്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ അങ്ങോട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ നിർത്താം. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir, for the awesome session. Now I humbly invite respected President, Calicut Psychiatry Guild, Dr. Mohan Sundaram, sir, to hand over a memento to Pranav Raj, sir. Good afternoon. So far, the programs are under the heading of IPS, Indian Psychiatric Society, Kerala chapter. Next, we have 1 hour session on parenting.
which is under the auspices of Indian Psychiatric Society South Zone. We have our Honorable President, Dr. Uday Kumar here, and along with him, with President, Nivedita Madam is also here. So next session will be conducted by Dr. Uday Kumar sir. I invite him for the last. Madam, please. Dr. Uday Kumar sir, he did both DPM and MD Psychiatry from NIMHANS and Professor of Psychiatry at Narayana Medical College. He conducted many conferences at state, zonal and national level, and currently serving as a chairman of IPS and president of South Zonal Branch. And beauty of him is his humbleness. On behalf of Kmct Medical College, we humbly welcome you to the program, sir. Very pleasant good morning, all of you. Thank the IPS Kerala State Branch team and Dr. JP Sundaram sir, Mohan sir, Alfred Sagar sir for conducting this such a beautiful program today. This day is a very good day for us that we all met together. I just come to introduce my colleague Dr. Nivedita Madam. She has done MBBS DPM from Osmania Medical College. She is into government service and then running a Mindtree clinic in Himayat Nagar, Hyderabad for the last 17 years. She is going to tell us about the parenting. Anybody knows what the parenting is? What do you mean by parenting? Yeah, big silence means you don't know. Yes, we need to know about this, in and out about parenting. There are a good number of parenting styles in India, that we have 42 styles of parenting. Whereas in Western side, they have only 1 or 2 parenting styles, but we have 42 styles. I think Madam would tell us everything. We have one kind of style that weekly parenting, Sunday parenting, monthly parenting, that father comes and tells the child, takes care of the child weekly or once in a week or once in a month. Those styles are also there. It is definitely needed, all of us, to know about the importance of parenting. That now I think I'll welcome Nivedita Madam to go on with this lecture. I welcome you, ma'am, for this program. Dr. S. Nivedita, she completed MBBS from Osmania Medical College, Hyderabad, DPM from Institute of Mental Health under Osmania Medical College. And she had a mental health helpline on behalf of the government job during the pandemic. And she's been a part of the team Samanvi for past 2.5 years. Okay. Yeah. A very good afternoon to everybody. Thanks for the invitation and this program and the opportunity given to me. I'm Dr. Nivedita. As is being told, I'm just introducing myself to the audience behind. I was told that it would be for a general public, but I just came to know that it is for nursing students, right? Am I right? So I prefer the session to be an interactive one.
So it is good to see that in nursing students, I see a lot of boys here. I'm so happy. I think a round of applause should go to them. And it's not that I've not worked with brothers, and it is really great the services you render. Okay. I am told that even other specialities and other branches are there. So welcome you all. It is good to see that. And of course, it is good to learn about parenting a little early maybe. Be informed parents, and being in our profession, wherever you go, maybe if you're posted in gynops and pediatrics, the main thing you come across is the parenting styles and the interaction between the child and the parent being disrupted. If you have some knowledge about what things can go wrong and what is the fixing point, then I think you will be able to at least ask them, guide them to approach the Department of Psychiatry for any help needed. Because many of us in India, at least the awareness is so poor that people think that for these issues they cannot have any help. They're helpless over these matters. No professional help is available, and thus they keep suffering the problem. So if we know that the problem is there and there are solutions for it, that is awareness. You will be able to help and guide others, and maybe some of the points that we discuss here today will go a long way in your personal lives too. I hope with that we will start the program today. And well, what is parenting? Can anybody say something? What is parenting? The basic doubt, right? The class on parenting, I felt the first question. It's only a set of questions. Today my presentation is not taken from any textbook or something. It's probably from the 17 years of practice. It right comes from the clinic. And apart from the introduction given to me, I am a mother of 2 kids. Maybe that also qualifies to some of it, what I can sum up today. So what is parenting? I think the official definition is a process of raising, promoting, and supporting the physical, emotional, social, cognitive development of a child to adulthood and across lifespan. This is human parenting. As sir was saying, we have 42 styles of parenting. I think we'll be discussing just 4 of them. So parenting mostly, is it the same thing? Can I be the same parent to all? If I have 10 children? I think I'll be 10 mothers. Isn't it? The experience comes from here. No. True. So you just can't think that I will be the best parent in the world and then, this is how I'll take through and things will click and all. It doesn't depend just on the parent. It depends upon the child too. And also depends upon the social context and the other situations through which it goes. So we will be discussing most of them, but the parental characteristics would be personality, developmental history, mental health issues of the parents, the beliefs, the knowledge, the gender of the parent, of course. Fathers are different, mothers are different. We all have 2 set of parents, right? Are they both the same in all situations? We know whom to approach when, isn't it? As a child, a mother has to be approached for a few things and father has to be approached for a few things, isn't it? To get the things done. So that way, it also depends on the characters of the child, like the temperament. And universally, it is known that girl children are easy to raise. What say? No? Nobody is ready to back me up on that? Yes? Girls, come on. Yes. My grandmother used to say, we can raise 7 girls in the same energy we can raise a boy. I don't know why she would say that, but I think after being a mother of a boy and a girl, I feel yes, I could have raised 6 more of my daughters in place of my boy. So probably that comes with experience and other things. So definitely all these things matter, and the health of the child too. If the child has been a little sensitive on health and they have had health issues during the childhood and all, the parenting style and the strategy, and it will be a contributor definitely to the way the individual develops and how the parent has to supplement. And most of the times parents are at loss to know how to do. So let us go about a couple of questions again. Who is a parent and whom do we parent? Any ideas? Okay.
Obviously, a person facilitating the process of raising, promoting, and supporting development of an individual is a parent, yes. Whom do we support? Only children? Only children are parented? We are pet parents too, right? We parent our plants if we have a garden. And somebody like, some of the spiritual gurus adopting forests and protecting them. And in a very Telugu, I don't know, do you people watch Telugu movies here? Oh, nice. The popularity of Telugu movies is good. So in a movie, Mahesh Babu adopts a whole village. He is a parent of the whole village. So on and so forth. We can parent children, pets, plants, forests, villages, parents. Sometimes we have to parent our own parents as we grow older. And sometimes even as a young kid, I think I am equally parented by my kids as the way I parent them sometimes. So neighbors, students, just about anyone we come across. What here in this concept, if we see, whomever we are trying to give an advice or a support in the interest of them is probably parenting, isn't it? So any neighbor needs help, or if you see they are going in some crisis or something, offering help out of our way, all this can come under parenting only. While I was thinking about all this, I was struck with a concept called collective parenting, which is catching up some importance these days because of the growing nuclear families and families and parents running short of support. Collective parenting is a concept which is growing in strength. What does it mean? It can mean from small, like-minded parents coming together to be able to take turns, because father and mother both are working these days. It was not like in old days where the mother would take care, father would go out to work, and that would be a 9-to-5 job and that is done. That is not the scenario most of the times. Even fathers are not available for that rest of the time. So the economy, everything comes into picture, which is out of the purview of this session. But then the parenting, because of the many changing social strategies and situations, it has changed a lot. So in that concept, this concept of collective parenting that is coming up, wherein they say that one parent will take off and take care of the children of all people together. You got my point. So that is one small way of explaining collective parenting. There are some Scandinavian countries which take up this collective parent as a state responsibility of all the citizens, which means that if any citizen of their country sees a child after a particular time, say 8 or 9 in the of the night, and if they are seeing the child alone anywhere, they just can't brush away saying that, somebody's child we don't know, which can happen otherwise, isn't it? Every citizen who sees a child alone or in any crisis situation should intervene, should see that they get help, either inform to the law enforcement authorities and see that the child gets due help and is protected. So these are the laws that are being taken up, because Western countries definitely have much before understood that everything, the quality or health of the society definitely depends on the quality and health of parenting. Maybe most of the things happen during the childhood experiences have a major role in how the personality shapes up tomorrow, the kind of mental health issues they can have tomorrow, and their interactions with each other that ultimately builds up a society. So the health in parenting is supposed to be probably the most crucial and the core quality that is needed for any society. So these things have come up and other countries have taken their own this thing. Well, I think India was rich in its social circuit that we did not want all these things to come in. But slowly we see that our families are also cutting down, and our people, obviously everybody has to get engaged into work and other things. So these concepts have to come into existence and should be aware of it and should be open to welcome it, so that we are able to at least address some of our issues. Why is it important to talk and discuss about parenting?
Well, isn't it natural? Some of the people who come, and usually it is men who ask such questions, isn't it natural? Why is such a hue and cry? Do lions, tigers, elephants discuss about parenting? Why are we doing it? When animals can do it without hue and cry, why are we making such a big issue out of or a deal with it? Usually the husbands who have been dragged to the clinic by their wives saying that there's something wrong happening with our kid and we need to take professional help, this is the attitude they come down with usually. And to them, well, parenting in animals ends at a place, isn't it? Once the cub or the kid is knowing how to fetch its own food and protect itself, parenting ends. Mother or father, there's nobody. The kid or the cub has to live by itself. And all depends and moves around only survival. But look at our definition which I had given in the beginning. It is very complex and almost covers a lifespan. It's not just parenting your children, maybe grandparenting your grandchildren, and things go on. So, is it a new concern? How did people deal with it before? Why are parents left challenged by the task these days? We hear older people saying these challenges did not exist. We hear many of our parents saying these challenges did not exist for us in the past. It was not so difficult. We see our grandmother saying, it was not so difficult for me to raise children. Had it been the case, I wouldn't have raised 12 children back then. But you are struggling with 1 or 2. This is what our in-laws and our parents keep telling us. So what is the change? So probably this is the change, the shift of focus from group, community, family to individual. Yes or no? We have become more individualistic. It's about me, my thing, my career, my life. So is it wrong? Maybe not. Everyone gets one chance to live through life, and letting them live their life sounds fair enough. When societal systems were organized with set and fixed roles for everyone to play, the functioning of the society was smooth but led to some sections becoming underprivileged over the other, leading to existential crisis of the individual on whom the focus lies in present day. This sentence, I know, looks very simple but has a quite thought process into it. Like, for example, the gender paradox, if I have to take an example of it, male is more superior than a female. All these things have come up because of the set roles that were given in. People are not able to respect that every role played is as important as any other role. But then slowly all these things crept up, and that led to, discrimination, maybe, seeing some sections of the society as being underprivileged, wherein the voices started being raised against it. We want to have a better quality of life. We want to experience and, live our life to the fullest. Yes or no? And it is fair enough, definitely. But this has thrown the whole system of parenting into a huge turmoil. Because of this shift, the worst hit definitely is the parenting. As everything changes, parenting challenges also change. I would say they have neither increased nor decreased, but are new. And every new challenge is difficult to face. Like the COVID, it is just another viral infection which caused some respiratory infection. But you know how it cost us all 2 years of life, isn't it? Just because it was new. So any new challenge and it's difficult to face. So is parenting facing a huge challenge these days because new challenges are being posed at. Our parents, our grandparents are not able to give us solutions. Old challenges, we have ready-made solutions fixed. But new challenges coming up, obviously we have to look for new solutions. It is where most of the parents are finding themselves at last. Okay, now coming to a little background about parenting styles proposed by Diana Baumrin. There are 4 parenting styles as she has proposed. As sir was saying, they're different, but we will stick to the first 4 and let us try to see what each style would. If I keep on telling you all the characteristics, it would be very boring. Instead, we will make a role play. Is it okay? Can I have one volunteer who is ready to come up and act as a child? Can I have one volunteer, please? We will have the same situation.
Meanwhile, whoever is taking the chance and taking that inertia movement to raise their hand, I'll give you a situation. The situation will be only one, okay? And the situation is the child is playing the video game, which is very apt to these days maybe. The child is probably 10 to 12 years old. He's playing the video game upstairs, and the family is ready to go out of station in about 10 minutes. Mother had given him the task of making his bag ready, get himself ready, and just 10 minutes before she comes in, because he is not responsive or she is not responsive, and discovers that the child has not done any of it and is busy playing an online game with his friends. Okay? And how each parent would react to this situation, we will discuss one after the other. So who is my volunteer? Come on, come on. The girl in front, the third in, you are the one, the fourth one. You are ready, I know that. Come. I'm a psychiatrist and I know I can get you up. Come on, come on. You sat down 4 times. Yeah, please come. Come, come. It's a good thing. So we'll get a chair from there, dear. Yeah, a chair. And as I've told you, you understood the situation. You're busy playing and I discover you. So the first parenting style, can I have a mic? Or maybe I'll talk from there itself. You can just understand. It's okay. Problem. So first we'll go for permissive style. Okay. So what is your name? Mahima. Okay, sit Mahima. You're busy, right? You act, you're busy. Yeah. Yeah, you are, playing. Yeah, a mic to her also, ma'am. Maybe this mic you take. Yeah, you're busy. Okay. So, Mahima, are you ready? We are leaving in 10 minutes. Mahima, are you ready? What is this? We are going to start in 10 minutes, Mahima. What happened? Please stop playing, dear. Mahima, what happened? We are about to start, isn't it? Say, convince me that you are playing an important game or something. Convince. Just no, that the kids do. Please. No, what? No, mother. I'm very busy. You are busy, I know that. But then is it so important? We have to start in 10 minutes. No, I am very busy. Okay. You don't want to leave it now? No. I'm getting a call from your father. It's okay. Maybe we both will go again by the night bus or something. Okay, the program is in the morning. I'll convince your father to do this, okay? But will you finish by night 10 o'clock at least? Please? I will try. You please do it. Yeah. So this is permissive parenting. They are, highly responsive. The child wants it and they want to give it. So there's no demand. The mother here is ready to, change her schedule, change her, ways, priorities, ready to face the whole world, and her husband who would be demanding to come on time or whatsoever, she's ready to do everything, but doesn't want to see a grin or a displeasure on the face of the child. They just want to be giving. Okay, next style would be what? Authoritarian. Maybe we'll come to authoritarian later. That would be the last thing. Let's go to uninvolved parent. Okay? Uninvolved parent. You are doing this. Okay? I come. Mahima, what are you doing? I'm playing. Okay, we are leaving in 10 minutes. I will ask your father to take ask someone to come. Will you be able to take care of yourself? Yes. Okay then. We're just done with it. Finish. Here,
the parents are low responsive. They really don't care about what the child is going into or what they are into, and the demandingness for them to do something or not is also not there. The mother here is very okay with, you know, somebody else coming in or the child taking care of themselves, fine. That is, you know, she's not very much concerned about it. What will happen, the worry, or that is not there. She is least bothered. Whatever happens, you want to play, you play. You take care of yourself. Whereas in the permissive parenting, she's staying back. You got the difference? So this is uninvolved parenting. Then coming to authoritative parenting. Okay, authoritative parenting, here they are low responsiveness and high demandingness. Just see the difference. Okay, Mahima, you're playing. Mahima, where are you? What were you asked to do? Just stop that thing right now, right here, and pack your bag. Come on, I want you to see moving. I don't want to listen to what you're doing. Come on. Start doing. Move your butt around. That's it. So here, she's been a too, you know, good child. I think I should have had a boy here. Things would be different. You know, I would want to even pull off the internet connection, throw the laptop out. You know, that authoritative parenting can become anything. They just want their word to be done. They don't want to listen to their child. So I think many of us are getting figures of many of our parents, isn't it, in our minds? Usually fathers are like this. Okay, now you're back. We'll come to authoritative parenting, which is the last style I've reserved for the last thing. Okay, Mahima, what are you doing? 10 minutes, we have to go. You were busy doing that. Yeah, you say something. You say something. That you have to playing with your friends and this time won't come again or something. Yes, dear, you want to play with your friends. Who are all the friends you're playing with? Okay, Rekha is online. Who else is there? Oh, I also see Shushmita there. Hi, dear, can I take your mic down, please? We have to leave in 10 minutes and Mahima needs to get ready. Please, all of you, can you stop down? After coming back in 2 days, you will be able to play back, okay? Please, I'll help you pack your bag. Come on, now, just let us do it. Okay, very good. Just it. Please set your hair too and we are ready to go. So this is a authoritarian parenting. So coming to the next. Okay, dear Mahima, thank you so much for volunteering. A big round of applause for her for coming up like that, impromptu, that too. Okay, authoritarian parents are more likely to raise independent, self-reliant, socially competent individuals. No style is completely immune to problems. Even authoritarian parenting can have its own problems sometimes. They do face problems with children who are very cranky, demanding, and not stubborn, in fact. So no parenting style is immune to problems. No one style can fit all situations too. This is very important. People think that once I have decided to be an authoritarian parent, for a lifetime I have to be only this. I can't move this. But no. This is the myth that you can change your parenting style. You can become an authoritarian parent, you can be a permissive parent. Depending upon the situation, the parent has to change or adapt themselves. So parenting styles can differ from situations to situations, from a child to child. I cannot be the same mother to my older child as I am to my younger child. So it can differ. Most successful parent, though, is one who knows when to change the style depending upon the situation. This is the crux point or the summary of the whole thing. Then these are some of the awareness. I just wanted you people to have awareness of what are all the parent management training programs available that can be given. Any parent who is needing help can attend these programs. That is parent management training, positive parenting program, that is called a PPP program. Parent-Child Interaction Therapy, PCIT, Incredible Years, Define Teens, and BEST, that is Behavioral and Emotional Skills Training. These are the trainings available which can be done. I'll just give you an overall structure about how these things happen. Parent-child interaction, according to the target age group, I have tried to divide this thing.
So PCIT is usually parent and child practice oriented life coaching, starts with positive interaction and then moves up slowly. The target age is about 2 to 7 years and the sessions last for 14 to 20. Here the child and parent both attend the session and the therapist is working with both of them, trying to monitor and teach them how to, maybe the child or the parent, wherever the correction is needed, they try to provide support. Then PMT, parent management training, parents mostly taught model role play, this is the common practice we all practice even in the clinic when the child is brought to us. So any difficult children, the parents are taught how to use token economy with points or stars. For example, these are the tips and other things taught to the parent to control the behavior of the children. So the age of this can be 3 to 13 and sessions last about 10. Positive parent or the triple P program is a combination of both PCIT and PMT. The sessions can last depending upon the problem in the relationship. So here in all these programs we have to be very specific that we are not trying to treat the parent or the child. It is the relationship that is at stake and we are trying to treat the relationship. That's important. In Incredible Years, we have a small group of parent-child sessions, then parent positive attachment rules and limit setting consequences, etc. are taught to the parent, and child's emotional regulation and social skills are the ones which we try to focus on. And the age group, it can be from infancy to 12 years. Usually breath holding spells and all these things also come. Then these are the sessions we try to take. Then define teens. This is for 13 to 18 years. Sessions first with parents, then with the teen, then a joint session on communicative problem solving. So this is the building area or the most demanding area these days. We see a lot of kids coming up with this. You neglect the parenting management and knowing about it and fixing the problems in the first 12 years of life, then this is where you land, because in teen everything gets extrapolated and problems are multiplied. So the earlier the problems are fixed, the better is a take-home message. And last is best for parents and caregivers with focus on behavior therapy. So this can be a one-day workshop usually. For whoever is interested, we can make these things happen. Are practiced by usually clinical psychologists or psychologists trained in this area and psychiatrists who are interested in running these programs. This is it. So a big thank you from my side to all of you for that patient hearing and cooperating with me. Thank you so much. Thank you, ma'am, for that lively and enriching session. If any questions, I would be happy. No questions. The thing was so crystal clear, huh? Thank you. That was a compliment then. Thank you so much. Now I humbly invite respected President-elect Indian Psychiatric Society, Dr. Jayaprakashan KP sir, to hand over the memento to the speaker, Dr. S. Nivedita ma'am. Thank you, sir. Thank you, ma'am. Now I humbly invite respected President, Indian Psychiatric Society, Kerala State Branch, Dr. Alfred V. Samuel, sir, to hand over a memento to Dr. Uday Kumar, sir. It's a token of appreciation for his significant contributions in the field of psychiatry.
hope you all have good parents in your home. Even if you have or don't have good parents, please kindly become good parents of yourself. Thank you. Thank you, sir. കുട്ടികളെ, നമുക്കിവിടെ ഒരു സ്റ്റാൽവേർഡ്സാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കാട്രി ആൻഡ് നമ്മുടെ സൈക്കോളജിയുടെ സാറുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് പീരീഡിൽ യു ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഇൻ റിലേഷൻ ടു ദ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ടുഡേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നല്ലൊരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അബൌട്ട് വേരിയസ് ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഓർ അതർവൈസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം. പ്ലീസ് യൂട്ടിലൈസ് ദ ചാൻസ്. ആർക്കെങ്കിലും ഇന്നത്തെ പ്രസന്റേഷനെ കുറിച്ചുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ, ഫീഡ്ബാക്സ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇവിടെ വന്നിരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. Okay, we want some doubts also. Mahima, you can start. മഹിമയുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് മഹിമയെ വിളിച്ചത്. ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്, ഞാൻ ഫാർമസി കോളേജിലെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഒരു സൈക്യാട്രിക് ക്ലാസ് കേട്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നിയത് ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റിന് ഉണ്ടായൊരു അനുഭവം ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസിലൊക്കെ വളരെ ബോൾഡാണ്, നല്ലൊരു കുട്ടിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ മുന്നിലല്ല, ജസ്റ്റ് ആ കുട്ടിയോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആ കുട്ടിക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല, അങ്ങനെയൊരു. പക്ഷേ അപ്പിയറൻസിലായാലും മറ്റു ബിഹേവിയർ ആയാലും ഒക്കെ വെരി സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് സാധാരണ ഒരു ബിഹേവിയർ ആയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റാമെന്നുള്ളൊരു ചെറിയൊരു ഡൗട്ടാണ് സർ. Okay.
sir told me that the child is otherwise okay, but if they are asked something, they suddenly become nervous and they are not able to speak up anything. Why is it so? Is that the question? Well, the classical, we call it social anxiety, right? You know everything, the answer you know, you're prepared well, but still if you have to go on stage and talk or get up in the class and talk and tell the right answer, many of the times it has happened with me also. Our professor comes in and asks the question, it is there, but for that time being, blanked out, isn't it? So this happens, it's very common, okay, and we call it social anxiety. The more you expose to such situations, instead of getting discouraged that, you know, I cannot accepting, first thing happens is that I cannot talk in public, I cannot talk to superiors, I cannot talk to my teachers, I cannot talk to my elders. Once you have accepted that, you will never come out of it. I can't talk to strangers, I cannot go across and make my work done. It is a very incapacitating problem, isn't it? You can't make your work out. You have to go out and talk and get your work done. Social anxiety always comes in between, isn't it? You will not be able to get it work. So it is a very small thing to say, but it can be a life imprisonment, in fact. Because I cannot talk to people, I cannot negotiate, I will not do this. People start avoiding it. So any phobia has avoidance in it, right? You start avoiding that work. You don't like it or you're afraid of it. You're afraid of going out. You're afraid of heights. You stop going to heights and all, isn't it? So you're not able to see the beautiful part of how the world looks from a height. Isn't it a compromise? Isn't it this thing for life? Yes, it is. So what is the way out? Stop accepting your shortcomings or, you know, whatever they are. Start working towards it. Expose yourself to the same thing over and over again. That is very important. Once I was not able to speak to an adult or a teacher or something, please go up, make a point. It's absolutely okay. Teachers want you to be wrong. This is what, you know, our cardiology professor used to say. All of us used to be dumbfounded when Somaraju sir is taking a class. And he used to ask us about questions and nobody is answering. And sirs would say, you people think that when you answer your teacher, you're supposed to be right, isn't it? Then we nodded our head. But that is not so. Teacher is more happy if you give a wrong answer, because that is how he can get the chance to correct you. So please be as wrong as you can be in the classroom, while studying, while your course. Don't be wrong in the exam. If you're not wrong here, you will be wrong there. Which is worst? Being wrong in the exam is worst, isn't it? So please be open, more free about. It's absolutely okay to be wrong. This is the first thing. Accept. And once you are okay with being wrong also, you don't mind being wrong, and the teacher gets a chance to correct you. And maybe the subject gets more powerful and more clear to you. And you'll remember things for a longer time in such interactions. You say that you read so many things, but you forget. If you discuss things with someone, if you have answered to a teacher, it's a lifetime memory, isn't it? So this is a good way of learning. So stop accepting your fears or anxieties. Get yourselves more exposed to the same anxiety and see that you win over it, and you are okay with it, and you are able to master it. That is how your life will get unfolded. Did that answer the question? Anything else? നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുള്ളവർക്ക് എഴുതി കൊടുക്കാം. If you can write it and give, we will answer it, because all the way our South Zone President is come for to interact you people. Okay, Dr. Uday Kumar. And our State President, Dr. Alfred Sir is here, President-elect is here, all presidents here, all other doctors, psychiatrists are here. This is a golden opportunity, maximum you should utilize. Madam, this is regarding parenting. How can a person
can become 24 hours a good parent? Parenting is a 24/7 job. There is no other job which is so tiring and so consuming. 24/7. First, again, I would say that stop demanding from yourself that you're going to be a good parent or a best parent. That doesn't exist. Best parent, good parents don't exist. So stop having that demand from yourself that you have to be the best parent in the world. Just be a reasonably good parenting is enough, because we are humans and we are bound to be wrong sometimes, and it is okay to accept that with your child too. The child is learning to be okay with their own mistakes also at the same time. So you can never go wrong with parenting actually if you have a good intent in putting the things across as they are. Please don't push your boundaries beyond a point. In the process of trying to be the best parent, sometimes parents strain themselves to an extent that they're exhausted. Please don't. Don't push your limits. Try to get the parenting within your limits. That is the main point in it. Did you get the thing, ma'am? Okay. Ma'am, I guess this will be the last question. It's okay. I'm absolutely fine with it. I'm a BSc nursing student, and this is the doubt I have always have about. And there was my friend, he had suicidal thoughts, and when he tried to attempt suicide, I asked him, why are you trying to die while we people are trying to live over here? And he said, Jabin, my name is Jabin. You always say the fundamental right of people is to choose what they like to do. And in his life, he was never able to do what he wanted to do. Can't I make a choice of first time in my life? Why can't I make a choice to choose death? And I was unable to answer his question because he was right. It was his life, his choices. He was unable to make himself happy, and people around him was not able to do the same. And I want an answer to that. How can I console that person? Do you think there was any mental health issue lying there? Let it be. Please keep the mic. I guess depression, he was a depressive person. So what is the next step to do? I will get the Medical answer from you treatment. only. Medical treatment, I guess, but It's not medical treatment. Then Please what? take him to a psychiatrist first, right? Get the diagnosis done, and he will be put on treatment. Either it can be counseling with medication, whatever is needed. Leave to the discretion of the psychiatrist. Instead of trying to answer that and be numbed by such questions, because depressed mind can pose many such intelligent questions which we find dumbfounded too. But we know that they are all sick questions. ma'am, Yes but or no? yes, but he has been taking treatment for 2 years, past 2 years, and still unable to get out that episodes. Probably maybe the issue was not met on all sides. Maybe there are ongoing stressors, there is family intervention, there is family therapy and support that had to be given, which did not. Maybe the counseling part was missing. Just by giving them antidepressant pills won't serve the purpose most of the times. Then as a friend, I can do nothing about it. No, I don't say that you should not do anything about it. Please keep being supportive. Okay, thank Right? you, ma'am. Listening to them is very important. After they have said all these things, instead of saying, please stop talking all such nonsense, don't be negative, it is a human tendency to advise people that, you are negative, stop thinking like this. If anybody could stop thinking, would they think at all? It is just that, they are sick and they are not able to stop thinking in that way. If we criticize their thought process or we comment on their thought process, first the person becomes shut. So the less the channels of communication, the more chances that they will try to attempt on their decisions more. Talking about suicides, many studies have shown that talking about their thought process will vent them out, and it is better for them to open up like that. So instead of shutting them down or whatsoever, you have done already a good job by listening to him.
but maybe you are thinking so in that, fine, but you can assertively give. I don't think you are thinking in a healthy way. I don't think you are thinking in a healthy way. There are many options to think about it. And if you're not coming up with, because this is only one question. If I answer that question, it is fine. But they'll come up with a n number of them. There All was our many lives questions and yes, I was yes. unable to do nothing about it. Yes. They will come up with many such questions. So we only have to be very assertively say that all these are not healthy questions. All these thoughts don't seem to be very healthy to me. Maybe you need help. Please get back to the therapy. Or maybe by and large, I advise the friends to go up to their parents. Because you people cannot get your friend to therapy, no? But yes, you can approach their parents. You can approach. Parents are not so supportive about our. Yes, but you can put a word across. Uncle or auntie, your son or daughter is talking about these issues. Maybe it needs to be addressed. It was my responsibility. I thought I should communicate it to you. Because if something happens to the child, who is the most affected, my dear? It is the parents. Yes or no? What if the source of the problem is their parents? Let them know. Please let them know. That is what is the whole thing, isn't it? My child is feeling so, we'll put a thought process in the parent. That maybe am I being too strict? Am I being too pushy? Let them take the decision. Because if there is anything goes wrong, if there is a suicide, God forbid, it is the parent who is at the greatest loss. Because nothing is worse than losing a child. Okay, ma'am. Thank you. Yes or no? Yeah. Involve them. Involve them. That would be the best thing. Just 2 minutes. See, I was very happy to hear that there is a wellness department for this institution for students. Happiness department. That's very unique, and I was very happy to hear that from your director, who expressed his concern about the mental health and the happiness of the students. See, I was and I am a warden of men's hostel for last 10 years. So I see many problems in students. The most important one is they don't seek help. That's the most important problem. See, you may not get help from one source, you should seek help from another source. You are not better with one psychiatrist, go to another psychiatrist. One psychologist, go to another psychologist. Because fitting therapist to the person or the client or the patient is very important. Not every person can make friend with any other person. You will choose your friends, or you will have some friends for no reason. You will become friends to somebody. You won't like somebody for no reason. This can happen with the therapist also. Secondly, another thing is, we are all psychologists. After 4 years, we get a capacity to understand what is happening in another person's mind. So naturally, we all are psychologists. Don't think somebody sitting here is a psychologist or known about a person who know about the mind. But what you don't know is abnormal psychology. So something you cannot understand, think not within your capacity, that is abnormal psychology. So we all put out fire, no? When they fire in the kitchen, you pour some water, or you have a fire extinguisher, use it, but a fire beyond that is for firefighter. So you are not trained in firefighting. You will be taken aback, you will be affected if you try to deal with which is not within your hands. So you're all psychologists, you know what's in your friend's mind, you know what's going on in others' minds, and you try to help him, help her with your knowledge. But there is something beyond our knowledge, beyond our capacity. If you have a friend who really need help, and you feel helpless in helping him or her, seek help. Let him seek help. This is the most difficult problem we face with students. They don't trust us. They don't trust others. That is the nature of the adolescents. That's the nature of the adolescent. They think they are adults.
and they think they trust only peers, they trust only friends, they don't trust authorities, they don't trust their parents no more, or they don't trust as much they trusted in their childhood. So that is a part of growing up, telling that I am an individual, separate individual, I have my rights, I have my ideas, and if somebody questions, at that age people will be more aggressive. They will defend their ideas. They will keep aloof from anyone who objects their ideas. So you have your own acronyms, languages, communications, which many of us cannot understand. So so what I am telling is, seek help and encourage others to seek help when things are not in control. Thank you. വളരെ സിമ്പിളായിട്ട് എളുപ്പമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് യുവർ ലിമിറ്റ്സ് ആൻഡ് സെറ്റ് ദ ലിമിറ്റ്സ്. സോ മോർ ക്വസ്റ്റ്യൻസ്. Hi, my question is regarding parenting. Let me introduce myself. I am Ardra Chaitra, coming from Kuriakose Areas College, Mandanam. I want to ask about parenting. I have two questions. First question is, hi. Yeah. First question is it necessary for a child to have a mother figure and a father figure? Second question is, nowadays there are there is monogamous relationships, but there is a polymonogamous relationship. So does that affect the child? So those are my questions. So your first question was, is it necessary for a child to have a father figure and a mother figure? No. Clearly the question is, or the answer to it is no. But the parents, like we have gay couples and these days adopting and having kids through surrogacy, and both fathers or both mothers raising the child. And you see, we as human beings are gender neutral probably somewhere. The gender neutrality, have you heard about the concept of gender neutrality? I think sometimes we have these masculine traits in us and a feminine side to us. We all have. Yes or no? A girl with a more masculine traits is called a tomboyish girl or something. Maybe a feminine boy or something like that. I mean, you have cooking skills, being more in men and all these things. Yes or no? So gender is not something which is limited to one particular thing. It is what they think in their mind. So, and the gender doesn't affect parenting at all. It's not about the mother figure or a father figure. Whoever is the figure, dealing with the situation and the issues between them in the right way is what is needed. Did that answer? Because you have single parents and the child is doing wonderfully well. Yes or no? And it can be, a joint family, a whole lot of people parenting the child, and the child can get spoiled. So you can have different combinations. It is all about how many people are getting involved with the child. Even one completely involved and properly responsive, adequately responsive parent is enough. Right? And the second question was, how does the sexual relationships of the parent affect the child? No. Okay. When a couple marry, it's called monogamous relationship. But like more than two people, it's called polymonogamous relationship. So that involves more than two people. Like it can be 3 or 4. Yes. It has been in other countries before, and I think in many families, to get more hands to work and have a better family structure and all, some of the communities, it has been time immemorial. It is not a new thing coming up. It is the societies in various parts of the world have been dealing with it. You look at Mahabharata, I think you have a nice example. I did not go into the depth of it. Did any of the kids, their kids get spoiled or had any problem? No, they all turned out to be Abhimanyus, right? So that doesn't affect probably, as long as
the parents or the parent figures are able to communicate the thing in a healthy manner to the child. It's all about how healthily they think about it. What is the reasoning they're giving it? How comfortable are they? What is the friction between these people? Friction between even a monogamous relationship, all the time the parents are fighting and they're involved in solving their own issues. Do you think we'll have a better thing on the child? No. So the same thing, it can be how many ever number or whatever can be the structure of the family. As long as there is harmony in the family, it acts as a positive thing for parenting. They can all be at on one point, decide on one thing and let it go. Otherwise what happens? The concept of double binding. One parent is asking them, mother and father don't like each other. Mother wants the child to do this, father wants the child to do the opposite. So there is a huge confusion as to whether what is right or what is not in the child. In such a situation, obviously the child is going to develop into an individual who is not able to have a clear clarity. All dilemma, confusion, all these things creep up into the personality of the child. So as long as the family structure is harmonious and is able to think in the best interest of the child and let the things go on that way, I think is enough for the child. Did that answer? Yep. Thank you. Only few more minutes. Hurry up. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ എന്തോരം ഹലോ നമുക്ക് ഭയങ്കര ഇപ്പോൾ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ ഭയങ്കര ആ ഇമോഷൻസിനെ പറ്റി ഡിസ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ Do I want to answer or repeat the question? I think that's easier. It's difficult to reproduce, that's why. See, ഇത് രണ്ടും ചെയ്യാം. ഇത് നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, സപ്പോസ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിന് ചേർന്നു, അന്ന് വിട്ടിട്ട് പോകണോ വേണ്ടയോ, കളഞ്ഞിട്ട് പോകണോ, നിൽക്കണോ പോകണോ, ഈ കൺഫ്യൂഷൻ ജീവിതത്തിൽ പല സ്ഥലത്തും ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അല്ലെ ഒരാൾ പോയി, നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഒരാൾ എക്സിറ്റ് അടിച്ചു, നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നിൽക്കുകയാണ്, വണ്ടി വിട്ട് പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കും. ഇതിന് ഒന്ന്, ഇറ്റ് വിൽ ടേക്ക് ടൈം. രണ്ട്, വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. ആ മെമ്മറീസുമായിട്ട് അങ്ങനെ ജീവിക്കാം. ഇവിടെ നിങ്ങൾക്ക് മുക്കത്തന്നെ ഉണ്ടല്ലോ കാഞ്ചനമാല. കാഞ്ചനമാല അറിയില്ലേ? സ്വന്തം മൊയ്തീൻ കാഞ്ചനമാല നിന്ന പോലെ നിൽക്കാം. സീ ഈസ് എ ലെജൻഡ്. ആരും ചിരിക്കുന്നില്ല. ആർക്കും അറിയില്ലേ കാഞ്ചനമാല മുക്കത്തായിട്ട്? ഒരു വികാരവും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് ദാറ്റ്സ് എൻ എക്സ്ട്രീം എക്സാമ്പിൾ. ഐ വോണ്ട് സേ ദിസ് ഈസ് റോങ്, ദിസ് ഈസ് റൈറ്റ്. വാട്ട് യു വോണ്ട് ഇൻ ലൈഫ്, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. I won't say the life of Kanjanamala was wasted. It's she to decide, not me. So it's your choice. What is your choice? That is my question. That is the question everyone should take when you have a crisis, whether to live with the memories or get rid of the memories. But one thing I will tell you, you can't simply get rid of the memories. It's an experience in your life. You have to learn a lesson and move on. You have to get the lesson from a terrible or negative life experience. That's how we grow. Anything which don't kill us, make us stronger. Become stronger, learn lessons, and if you want to change your behavior, change your behavior. Take pain for that. Change your attitude, change the attitude, and adapt to the new living and situation. That's the answer. And seek help if you need. Seek help. There are people around to help. That is the most important thing you don't do, or do it very late. Seek help as early as possible so that you get out of it.
get out of the problem as early as possible. എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ചോദിക്കാനുള്ളൊരു മടി, അതപ്പോൾ സംഭവിച്ചല്ലേ. ഒരാൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു. ഡിയർ ഓൾ, I would like to appreciate all of you, ആദ്യം മടിച്ചു നിന്നെങ്കിലും പിന്നീട് ആവേശത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. സോ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്സ്. മൈൻഡ് ഈസ് ലൈക്ക് എ പാരച്യൂട്ട്, it works when it's open. Open up your minds whenever it's needed. Okay, that's all. Thank you so much. All the best. Take care. Bye. Finished off. Thank you, everyone. We have actually come to the end of our session. Again, you have all been very patient listeners. Again, I'm extremely humbled to be in the presence of stalwarts in psychiatry, the field where I actually work in. We are actually grateful to have the presence of our President of the IPS South Zone, Dr. Uday Kumar, with us, who has been actually chairing the last session on parenting. He has been very vocal on a lot of mental health issues over the years. And again, with us we have Dr. Alfred V. Samuel, the current President, Kerala IPS, and the President-elect, Dr. Jayaprakasan. Thank you all for being here with us. And then we have Dr. Sagati, the representative of the IPS South Zone, Dr. Mohan Sundar sir, our own guild president, and again Dr. Anis Ali, who has been the secretary of our guild, as well as the IPS Kerala treasurer. Again, initially we start out, I thank the initial speakers, Dr. Varsha, Dr. Midun, and our own dear Pranav, who actually went through a lot of important discussion as to what is actually significant in our current scenario. And again, it has been a very reflection session, followed by the session on parenting. Again, I thank Dr. Nivedita here, again, who has been, and that ignited a lot of discussion again among all of us, I guess, made us thinking as to what is actually going on, what is actually going wrong. Again, Madam discussed, like, there is no, like, a very exact science, exact thing. Whatever is done, you actually improve on it. Again, thank you, ma'am. Again, with the end of our session, we open we are totally ending our session. The lunch section is open as of now, and thank you all. And we will also be distributing the certificates for attending the session. Thank you, everyone. Thank you for being a patient listener. Thank you. Thank you.